പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യാം. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാണ്. കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മാധ്യസ്ഥ രോഗികൾ, പീഡിതരെ, മാനസിക സംഘർഷം അനുഭവിക്കുന്നവരെ, ഡിപ്രഷൻ അനുഭവിക്കുന്നവര്, മരുന്ന് കഴിച്ചിട്ട് ഉറക്കം മൂടുകയും ശരീരം തൂക്കം വെക്കുകയും ചെയ്യുന്നതല്ലാതെ പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഇല്ലാതെ ഡിപ്രഷൻ കൊണ്ട് വേദനിച്ച് ജീവിക്കുന്ന ആൾക്കാരെ കർത്താവേ, നീ അവരെ തൊടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓട്ടിസം കുഞ്ഞുങ്ങളെ, ഹൈപ്പർ ആക്ടിവിറ്റി കുഞ്ഞുങ്ങൾ, അവിടെ മാതാപിതാക്കന്മാരെ മനസ്സ് കെട്ടുപോയവര്, തകർച്ച സങ്കടം കൊണ്ട് അവർക്ക് ജീവിക്കാൻ പറ്റാത്തവർ, ജീവിക്കാൻ വേണ്ടി ജീവിതത്തോട് മൽപ്പിടുത്തം നടത്തുന്നവർ, മരുന്ന് കഴിച്ചിട്ടും രോഗം സുഖമാക്കാതെയും രോഗം പൊറുക്കാതെയും ഇരിക്കുന്നവർ, എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവശക്തിയാൽ എനിക്ക് ദൈവസന്ധിപ്പും സൗഖ്യം ലഭിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരാ എന്നേക്കും. ആമേൻ.
എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, ഇന്നലെ നമ്മൾ കണ്ടത് അറിവിൻ്റെ വരവാണ്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ജ്ഞാനമാണ്. ജ്ഞാനം, അതായത് യാക്കോബ് 1:5, നിങ്ങളിൽ ജ്ഞാനം കുറവുള്ളവൻ ദൈവത്തോട് ചോദിക്കട്ടെ. പുതിയ വാൽ തോന്നിട്ടിങ്ങനെ കണ്ട യാക്കോബിന് പഠിത്ത് ജ്ഞാനം കുറവായിരുന്നേ. പുള്ളിക്കാരൻ അനുഭവത്തിലൂടെ പഠിച്ചതാണത്. പുള്ളിക്കാരനല്ലേ യോഹന്നാൻ്റെ കൂടെ മറ്റേ സമരക്കാരൻ്റെ കൂടെ പോയി അവർ വടിവാളെടുത്ത് ആകപ്പാടെ കശാകുളമായി കർത്താവിൻ്റെ അടുത്ത് വന്ന് ആ ഭൂമി ആകാശത്ത് നഗ്നി ഇറങ്ങി അവർ നശിപ്പിക്കാൻ ഞങ്ങൾ കൽപ്പിക്കേണ്ടത് ചോദിക്കുമ്പോൾ വാട്ട് സ്പിരിറ്റ് യു ഹാവ് എന്ന് കർത്താവ് ചോദിക്കും. എന്ത് അരൂപിയാണ് നിങ്ങൾക്ക് ഉള്ളതെന്ന് നിങ്ങൾക്ക് അറിയത്തില്ലെന്ന്. അപ്പോൾ വേറെ അരൂപിയായിരുന്നു. പിന്നെ അവിടുന്ന് കർത്താവ് പറഞ്ഞു കൊടുത്താണ് ഇപ്പോൾ പുള്ളിക്ക് പറഞ്ഞത്. അദ്ദേഹം എന്താ പറയണത്, എനിക്ക് ജ്ഞാനത്തിൽ കുറവായിരുന്നു, ഞാൻ കർത്താവിനോട് ചോദിച്ചാണ് അവസാനം മേടിച്ചത്. അതുകൊണ്ട് നിങ്ങളും ജ്ഞാനം കുറവുള്ള ആൾക്കാർ കർത്താവിനോട് ജ്ഞാനം വാങ്ങിക്കട്ടെ. ഈ ജ്ഞാനത്തിന് കറക്റ്റ് വചനം എന്ന് പറയുന്നത് സങ്കീർത്തനത്തിൻ്റെ 103:7 സങ്കീർത്തനം 103:7. അവിടുന്ന് തൻ്റെ വഴികൾ മോശയ്ക്കോ പ്രവർത്തികൾ ഇസ്രായേൽ ജനത്തിനും വെളിപ്പെടുത്തി. അതാ വിഷയം. വഴികൾ മോശയ്ക്കും, അതായത് ജ്ഞാനം മോശയ്ക്കും, പ്രവർത്തികൾ അറിവ് ഇസ്രായേൽ ജനത്തിനുമാണ്. ഇപ്പം കൽമഴയൊക്കെ പെയ്യുന്നുണ്ട്, പേൻ പെരുകുന്നുണ്ട്, തവള ചാടുന്നുണ്ട്, നഗരി രക്തമായി മാറുന്നുണ്ട്. എന്താണ് സംഭവിക്കണമെന്നുള്ള പ്രവർത്തികളെക്കുറിച്ച് ഇസ്രായേലിനറിയാം. പക്ഷെ മോശത്തിന് അങ്ങനെയല്ല അറിയാവുന്നത്. എന്തിനു വേണ്ടിയാണ് ദൈവം ഇതൊക്കെ ചെയ്യണത്? എന്തിനാണ്? ഈ ജനത്തെ വിട്ടുകിട്ടിയിട്ട് വാഗ്ദാന നാട്ടിലേക്ക് പോകാൻ വേണ്ടിയാണ്. അതാണ് അതിൻ്റെ ജ്ഞാനം എന്ന് പറയുന്നത്. എല്ലാ സംഭവങ്ങളുടെ പിന്നിലും ഒരു ജ്ഞാനം ഉണ്ടാകും. അതാണ് ദൈവിക പദ്ധതി. അപ്പോൾ സംഭവങ്ങൾ ചിലപ്പോൾ എതിരായിട്ട് മാറിയാലും അതിനകത്തുള്ള ജ്ഞാനം നമുക്ക് അനുകൂലമായിരിക്കും. അതുകൊണ്ട് ആ ഒരു സംഭവങ്ങൾ നടക്കുന്ന കണ്ടിട്ട് അയ്യോ എനിക്കങ്ങനെ സംഭവിച്ചോ, ഞാൻ പ്രാർത്ഥിച്ചോ, എനിക്ക് പ്രാർത്ഥിച്ചൊരു പ്രയോജനമില്ലേ എന്നും പറഞ്ഞ് വിശ്വാസം കളയരുത്. ഈ പ്രവൃത്തിയെ കാണുന്നവൻ വിശ്വാസം പോകും. പക്ഷെ ജ്ഞാനം നോക്കുന്നവൻ വിശ്വാസത്തെ അതിജീവിച്ച് വിശ്വാസത്തിൽ വളരും. പേര് ഗീതമ്മ. ഞാൻ കോട്ടയം കഴിഞ്ഞ് കൂരോപ്പട നിന്ന് വരുന്നു. പാമ്പാടി കൂരോപ്പട എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് വരുന്നു. 8/2/24 ഞാനിവിടെ ആദ്യമായിട്ട് വരുന്നത്. അതിന് മുമ്പ് എൻ്റെ മോൻ ഒരു മേലാഴിയെ വന്നു. ആ മേലാഴിയിൽ നിന്ന് ആശുപത്രി വന്ന് അതിൻ്റേതായ രീതിയിൽ ഒത്തിരി ചികിത്സകൾ ചെയ്ത് മാതാവിൻ്റെ ഒരു പേപ്പർ കിട്ടി. ആ മാതാവിൻ്റെ പേപ്പർ വായിച്ച് ഞാൻ അവിടെ കരഞ്ഞു വിളിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് എൻ്റെ ഈ മോൻ ഇന്ന് ജീവനോടെ നിൽക്കുന്നത്. അതുപോലൊരു നെഞ്ചുവേദന വന്നതാണ്, ഐസിയുക്കകത്ത് കിടന്നതാണ്. ആ ഒരു ഇതിൻ്റെ പേര് ഡിസ്ചാർജ് ചെയ്തതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഞാനിവിടെ വന്നു ഉടമ്പടി എടുത്തു. ഉടമ്പടി നിയോഗങ്ങൾ ആദ്യം സമർപ്പിച്ചത് 14 വർഷമായിട്ട് വിൽക്കാതിരുന്ന വീടും പറമ്പും വിൽക്കേണ്ടിയിട്ട് എൻ്റെ ഒരു കൂട്ടുകാരി ഉപ്പ് ഇവിടുന്ന് കിട്ടിയ ഉടമ്പടി വസ്തുവായ ഉപ്പ് കൊണ്ട് എൻ്റെ മുറ്റത്ത് വിതറി. ഗീതമ്മ ചേച്ചി പ്രാർത്ഥിക്കാൻ മതി, ഇത് കിട്ടുമെന്ന് പറഞ്ഞ് 87ാം പൊക്കം എൻ്റെ വീടിന് അഡ്വാൻസ് കിട്ടി. അതിൻ്റെ ഒരു 2-3 മാസം അവർ ആ അഡ്വാൻസ് അന്ന് അയാൾ പറഞ്ഞു 6 മാസത്തെ കാലയളവിനുള്ളിൽ ഞാനിത് എഴുതിക്കോളാമെന്ന് പറഞ്ഞു. മാതാവിനോട് മുട്ടുമേ നിന്ന് പ്രാർത്ഥിച്ച് 2 മാസമായപ്പം പുള്ളി അഡ്വാൻസ് മുഴുവൻ പൈസയും കൊണ്ട് തന്നു. വെള്ളിയാഴ്ച എഴുതുവാണ്, മുഴുവൻ പൈസയും തരുവാണ്, ഞായറാഴ്ച തന്നെ മാറണമെന്ന് പറഞ്ഞു. അപ്പോൾ 6 മാസമെന്ന് പറഞ്ഞ് അവധി പറഞ്ഞ ആ അച്ഛൻ 2 മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങളോട് പറഞ്ഞു വീട് മാറണം, വെള്ളിയാഴ്ച മുഴുവൻ എഴുതി പൈസ തരുവാന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് വീട് പോലും വാടകയ്ക്ക് അന്വേഷിക്കാനോ പോകാനോ വീട് വാടകയ്ക്കോ ഒന്നും കിട്ടിയിട്ടില്ല. അമ്മ മാതാവിനോട് മുട്ടുമായി നിന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം എനിക്ക് അമ്മ അനുവദിച്ച് ഒരു വീട് രാവിലെ തന്നെ ഒരു സാറ് എൻ്റെ ഭർത്താവിനോട് പറഞ്ഞു, മോനെ അവിടെ നിന്ന് ഒരു വീട് വാടകയ്ക്ക് കൊടുക്കാനുണ്ട്, ആൾക്കാരുണ്ട്, ഏൽപ്പിക്കണമെന്ന് പറഞ്ഞു. പക്ഷേ വഴി പാലിന് പോയ ചേട്ടനോട് പറഞ്ഞ് ആ സാറ് പറഞ്ഞു അന്ന് തന്നെ ഞങ്ങൾക്ക് ആ വീട്, ഞാൻ ഉദ്ദേശിച്ച വീട് തന്നെ ഞങ്ങൾക്ക് കിട്ടി. വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുകയാണെങ്കിൽ എനിക്ക് പേടിയായിരുന്നു. വാടകയ്ക്ക് താമസിക്കുമ്പോൾ ഞാനൊരു സന്ധിവാരമൊക്കെ എനിക്ക് തീരെ മേലാതെ വരും, എനിക്ക് ഉറക്കമില്ല, നെഞ്ചുവേദന കൂടും. എന്നിട്ട് ഞാൻ എൻ്റെ മോനോട് വന്ന് മോനെ വാടകയ്ക്ക് ഒത്തിരി നാൾ താമസിക്കാൻ അമ്മയ്ക്ക് പേടിയാണ്, വീട് പണിതുകൊണ്ടിരിക്കുക, വീടിൻ്റെ പണി പൂർത്തീകരിച്ചിട്ടില്ല. അതെല്ലാം നമുക്ക് ഈ അമ്മ മാതാവിൻ്റെ ആൾക്കാരെ വന്നൊന്ന് സാക്ഷി പറയാൻ എനിക്ക് ഒത്തിണങ്ങി കിട്ടി. എൻ്റെ അമ്മ മാതാവ് എനിക്ക് എങ്ങനെയൊക്കെയോ എവിടുന്നെല്ലോ ആരാണ്ടെല്ലാം എനിക്ക് തന്നു പൈസ തന്നു. ഞാൻ നല്ലൊരു വീടിനകത്ത് ഇപ്പോൾ കിടക്കുന്നു. വാടക വീട് എനിക്ക് തന്നു. അത് മാറി എനിക്ക് സ്വന്തം വീട്ടിൽ എനിക്ക് ഏപ്രിൽ മാസം നിയോഗം വെച്ച് ഞാൻ പ്രാർത്ഥിച്ച് ഏപ്രിൽ മാസം എനിക്ക് കീർത്താമസം നടത്തി കയറണമെന്ന് തോന്നി. വലിയ ആഘോഷമായിട്ട് കീർത്താമസം നടത്താതെ ഞാൻ പാല് കാച്ചി ഒരു ചടങ്ങിനെന്ന് പറയുന്ന പോലെ
പാല് കാച്ചി വാടക വീട്ടിൽ നിന്ന് സ്വന്തം വീട്ടിലായിട്ട് താമസത്തിന് കയറി. അവിടെ ഓരോ പണികൾക്കും ഞാൻ മാതാവിൻ്റെ ഉടമ്പടി വസ്തു, അതായത് തൈലം പൂശി ഭിത്തിയിലെല്ലാം തേക്കും, ഉപ്പ് 4 ചുറ്റും ഞാൻ മാതാവിൻ്റെ അനുഗ്രഹം എനിക്ക് ആ വീട് എനിക്കിന്ന് കാട്ടിത്തന്ന മാതാവിൻ്റെ അനുഗ്രഹത്താലാണ് ഞാനിന്ന് നല്ല വീട്ടിൽ കിടക്കുന്നത്. പിന്നെ എൻ്റെ മോന് ഗവൺമെൻറ് ജോലിക്ക് ഇവിടെ ഉടമ്പടി എടുത്തു വെച്ചിട്ടുണ്ട്. M.Com ഫസ്റ്റ് ക്ലാസ്സോടുകൂടി പാസ്സായ എൻ്റെ മോന് അക്ഷയ് സാബുവിന് ഗവൺമെൻറ് ജോലി ഇതുവരെ കിട്ടിയില്ല. എന്തെങ്കിലും പൊരുത്തപ്പെട്ടു പോകാൻ ഓരോ ജോലി നേടിത്തന്നു അമ്മ. കാരുണ്യപ്രവൃത്തി ചെയ്തിട്ടുണ്ട്. പത്രം കൊടുത്തു, ഓരോ വീടുകളിലും രോഗികളെ കാണാൻ പോയി തൈലം പൂശി പ്രാർത്ഥിച്ചു. അവർക്ക് വേണ്ടതായ വസ്ത്രങ്ങൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ മോനാണ് പത്രം കൊടുക്കാൻ പോകുന്നത്. എനിക്ക് സന്ധിവാതം ഉള്ളതുകൊണ്ട് എന്നെ കൊണ്ടുപോകില്ല. എന്തെങ്കിലും ഞാൻ നടന്ന് ഓരോ വീടുകളിൽ നടന്ന് കടകളിൽ കയറി നടന്ന് പത്രം കൊടുത്തു ഞാൻ പ്രാർത്ഥിച്ചു കൊടുത്തിട്ടുണ്ട്. സന്ധിവാതമായിരുന്നു. എൻ്റെ കൈ ഇങ്ങനെയൊന്നും പിടിക്കാൻ മേലായിരുന്നു, മുട്ടുകുത്താൻ മേലായിരുന്നു. അച്ഛനെ കണ്ട് അച്ഛൻ എന്നെ തൊട്ട് പ്രാർത്ഥിച്ച് എൻ്റെ കൈ മടങ്ങുകയില്ലാത്ത എൻ്റെ കൈ കുരിശ് തന്ന് കൈയെ മുറുക്ക പിടിപ്പിച്ച് അന്ന് തൊട്ട് എനിക്ക് കൈ മുറുക്ക പിടിക്കാൻ ഓരോ സാധനങ്ങളെടുക്കാം. മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ മേലായിരുന്നു. എനിക്കിപ്പം മുട്ടുകുത്തി പ്രാർത്ഥിക്കാം. എന്നാലും എനിക്ക് ദേഹം മുഴുവൻ വേദനയാണ്, നടുവിനെല്ലാം വേദനയാണ്. എങ്കിലും വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഞാൻ നടത്തുന്നുണ്ട്. യെശയ്യാ 41:10 ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിൻ്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എൻ്റെ വിജയകരമായ വലതുകരം കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. ഗീതമ്മ എന്ന ഈ സഹോദരി തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച സവിശേഷമായ ദൈവാനുഗ്രഹങ്ങളെ അമ്മ മാതാവിൻ്റെ തിരുനടയിൽ നന്ദിയോടുകൂടി സാക്ഷ്യപ്പെടുത്തുന്നു. മകന് വന്ന ഒരു ഹൃദയ സംബന്ധമായ വേദനയും ആശുപത്രിയിൽ വളരെ അപകടകരമായ വിധം കടന്നുപോയ ദിനങ്ങളിൽ അമ്മയ്ക്ക് ലഭിച്ച ഒരു കൃപാസനം പത്രം, ആ പത്രം കൈമാറിക്കൊണ്ട് അമ്മയോട് പറഞ്ഞ കൃപാസന മാതാവ്, ആ കൃപാസന മാതാവിനെ വിളിച്ച ആശുപത്രിയിൽ മകൻ്റെ ജീവന് വേണ്ടിയും ആരോഗ്യത്തിന് വേണ്ടിയും ഈ അമ്മ പ്രാർത്ഥിച്ച് മകന് വളരെ സമയച്ചുരുക്കത്തിൽ 1-2 ദിവസം കഴിഞ്ഞ് പെട്ടെന്ന് യാതൊരു കുഴപ്പവുമില്ലെന്ന് പറഞ്ഞ് ഡോക്ടർമാർ ഡിസ്ചാർജ് ചെയ്തപ്പോഴാണ് അമ്മ കൃപാസന മാതാവിൻ്റെ അരികിൽ ഓടിയെത്തുന്നത്. അതാണ് അമ്മ സൂചിപ്പിച്ചത്. ആശുപത്രിയിൽ നിന്ന് അത്രയും ദിവസം വരെയും ഏറ്റവും ഗുരുതരമായ സാഹചര്യങ്ങൾ മാത്രം പറഞ്ഞിരുന്ന ഡോക്ടർമാർ അമ്മ മാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു തുടങ്ങിയ തൊട്ടടുത്ത ദിവസം ഹൃദയ സംബന്ധമായ അസുഖമൊന്നുമില്ല, വീട്ടിൽ പൊയ്ക്കോന്ന് പറഞ്ഞ് അവരെ പറഞ്ഞു വിടുന്നു. അതിൻ്റെ തൊട്ടടുത്ത ദിവസം അമ്മ മോനുമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നു. അങ്ങനെയാണ് ഇവരുടെ ഉടമ്പടി ജീവിതം ആരംഭിക്കുന്നത്. ഇപ്പോൾ 7 തവണ അന്നു മുതൽ ഒരിക്കൽ പോലും മുടങ്ങാതെ അമ്മയുടെ തിരുനടയിൽ വന്ന് ഉടമ്പടിയെടുത്ത് പുതുക്കി ഉടമ്പടി ഏറ്റവും വിശ്വസ്തതയിൽ ഈ കുടുംബം ജീവിക്കുകയാണ്. കുടുംബത്തിൻ്റെ ഏറ്റവും വലിയൊരു വിഷയം ഒന്ന് വീട് വിൽക്കണം, മറ്റൊന്ന് വീട് വയ്ക്കണം എന്നുള്ളതായിരുന്നു. വിൽക്കുവാൻ വേണ്ടി ഏറെ നാളായി പരിശ്രമിച്ച് യാതൊരു തരത്തിലും ചേരുന്ന വിലയോ ഉചിതമായ ആളുകളോ വരാതെ ക്ലേശിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഉടമ്പടിയിൽ നിയോഗം വയ്ക്കുന്നത്. അമ്മ അതാ സൂചിപ്പിച്ചത്. 87ാമത്തെ ദിവസം ഒട്ടും പ്രതീക്ഷിക്കാതെ ആ വീട് വിൽപ്പനയ്ക്ക് വേണ്ടിയുള്ള ആൾ വരികയും അത് ഏറ്റവും നിസ്സാര ദിവസങ്ങൾ കൊണ്ട് തന്നെ അതിന് വിൽപ്പന പൂർത്തിയാവുകയും ചെയ്യുന്നു. അത് 6 മാസത്തെ കാലാവധി പറഞ്ഞാണ് വിൽപ്പന തുടങ്ങിയതെങ്കിലും ഏതാണ്ട് ചുരുക്കം ദിവസം കഴിയുമ്പോൾ തന്നെ മുഴുവൻ പണവും കൊണ്ടുവന്ന് ഉടനടി മാറണം എന്ന രീതിയിൽ ഇവരോട് പറയുന്നു. ഒരു വീട് കണ്ടെത്തിയിട്ടില്ല, തിരക്കിയിട്ടില്ല, സമയമുണ്ടെന്ന് കരുതി കാത്തിരിക്കുമ്പോഴാണ് അവിചാരിതമായി ആ ഒരു പ്രതിസന്ധി വന്നു ചേരുന്നത്. അമ്മ പറഞ്ഞു, അപ്പൻ പുറത്തേക്കൊരു കാര്യത്തിന് വേണ്ടി പോയതാണ്. അവിടെ അവിചാരിതമായി ഒരു കൂട്ടർ ഒരു വീട് വാടകയ്ക്ക് കൊടുക്കുവാനുണ്ടെന്ന് പറയുകയും ആ ദിവസം തന്നെ വീട് കണ്ടെത്തിക്കൊണ്ട് പറഞ്ഞതുപോലെ സമയത്ത് വീട് മാറുവാനും മറ്റൊരു വീട് കണ്ടെത്തുവാനും കുടുംബത്തിന് സാധിക്കുന്നു. ഓരോ കാര്യത്തിലും അമ്മ മാതാവിൻ്റെ ഇടപെടൽ കുടുംബം നിരന്തരം ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നു. 5-6 വർഷമായി നടക്കാതിരുന്ന ആ വീടിൻ്റെയും വസ്തുവിൻ്റെയും വിൽപ്പന അച്ഛൻ നൽകിയ കാശ് രൂപം ആ ഭൂമിയിൽ നിക്ഷേപിച്ച് 87ാമത്തെ ദിവസം പൂർണ്ണമായും അതിൻ്റെ കാര്യങ്ങൾ നടപടിക്രമം പൂർത്തിയായി കിട്ടുന്നു. പുതിയ ഭവനത്തിന് വേണ്ടിയുള്ള ആഗ്രഹമുണ്ട്. അതും ഇതുപോലെ നിർമ്മാണം തുടങ്ങി പലതരത്തിൽ പൈസ
ഓരോന്ന് ക്ലിയർ ചെയ്ത് വന്നുകൊണ്ട് അമ്മ മാതാവിൻ്റെ ഉടമ്പടി ഉപ്പ്, അമ്മ മാതാവിൻ്റെ കാശുരൂപം, അതുപോലെ തന്നെ ഉടമ്പടി തൈലം, അതിൻ്റെ കട്ടളപ്പടികളിലുമെല്ലാം ഇങ്ങനെ കുരിശടയാളം വരച്ച് പ്രാർത്ഥിച്ച് നിക്ഷേപിച്ചതിലൂടെ യാതൊരു തടസ്സവുമില്ലാതെ വളരെ വേഗത്തിൽ ഇക്കഴിഞ്ഞ ഏപ്രിൽ മാസം പൂർത്തീകരിക്കുവാൻ പറ്റും വിധം അമ്മ സഹായിച്ചു കൊടുത്തുവെന്ന്. പ്രിയമുള്ളവരെ, ഉടമ്പടി ഇങ്ങനെ പെട്രോൾ കത്തുന്നത് പോലെ നമ്മൾ ഉടമ്പടിയോട് ചേർന്ന് നിന്നാൽ ജീവിത വിഷയങ്ങൾക്ക് മേൽ ദൈവാനുഗ്രഹം ഒന്നൊഴിയാതെ പെയ്തുകൊണ്ടിരിക്കും. നമ്മൾ എത്ര കണ്ട് അമ്മയിൽ ശരണപ്പെട്ട് വിശ്വസിക്കുകയും ആ ഉടമ്പടി നന്നായി പാലിച്ച് മുന്നോട്ട് പോകുവാൻ ശ്രദ്ധിക്കുകയും ചെയ്യുമോ, നാം കാണാത്ത പ്രശ്നങ്ങളൊക്കെ നമുക്ക് മാറ്റിത്തരും. നാം നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികൾക്ക് ഭാരങ്ങൾ, അതിൻ്റെ വിഷയങ്ങൾ കുറച്ചു തരും. നമുക്ക് കൂട്ടിയാൽ കൂടില്ല, തീരത്തില്ല എന്നൊക്കെ കരുതുന്നവ നാം പോലും നോക്കി നിൽക്കെ അമ്മ മാതാവ് പല വഴിയിൽ കാര്യങ്ങളെല്ലാം ശുഭകരമാക്കി തരുന്നതും നമുക്ക് കാണുവാനാവും. ഉടമ്പടി ദൈവശക്തിയുടെ വലിയൊരു ജീവിത പദ്ധതിയാണ്. ഉടമ്പടി അമ്മ മാതാവ് കൂടെ നിന്ന് ഈശോയുടെ സാന്നിധ്യവും സഹായവും നമുക്ക് ഉറപ്പു തരുന്ന ഒരു ദൈവികമായ പദ്ധതിയാണ്. അതുകൊണ്ട് ഉടമ്പടിയിൽ നമ്മൾ ജീവിത വിഷയം ഏൽപ്പിക്കുമ്പോൾ അതിനൊപ്പം ആ ഉടമ്പടി ജീവിക്കുമെന്ന തീരുമാനം കൂടി അമ്മയെ ഏൽപ്പിച്ചു കൊടുക്കുക. അമ്മ കൂടെ നിൽക്കും. യാതൊരു ക്ലേശവുമില്ലാതെ ഓരോ വിഷയത്തിലും അമ്മ തീരുമാനം നൽകും. അതിൻ്റെ സാക്ഷ്യമാണ് സഹോദരി സൂചിപ്പിച്ചത്. ആർത്രൈറ്റിസ് കാരണം കൈകളൊന്നും മടക്കുവാനാവാതെ, മുട്ടുകുത്തുവാനാവാതെ ഏറെ ക്ലേശിച്ചു വന്ന അമ്മയുടെ കരങ്ങളിലേക്ക് അച്ഛൻ കുരിശുരൂപം കൊടുത്ത് കൈ ചേർത്ത് അടച്ചു പിടിച്ച് അന്നു മുതൽ ഭാരപ്പെട്ടത് കയ്യിൽ വഹിക്കുവാൻ അമ്മയ്ക്ക് സാധിക്കുന്നുവെന്നും അമ്മ ഏറ്റു പറയുന്നുണ്ട്. നാം ആരെങ്കിലുമൊക്കെ ഏതെങ്കിലും വിഷയത്തിന് വേണ്ടി ഈ അൾത്താരയിൽ ജോസഫച്ചൻ്റെ ആശീർവാദത്തിന് വേണ്ടി മുട്ടുകുത്തുമ്പോൾ നമ്മൾ വിശുദ്ധിയോടുകൂടി ഈ അൾത്താരയിൽ മുട്ടുകുത്തുമെങ്കിൽ, നമ്മൾ കണ്ണീരോടുകൂടി ജീവിതത്തിൻ്റെ ഏറ്റവും ഗൗരവമുള്ള വിഷയം ഈ അൾത്താരയിൽ അച്ഛനെ ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ, അത് അമ്മ മാതാവ് ഏറ്റെടുത്ത് നമ്മുടെ കണ്ണീര് കണ്ട് നമ്മുടെ ജീവിത വിഷയത്തിന് പരിഹാരത്തിന് വഴികളൊരുക്കിക്കൊണ്ട് അച്ഛനിലൂടെ ആ നിമിഷങ്ങളിൽ, ആ ദിവസങ്ങളിൽ നമുക്കുള്ള അനുഗ്രഹത്തിൻ്റെ സന്ദേശങ്ങൾ, അടയാളങ്ങൾ, അനുഭവങ്ങൾ കൈമാറിക്കൊണ്ടിരിക്കും. അതിൻ്റെ സാക്ഷ്യങ്ങളാണ് ആ ഒരു വീടിൻ്റെ വിൽപ്പനയിലൂടെയും സഹോദരിയുടെ ആർത്രൈറ്റിസിൻ്റെ സൗഖ്യത്തിലൂടെയും ഈ അൾത്താരയിൽ പങ്കുവച്ചത്. രണ്ടിനും അച്ഛനെ കണ്ടിരുന്നു. രണ്ടും അച്ഛനിലൂടെ അമ്മ മാതാവിൻ്റെ ഇടപെടൽ കുടുംബത്തിന് അനുഗ്രഹമാവുകയും ചെയ്തു. ഈ കുടുംബത്തിന് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ചു. അമ്മയ്ക്ക് ഒരുപാട് നന്ദി. ഞാൻ ഇടുക്കി മൂന്നാറിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ എൻ്റെ പേര് അയ്യപ്പനാണ്. ഇത് എൻ്റെ ഭാര്യ സിന്ധു. അത് എൻ്റെ മൂത്ത കൊച്ച് അനൂനാണ് പേര്. ഇവൻ നന്ദു. അവൾ 10ാം ക്ലാസ് പഠിക്കുന്നു. ഞങ്ങളുടെ പ്രതീക്ഷ അമ്മ സാക്ഷിയാക്കണേ. എനിക്ക് ഇച്ചിരി തമിഴൊക്കെ വരും, എനിക്ക് മലയാളം ഒത്തിരി അറിയത്തില്ല. ഞാൻ ആദ്യം ഉടമ്പടി എടുക്കാനുള്ളത് 30/5/2024 ഞാൻ കൃപാസന എനിക്ക് സുഖമില്ലായിരുന്നു. ഒരുപാട് കടബാധ്യത ഉണ്ടായിരുന്നു. കടബാധ്യത എന്ന് പറഞ്ഞാൽ എനിക്ക് ആദ്യം സുഖമില്ലായിരുന്നു പറഞ്ഞപ്പോൾ എനിക്ക് ചങ്കിനകത്ത് ഹൃദയത്തിനകത്ത് ഒരു വേദന ഉണ്ടായിരുന്നു. ഞാൻ ആശുപത്രി ചെല്ലുമ്പം അവിടെ ഡോക്ടർ പറയും ECG എടുക്കാൻ പറയും. ECG എടുത്ത് കഴിഞ്ഞപ്പോൾ ആ രോഗമൊന്നും കാണുകയില്ല. അപ്പോൾ അവർ പറയും ഗ്യാസിൻ്റെ 2 ഗുളിക തരും. ഞാൻ നേരെ വീട്ടിലേക്ക് വരും. അപ്പോൾ ഞാൻ കൂലിപ്പണി ചെയ്യുമായിരുന്നു. എനിക്കൊരു ഓട്ടോറിക്ഷ ഉണ്ട്. ഞാൻ ഓട്ടോറിക്ഷ ഓടിക്കുമ്പോൾ എനിക്ക് ചങ്കിനകത്ത് ഒരു വേദന വരും. അപ്പം ഞാൻ വീട്ടിലേക്ക് തിരിച്ചു വരും. ഭാര്യ പണിക്കൊന്നും പോകുന്നില്ല. ഞങ്ങൾക്ക് 3 സെൻറ്റ് സ്ഥലമുള്ളൂ. എൻ്റെ അച്ഛനമ്മയൊക്കെ മരിച്ചുപോയി. ചെറുപ്പത്തിലേ പോയതാണ്. എനിക്ക് 3 പെങ്ങന്മാരൊക്കെ ഉള്ളൂ. അപ്പോൾ ഞാൻ കല്യാണം കഴിഞ്ഞ് 14 വർഷമാകുന്നുള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ ഒരുപാട് സ്ഥലത്ത് പോയി ആശുപത്രിയൊക്കെ പോയി കഴിഞ്ഞപ്പോൾ പിള്ളേരെ ഞാൻ പഠിപ്പിക്കണം. അപ്പോൾ ഞാൻ തിരിച്ചു വരുമ്പോൾ ഞാൻ എന്തെങ്കിലും ജോലിക്ക് പോവുകയാണെങ്കിൽ അന്നേരം തന്നെ ഹൃദയത്തിനകത്തൊരു വേദന വരിക. ആ വേദനയും കൊണ്ട് ഞാൻ അപ്പം തന്നെ ഇവിടെ ഞാൻ വിളിക്കും, ആശുപത്രി പോകണം. അങ്ങനെ പോയി എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന പൈസ അന്നത്തെ ഞാൻ കൂലിപ്പണി എടുത്ത് ഞാൻ ജീവിക്കും. അപ്പോൾ ആ കൃത്യം ഒരു തുകയായിട്ട് ഞാൻ ചെല്ലുമ്പം മെഡിക്കലിൻ്റെ റിപ്പോർട്ട് മെഡിക്കൽ കൊടുക്കാനേ പൈസ ഉള്ളൂ. വീട്ടിലേക്ക് ഒരുപാട് ബാധ്യത. ഒരു 4-5 വർഷമായിട്ട് ദുരിത വേദന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പുറക്കകത്ത് കയറി കഴിഞ്ഞാൽ വേദന മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ കുടുംബക്കാർ പോലും നാട്ടുകാർ പോലും തള്ളിപ്പറഞ്ഞു. എന്നാ വെച്ച് കഴിഞ്ഞാൽ അവരുടെ കുടുംബത്തിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ 10 രൂപ ചോദിച്ചു കഴിഞ്ഞാൽ പോലും അവർ തരിയല്ലാത്ത അവസ്ഥ. അവർ തന്ന് സഹായിച്ചു. ഇനി കൂടുതൽ അവർ കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ച് എങ്ങനെ കിട്ടും എന്നൊരവസ്ഥയിലേക്ക് ഒരുപാട് വന്ന്
അപ്പോൾ ഞാൻ ഒരുപാട് സ്ഥലത്തിൽ പോയി. ഞാൻ 5 വർഷമായിട്ട് പോകുന്ന സ്ഥലം എല്ലാ സ്ഥലത്തും പോയി. മെഡിക്കൽ കോളേജ് എന്തെങ്കിലും വേദന ആ നാട്ടുകാർ സഹിതം ആംബുലൻസിനകത്ത് കയറ്റി മെഡിക്കൽ കോളേജ് വിടും. മെഡിക്കൽ കോളേജ് ഡോക്ടർമാർ കംപ്ലീറ്റ് ചെക്ക് ചെയ്ത് എന്നെ പൂർണ്ണമായിട്ട് വന്ന് കഴിഞ്ഞപ്പോൾ ഒരു അസുഖമില്ല, അവനെ കാണാൻ തിരിച്ചു പോയിക്കോളാൻ പറയും. അങ്ങനെ ഒരുപാട് 2-3 വർഷം ഞാൻ ഈ മെഡിക്കലിൽ തന്നെ പോയി, ഒരുപാട് സ്ഥലത്തിലേക്ക് പോയി. അത് കഴിഞ്ഞ് ഞാൻ ഒരു 4-5 വർഷം ഇങ്ങനെ വേദനയോട്ട് കഴിഞ്ഞപ്പം എൻ്റെ പെങ്ങളിങ്ങനെ പറയുക, ഇങ്ങനെ കൃപാസന മാതാവ് ഇങ്ങനെ ഉണ്ട്, അവിടെ വരാൻ നിനക്ക് ചെന്നാൽ എന്നാന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു, ആ കൃപാസന മാതാവ്, ഞാൻ എന്നാൽ പോകാം, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് ഞാൻ ആ കേസ് അങ്ങ് തള്ളിക്കളഞ്ഞ് പിറ്റേ ദിവസം ഞാൻ വീട്ടിലേക്ക് വരുമ്പോൾ ഈ വേദനയാണ് എനിക്ക്. ആ വേദനയോട് ഞാൻ ചോദിച്ചപ്പോൾ ഞാൻ ഇവിടെ ചോറ്റാനിക്കര ഞാൻ ക്ഷേത്രത്തിൽ വന്നു, ഞാൻ തൊട്ടപ്പുറം ശിവക്ഷേത്രത്തിൽ വന്നു, ഞാൻ പോയി. അപ്പോൾ ഞാൻ അന്നേരം പോകുമ്പോൾ ഒരു ഓട്ടോറിക്ഷ കടന്നു വന്ന ഒരു സ്ത്രീയായിരുന്നു ഓടിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു, ചേച്ചി ഈ കൃപാസനം എവിടെയാണ്? അപ്പോൾ ചേച്ചി പറഞ്ഞു, നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ പറഞ്ഞു, ഇടുക്കി മൂന്നാറിൽ നിന്നാണ് വരുന്നത്. മൂന്നാറിൽ നിന്ന് എന്നാൽ നിങ്ങൾ രാവിലെ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ രാവിലെ വന്ന് ഉടമ്പടി എടുത്താൽ പോരെ, നിങ്ങളിപ്പോൾ ഇവിടെ തൊട്ട് വണ്ടി കയറിയില്ല, അവിടെ നിന്ന് ഒരു 5 മിനിറ്റും കൂടി പോയാൽ ഈ കൃപാസന പള്ളിയിലേക്ക് നിങ്ങൾ എത്തിയാനാണ്. അപ്പോൾ എനിക്ക് സാധിച്ചില്ല. ഞാൻ തിരിച്ച് ഇവിടെ നിന്ന് നേരെ വീട്ടിലേക്ക് പോയി. വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പം കിടന്നു ഉറങ്ങാൻ നേരത്ത് എനിക്ക് മറുപടി പിറ്റേ ദിവസം വേദന വന്നു. ഞാൻ പറഞ്ഞു, എന്നാൽ ഒരു ആശുപത്രി വരെ പോകാടി, എനിക്ക് പിന്നെയും വേദന പോകുന്നതിനോർത്ത് ഞങ്ങൾ അന്ന് രാത്രി ആശുപത്രി പോവാം. ആശുപത്രിയിൽ ചെന്നാൽ ഞങ്ങൾ നോക്കി കഴിഞ്ഞപ്പോൾ റിപ്പോർട്ട് ഒരു കുഴപ്പമില്ല. പിറ്റേ ദിവസം ഞാൻ പറഞ്ഞു, എന്നാൽ ഒരു കാര്യം ചെയ്യാം, നമുക്ക് കൃപാസന മാതാവിൻ്റെ അടുത്ത് വരെ നമുക്കൊന്ന് പോകാം. പിറ്റേ ദിവസം ഞങ്ങൾ വേറെ ആളുടെ അടുത്ത് ഇച്ചിരി വായ്പ പൈസ ചോദിച്ച് ഞങ്ങൾ ആ പൈസ മേടിച്ച് ഞാൻ ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്ത് എനിക്ക് 340 ടോക്കൺ എങ്ങുണ്ടായി. അപ്പോൾ ഞാൻ വന്നിട്ട് എനിക്കിത് സ്ഥലത്തെക്കുറിച്ച് അറിയത്തില്ല, എനിക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകണ്ടേ, ഞാൻ മേളിൽ നിന്ന് തന്നെ വെറുക്കുക, ഞാൻ ഈ കുഞ്ഞുങ്ങളായിട്ട് എങ്ങനെ പോകും, നമ്മൾ മുറി ഒന്നും എടുത്തിട്ടില്ലോ, ഈ ടോക്കൺ 340 ടോക്കണാണല്ലോ എനിക്ക് തന്നേക്കുന്നത്, ഞാൻ എങ്ങനെയാണ് ഓർത്ത് ഞാനിവിടെ വന്ന് അത് കഴിച്ച് കഴിഞ്ഞപ്പം ഇവിടെ വന്ന് രജിസ്റ്റർ മേടിച്ച് എൻ്റെ ബുക്ക് നോക്കുമ്പം എനിക്ക് സീൽ ചെയ്ത് തന്ന് എൻ്റെ അന്നേരം തന്നെ എനിക്ക് ഒരു മണിക്കൂറിൽ എൻ്റെ ഉടമ്പടി പുതുക്കമൊക്കെ മാറി ഞാൻ ഇവിടുന്ന് പോയിട്ട് ഞാൻ വീട്ടിലേക്ക് ചെന്ന്, അപ്പോൾ എനിക്കിത് പ്രാർത്ഥിക്കാൻ അറിയത്തില്ല, എനിക്ക് തമിഴ് വായിക്കാൻ അറിയത്തുള്ളൂ. അപ്പോൾ ഇത് എനിക്ക് മലയാളം വായിക്കണം. അപ്പോൾ വേറെ ഒരു മുറിയുണ്ട്, അത് പൂജാമുറിയായിട്ട് എടുത്തേക്കുന്നത്. അപ്പോൾ ഹിന്ദു ഭാര്യ, ഞങ്ങൾ ഹിന്ദു ആയിരുന്നു. അപ്പോൾ അവൾ തിരിവെക്കുക എല്ലാ കാര്യങ്ങളും അവിടെ ചെയ്യുന്നത്. അപ്പോൾ എനിക്കൊരു കുറ്റബോധം, അവളെ എങ്ങനെ ഞാൻ ഇതിലേക്ക് വിളിച്ച് ഇതിൽ വായിക്കാൻ പറയും, അവൾ കിടന്ന് ഉറങ്ങട്ടെ, ഒരു 5:30 ആകുമ്പോൾ 5 മണിയാകുമ്പോൾ എണീക്കണം, 5:30 ആകുമ്പോൾ ഇത് പുസ്തകം വായിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കണം. അപ്പോൾ ഈ പ്രാർത്ഥനയിലൂടെ നമുക്ക് കടന്നു പോകണ്ടേ. അപ്പം നമ്മൾ ഇതെങ്ങനെ വിളിക്കുന്നത്, പിള്ളേർ കിടന്ന് ഉറങ്ങട്ടെ എന്നിടത്ത് ഞാൻ ഈ അമ്മയോട് നീലത്തിരി കത്തിച്ചിട്ട് ഞാൻ ഈ അമ്മയോട് പറഞ്ഞു, അമ്മ ഇത് എനിക്ക് വായിക്കാൻ അറിയത്തില്ല, എനിക്ക് പ്രാർത്ഥന ചൊല്ലാൻ അറിയത്തില്ല, ഞാൻ ഇത്ര വർഷം ഹിന്ദുവായിട്ട് അമ്പലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ആളാണ്, ഇതെങ്ങനെ ഞാൻ വായിക്കൂ, എന്നാൽ ഞാൻ ഈ തിരി കത്തിച്ച് ഇവിടെ നിൽക്കാം, എനിക്ക് പ്രാർത്ഥന എനിക്ക് അറിയത്തില്ല എന്നോർത്ത് ഞാൻ ആദ്യത്തെ ദിവസം കടന്നുപോയി. ആ ദിവസം കടന്നു പോയിട്ട് ഈ വേദനയോട് കടങ്കാരൻ എന്നെ വിളിക്കുക, പുറത്തേക്ക് എന്നെ വിളിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പുറത്തേക്ക് ഇറങ്ങുകയില്ല, കാര്യം മേടിക്കാനുള്ള കംപ്ലീറ്റ് മേടിച്ചു, പണികളില്ല, ഓട്ടോറിക്ഷ ഓടിക്കാൻ CC കാർ വണ്ടി കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് വാഹനം എനിക്ക് ഇറക്കത്തില്ല. ഞാൻ ആലോചിച്ച് വീട്ടിൽ തന്നെ ഇരിക്കുക. പുറത്ത് ആരെയും ചോദിച്ചാൽ നമുക്കൊരു പുച്ഛം പോലെ എനിക്ക് തോന്നുന്നു. അപ്പോൾ ഞാൻ ആരോടും ചോദിക്കില്ല, കുടുംബക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ കുടുംബത്തിൽ പോലും വരികയില്ല, കാര്യം ഞങ്ങൾ ഇത്രയും തുക മേടിച്ച് വെച്ചേക്കുമല്ലേ, ഞങ്ങൾ പൈസ ചോദിച്ചു കഴിഞ്ഞാൽ പോലും ഇവളോട് ഞാൻ പറയും നമുക്ക് ഇരിക്കാം. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് 3 സെൻറ്റ് സ്ഥലത്തിനകത്ത് ഒന്നും അതിനകത്ത് ചെയ്യാൻ പറ്റിയില്ല, പണികളില്ല. അപ്പം ഞാനിരിക്കുന്നത് ഒരു കറി വയ്ക്കാൻ ഒരു സാധനമില്ല, സവാള ഇങ്ങനെ ചൂടാക്കി ഞാൻ പറയും ഒരാഴ്ച പോലും ഞങ്ങൾ കഴിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു കറി വയ്ക്കാൻ മേടിക്കാൻ നിവൃത്തിയില്ല, കടക്കാർ ചെന്ന് കഴിഞ്ഞാൽ അവിടെ തുക കൊടുക്കാണ്ട്, അതുകൊണ്ട് തരികയില്ല. ഞാനതിങ്ങനെ ചൂടാക്കി കഴിച്ചിട്ട് ഞാൻ ഇവളോട് പറയും, അമ്മയുടെ അടുത്ത് ഉടമ്പടി എടുത്തു, ഇവിടെ ഇങ്ങനെയാണ് തോന്നുന്നു എന്നോർത്ത് ഞങ്ങൾ തിരിവെച്ചെങ്കിൽ പ്രാർത്ഥിച്ചൊന്നുമില്ല. വൈകിട്ട് ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ വൈകുന്നേരം സന്ധ്യാപ്രാർത്ഥന ഞങ്ങൾ ചൊല്ലും, ഇവളെനിക്ക് ചൊല്ലിത്തരുന്ന. അപ്പോൾ വൈകിട്ട് ഈ രാവിലത്തെ പ്രാർത്ഥന എനിക്ക് അറിയത്തില്ല. പിറ്റേ ദിവസവും ഞാൻ എണീറ്റ് ഈ അമ്മയുടെ മുമ്പിൽ നിന്ന് ഞാൻ പറഞ്ഞു, ഈ തിരി കത്തിക്കുക, എന്നാൽ എനിക്ക് പ്രാർത്ഥന അറിയത്തില്ല എന്നോർത്ത് 3-ാമത്തെ ദിവസം നേരം എടുത്ത് 5 മണിയാകുമ്പോൾ ഞാൻ എണീറ്റ് ഈ തിരിയുടെ മുമ്പ് നിൽക്കും. അപ്പോൾ ഒരു മുറിയെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു ഹാളുണ്ട്, ബെഡ്റൂം അപ്പുറത്തെ ഭാഗത്താണ്. ഞാനിവിടെ തിരി കത്തിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ 3-ാമത്തെ ദിവസം അമ്മയോട് പറയുക, എനിക്ക് ചൊല്ലാൻ അറിയത്തില്ല അമ്മേ, എന്നാൽ പ്രാർത്ഥിക്കാൻ എനിക്കറിയാവുന്ന പ്രാർത്ഥന ഞാൻ ചൊല്ലാന്ന് പറയുമ്പോൾ ഒരാളിങ്ങനെ കടന്നങ്ങ് പോകുന്നുണ്ട് മുറിയിൽ. അപ്പം ഞാൻ ചോദിച്ചു, ഇതാരെങ്ങനെ കടന്നു പോകുന്നതിനോട്. അപ്പോൾ ഞാൻ ചോദിച്ചാൽ ഭാര്യയെ പെട്ടെന്ന് എണീറ്റ് നേരെ അടുക്കള സൈഡിൽ ചെന്ന് കയ്യും കാലും കഴുകി മുഖമൊക്കെ കഴുകി ഈ ബുക്ക് എടുത്ത് നിങ്ങൾക്ക് വിശ്വാസ പ്രമാണം ഞാൻ ചൊല്ലിത്തരാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അമ്മയോട് ചോദിച്ചു, ഇതപ്പോൾ എനിക്ക് അമ്മയോട് കണ്ട് എനിക്ക് സന്തോഷമാണ്. അപ്പം അമ്മ ഇവൾ സ്വീകരിച്ചല്ലോ, ഇവൾ തുണിയായിട്ട് വന്ന് ഈ വിശ്വാസ പ്രമാണം ചൊല്ലി എനിക്ക് തന്നു. വിശ്വാസ പ്രമാണം ചൊല്ലി എനിക്ക് തന്ന് ഞങ്ങൾ അപ്പോൾ കടങ്കാരൻ വിളിച്ച് ഇതുപോലെ ശല്യം ചെയ്യുമ്പോൾ ഒരു 12 മണിയോട് കഴിഞ്ഞ് ഞാൻ പണിക്ക് പോയിട്ടില്ല.
ഞാൻ അപ്പുറം കണ്ട് പോയേക്കും. അത് കഴിഞ്ഞ് ഇവള് വിളിച്ചു പറഞ്ഞു, ചേട്ടാ ഇങ്ങ് വാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ ഈ മുറിക്കകത്ത് കയറി പ്രാർത്ഥിക്കുമായിരുന്നു, എന്തോ ഇവിടെ ഫോട്ടോ ഇട. അപ്പോൾ ചെറിയൊരു ഫോട്ടോ ഇവിടെ നിന്ന് എനിക്ക് ഞാൻ മേടിച്ചുകൊണ്ട് പോയി. ഈ ഫോട്ടോയുടെ ഇരുന്ന് മുല്ലപ്പൂവിൻ്റെ മണം വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് ഈ മുറിക്കകത്ത് കടന്നു പോയി കഴിഞ്ഞപ്പം ഈ മുറി ഫുള്ള് നിറച്ച് അമ്മയുടെ ഈ മുല്ലപ്പൂവിൻ്റെ മണമാണ്. ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ച്, അപ്പോൾ എനിക്കത് എന്താണ് നമുക്കതിനകത്ത് പ്രാർത്ഥിച്ച് കുറേ കഴിഞ്ഞപ്പോൾ 1-1.5 കൂടി ഒരു സമയം കഴിഞ്ഞപ്പം എനിക്ക് ഗൾഫിൽ നിന്ന് ഒരു ഫോൺ വരിക. അപ്പോൾ ഞാൻ ചെറിയൊരു മേസമ്പണിക്കാരനായിരുന്നു. അപ്പോൾ ഈ ചോദിച്ചു, നിങ്ങളുടെ പേരെന്താണെന്ന് ചോദിച്ചു. ഞാൻ അയ്യപ്പനാന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്കൊരു പണി തരാം, നിങ്ങൾ വരാമോ എന്ന് ചോദിച്ചു. ഞാൻ എവിടെയാണ് സാറേ വരേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അവിടെ നിന്ന് ഒരു 3 കിലോമീറ്റർ നിങ്ങൾ വണ്ടിയായിട്ട് വരാൻ പറഞ്ഞു. ഞാൻ ഈ 3 കിലോമീറ്റർ വണ്ടിയായിട്ട് ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം പുള്ളി എന്നോട് ആവശ്യപ്പെടുന്നു, നിങ്ങൾ ഇത്രയും പണിയുണ്ട്, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ചെയ്യാം സാറേ എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു, ഒരു 10,000 രൂപ നിങ്ങൾക്ക് ഞാൻ അഡ്വാൻസ് ആയിട്ട് തരാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, സാറേ കുഴപ്പമില്ല, എനിക്ക് നാളെ തന്നാൽ മതി, പണിയെടുത്തിട്ട് വർക്ക് ചെയ്തുമ്പോൾ എനിക്ക് തന്നാൽ മതി, ഇന്ന് എനിക്ക് വേണ്ട. കാര്യം ഇന്ന് ഞാൻ 10,000 രൂപ മേടിച്ച് കഴിഞ്ഞാൽ ഈ കടങ്കാരൻ ഞാൻ പോരുന്ന വഴിക്ക് തന്നെ ഞാൻ കൊടുക്കേണ്ടി വരും. അപ്പോൾ നാളെ ഞാൻ ആ വാക്ക് വഴിച്ച് എനിക്ക് ആ പണി കിട്ടുകയല്ലെന്ന് ഓർത്ത് ഞാൻ പറഞ്ഞു, പണി എടുക്കുന്ന കൂലി അന്നെന്ന കൂലി എനിക്ക് തന്നാൽ മതി സാറേ എന്ന് പറഞ്ഞ് ആ പുള്ളി എന്നോട് ചോദിച്ചു, നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ എനിക്ക് തരാൻ പറഞ്ഞു. അക്കൗണ്ട് നമ്പർ ഞാൻ കൊടുത്തു. അക്കൗണ്ട് നമ്പർ വീട് കൊടുത്ത് ഞാൻ വൈകിട്ട് എന്നെ കടങ്കാറ് വിളിക്കുമ്പോൾ 7 മണി എൻ്റെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അക്കൗണ്ടിലേക്ക് 50,000 രൂപ കയറുന്നു ആദ്യം. ഈ 50,000 രൂപയുടെ സാർ എന്നോട് പറഞ്ഞു, നിൻ്റെ ഞാൻ വർക്കിനെ തന്നേക്കുന്നതാണ്, നാളെ തൊട്ട് മുതൽ ഈ പണി ഒന്ന് സ്റ്റാർട്ട് ചെയ്തോണ്ട് പറഞ്ഞു. ഞാൻ ഈ 50,000 രൂപ എടുത്തുകൊണ്ട് അപ്പോൾ അക്കൗണ്ടിലേക്ക് കയറുന്ന 50,000 രൂപ എടുത്തുകൊണ്ട് ആദ്യത്തെ വർക്ക് പുള്ളിക്ക് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ആദ്യത്തെ ഉടമ്പടിയാണ്. ഒരു 5 ദിവസം പോലും ആയിട്ടില്ല. 5 ദിവസം പോലും 5 ദിവസത്തിൽ നടക്കുന്ന ആദ്യത്തെ ഉടമ്പടിയിൽ ഞാൻ ഈ 50,000 രൂപ എടുത്തു. വർക്കുകൾ ചെയ്ത ശേഷം പുള്ളി സാർ എന്നോട് ആവശ്യപ്പെട്ടു, നീ ഒരു കാര്യം ചെയ്തോ, നിൻ്റെ വർക്കൊന്നും കുഴപ്പമൊന്നുമില്ല, നീ അപ്പുറത്ത് ഒരു സൈഡും കൂടി കുറച്ച് വർക്കും കൂടിയുണ്ട്, അത് 1,00,000 രൂപയ്ക്ക് നിനക്ക് തന്നേക്കാം, അതും നിൻ്റെ അക്കൗണ്ടിലേക്ക് കയറ്റിവിട്ടേക്കാന്ന് പറഞ്ഞാൽ 1,00,000 രൂപ കൂടി എൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ടു. അങ്ങനെ ഞാൻ ഈ 3 ഉടമ്പടി 3 മാസത്തിൽ ഞാൻ 90 ദിവസത്തിൽ ഞാൻ ആ പുള്ളിയുടെ സാറിൻ്റെ കൂടെ തന്നെ നിന്ന് എന്നെ അവിടെ നിന്ന് 45 ദിവസം എന്നെ കഴിയുമ്പം അവിടെ ഞാനൊരു സൂപ്പർവൈസറായിട്ട് മാറി. അവിടെ ഞാൻ ആ പുള്ളിക്ക് ഒത്തിരി ഒരു വേണ്ടപ്പെട്ട ഒരാളായി. ആ ഒരു സൈറ്റിലേക്ക് ഞാൻ അവിടെ നിന്ന് അവിടെ പണിയെടുത്ത് എൻ്റെ കടങ്ങൾ, ഞാൻ വിളിക്കുന്ന കടങ്ങളെല്ലാം ഈ 45 ദിവസത്തിൽ എനിക്ക് പ്രാർത്ഥനയിൽ കൂടി എനിക്ക് സമാധാനം. വീട്ടിൽ കയറി കഴിഞ്ഞാൽ എൻ്റെ പിള്ളേർക്ക് സമാധാനം ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് എവിടെ ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇറങ്ങിപ്പോകാം. കാര്യം ഞാൻ കൊടുക്കാനുള്ള പകുതി പൈസ ഞാൻ കൊടുത്തു. 4-5 ലക്ഷം രൂപയോട് കടം ഉണ്ടായിരുന്നു. ഞാൻ അതിൽ അത്യാവശ്യം കാര്യങ്ങൾ ചെയ്ത് പിടിച്ച് നിൽക്കാൻ അന്നന്ന് ഞാൻ പണിയെടുത്ത് ആ കൂലിയിൽ സാറിനോട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു, ഇതാണ് എൻ്റെ അവസ്ഥ. അപ്പോൾ സാറ് പറഞ്ഞു, ഒരു കാര്യം ചെയ്ത് കുഴപ്പമില്ല, നീ ആ സൈറ്റിൽ നിന്ന് പണിതോട് പറഞ്ഞ് 8 ലക്ഷം രൂപയുടെ വർക്ക് വരെ ഞാൻ അവിടെ ചെയ്തു. 8 ലക്ഷം രൂപയുടെ വർക്ക് ചെയ്ത് ഞാൻ മൂന്നാമത്തെ. അപ്പോൾ എൻ്റെ വേദനയ്ക്ക് ഇങ്ങനെ ഒരു സൈഡ് നിന്നാലും ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നത്, ഈ വേദന ഒരു സൈഡുണ്ട്, എന്നാൽ പോലും ഈ വേദനയിൽ കഴിഞ്ഞ് നാട്ടുകാരുടെ മുമ്പ് എന്നെ ഒരു മനുഷ്യനായി അവിടെ നിന്നില്ലേ, അതിന് ഞാൻ അമ്മയുടെ പ്രാർത്ഥന ഞാൻ വിട്ടില്ല. ഞാൻ എന്നിട്ട് ഈ വായിക്കും, ഞാൻ ബുക്ക് വായിക്കും, തമിഴ് വായിച്ച് ബൈബിൾ എടുക്കും, ഞാൻ വായിക്കും. അമ്മയുടെ ജപമാല ഞാൻ ഒരു ദിവസം പോലും മുടക്കിയിട്ടില്ല. ഞാൻ എല്ലാ ദിവസം സന്ധ്യാസമയത്ത് ഇരുന്ന് ജപമാല ചൊല്ലി ഞാൻ അമ്മയ്ക്ക് പ്രാർത്ഥിക്കും. പിന്നെ ഞാനിവിടെ വന്ന് രണ്ടാമത്തെ ഉടമ്പടി ഞാനിവിടെ വന്ന് പുതുക്കാൻ നേരത്ത് ഞാൻ അമ്മയോട് പറഞ്ഞു, എനിക്കൊന്ന് അച്ഛനെ കാണണം. അപ്പോൾ എന്നോട് പറഞ്ഞു, ഇങ്ങനെ അച്ഛനെ കണ്ടു കഴിഞ്ഞാൽ രോഗങ്ങളെല്ലാം മാറും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അച്ഛനെ കാണണോ, ഞാൻ എന്ത് ചെയ്യണോ? അപ്പോൾ ഞാനത് രണ്ടാമത്തെ ഉടമ്പടി ഞാൻ പുതുക്കി വീട്ടിൽ പോയി ഞാൻ ഇതാണ് എൻ്റെ വേദന ഞാൻ വെച്ചേക്കുന്നത്, എനിക്ക് അച്ഛനെ കാണണം, എനിക്ക് അച്ഛനെ കണ്ടാൽ മതി, അച്ഛനെ എനിക്ക് തലയിൽ തൊട്ടാൽ മതി എന്നാണ് ആദ്യത്തെ ഞാൻ വയ്ക്കുന്നത്. ഞാനിവിടെ വന്നു ഇറങ്ങിപ്പോയി. ഞാനിവിടെ നിന്ന് ഉടമ്പടി പുതുക്കി ഞാൻ വീട്ടിലേക്ക് പോയി ഒരു 10-20 ദിവസം കഴിഞ്ഞ് പ്രാർത്ഥിച്ചു. ഒരു 30 ദിവസം കഴിഞ്ഞ് എനിക്കൊരു ചെറിയൊരു ചങ്ങനകത്തൊരു വേദനയ്ക്കുണ്ട്. എന്നാലും ഞാൻ ആശുപത്രി പോകുന്നില്ല. ഞാൻ ഇതറിഞ്ഞു. ഞാൻ അമ്മയുടെ പ്രാർത്ഥനയിൽ തന്നെ നിൽക്കുക, എനിക്കിത് മാറിക്കോളും. ഇത്ര എന്നെ അമ്മ പിടിച്ച് നിർത്തിയില്ല, ഇത്രയും കാലം, ഇത് 3 മാസത്തിൽ എനിക്ക് മാറും എന്ന് പറഞ്ഞു. അപ്പോൾ 90 ദിവസത്തിൽ ഇനി അച്ഛനെ പോയി നമുക്ക് കാണാം. അപ്പോൾ 2 മാസം പുതുക്കിയ ശേഷം മാത്രമേ നമുക്ക് അച്ഛനെ കാണാൻ പറ്റുള്ളൂ. ഞാനിവിടെ വന്നു 40 ദിവസമായി. 43-ാമത്തെ ദിവസം ഞാനിവിടെ നിന്ന് വന്നു. 2 ദിവസം 44-ാമത്തെ ദിവസം ഇവിടെ ഞാൻ വന്ന് ഇവിടെ രാത്രി ആൾട്ട് ചെയ്തു. 45-ാമത്തെ ദിവസം നേരം എടുത്ത് ഞാനിവിടെ വന്ന്, കാര്യം എൻ്റെ വേദനയെ കൊണ്ട് ഞാൻ ആശുപത്രി ഒന്നും പോകുന്നില്ല. എന്നാലും ഞാൻ അമ്മയുടെ അടുത്ത് ഞാൻ കൃപാസനം വരെ പോയി എനിക്ക് 2 രോഗങ്ങൾ മാറും. കാര്യം ഞാൻ മരിക്കുവാണെങ്കിലും മരിക്കട്ടെ എന്നോർത്ത് ഞാൻ ഇങ്ങോട്ടാണ് വന്നത്. ഞാൻ ആശുപത്രിയിലേക്ക് പോയിട്ടില്ല. ഞാൻ ഇവിടെ വന്ന് കുറേ നേരം കസാര എടുത്ത് ഞാൻ പ്രാർത്ഥിച്ച് കുറേ കഴിഞ്ഞപ്പം അവിടെ ടോക്കൺ എടുക്കുന്നുണ്ട്. അപ്പം ഞാൻ അപ്പുറം ചെന്ന്, ഇതെന്തിനാണ് ഇവിടെ ടോക്കൺ എടുക്കുന്നത്? അത് അച്ഛനെ കാണാം, എന്നാൽ എനിക്കും കൂടി അവിടെ നിൽക്കാനോർത്ത് ഞാനും നിന്നു. അവിടെ നിന്ന് കഴിഞ്ഞപ്പം എനിക്ക് സാറ് ചോദിക്കുമ്പം എന്താണ് അസുഖങ്ങൾ എന്ന അച്ഛൻ്റെ ടോക്കൺ എനിക്ക് കിട്ടി. അപ്പോൾ അന്നേരം ഞാൻ ഓർക്കുന്നില്ല ഈ നിവേദനം, ഞാൻ ഈ അമ്മയുടെ കൂടെ ഞാൻ വെച്ചേക്കുന്ന കാര്യങ്ങൾ ഓർക്കുന്നില്ല. ഞാൻ വിളിച്ച് ഇവിടെ വന്നിരുന്നു. ഞാൻ ഇവിടെ വന്നിരുന്ന് അച്ഛൻ എൻ്റെ തലയിൽ തൊട്ട് ഇങ്ങനെ കൈ വയ്ക്കവും അമ്മ എന്നോട് പറയുക, നീ വെച്ചേക്കുന്ന നിവേദനോ 45 നീ ഉടമ്പടിയിൽ അച്ഛനെ കാണുമെന്ന് പറഞ്ഞല്ലേ വെച്ചേക്കുന്നത്,
എന്ന് പറഞ്ഞ് ഇതാ നിൻ്റെ അച്ഛൻ എൻ്റെ കൈ വെച്ചേക്കുന്നത് 45-ാമത് ദിവസത്തിൽ എനിക്ക് ഇവിടെ നിന്ന് എൻ്റെ അച്ഛൻ കൈ വെച്ചപ്പോൾ എൻ്റെ രോഗങ്ങൾ അതോടെ കൂടി ശാന്തമാകും. എൻ്റെ കുടുംബത്തിലേക്ക് ഞാൻ ഇവിടെ നിന്ന് തിരിച്ചു പോയി കഴിഞ്ഞപ്പോൾ ഈ നിമിഷം വരെ ഒരുപാട് കാര്യങ്ങളുണ്ടായി. എനിക്കത് ഇപ്പോൾ പറയാനുള്ള ഒരുപാട്. ഞാൻ എട്ടാമത്തെ ഉടമ്പടിയാണ് പുതുക്കുന്നത്. ഞാൻ മരിക്കാൻ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വിഷമെടുത്ത് ഞാൻ കൈവച്ചതാണ്. ഇന്ന് രാത്രി നമുക്ക് പോയേക്കാം, നേരമെടുത്താൽ നമുക്ക് ജീവനുള്ള ഇത് കാണുകയില്ല. കാര്യം ഇറങ്ങി എനിക്ക് ചെല്ലത്തില്ല, അതുപോലെ ബാധിതമായി. ഇത് നിങ്ങൾക്ക് സവാളയും കിടങ്ങി എത്ര ദിവസം ഇത് കഴിക്കും? ഞാനൊരു അപ്പനല്ലേ, അപ്പോൾ ഞാൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ കൊടുത്തു. ഇതൊക്കെ ഞാൻ കൊടുക്കുകയാണെങ്കിൽ എനിക്ക് വീട്ടുകാരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ തള്ളി പറയുന്ന, എനിക്ക് എൻ്റെ അപ്പനമ്മമാരില്ല എനിക്ക്. അതുകൊണ്ട് ഞാനിവിടെ എൻ്റെ ഉടമ്പടി ഞാൻ എടുത്തപ്പോൾ ഞാനിവിടെ അമ്മയുടെ കൂടെ നിന്ന് ഞാനിവിടെ വന്നപ്പോൾ ഞാൻ ഈ ഉടമ്പടി എടുത്ത് 3 മാസത്തിൽ എനിക്ക് അമ്മ ചെയ്യുവാണെങ്കിൽ 3-ാമത്തെ ഉടമ്പടി ഞാൻ തിരിച്ചു പോയി ഇവിടെ നിന്ന് വന്നു. ഞാൻ ഉടമ്പടി എടുത്തു. അങ്ങനെ ഓരോ കാര്യങ്ങൾ എനിക്ക് തന്നു. 3-ാമത്തെ അത്ഭുതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ നിന്ന് ചെന്ന് ഉടമ്പടി എടുത്ത് ഇവിടെ നിന്ന് ഞങ്ങൾ കോതമംഗലം ചെല്ലുമ്പോൾ അറിയുന്ന ഇടുക്കിയിലെ ഹർത്താളാണ്. അപ്പോൾ അതുകൊണ്ട് വണ്ടി വാഹനങ്ങളൊന്നും ഓടുന്നില്ല. എങ്ങനെയാണ്? ഞാൻ അവിടെ നിന്ന് പറഞ്ഞു, അമ്മേ ഞാൻ ഈ ഉടമ്പടി എടുത്തിട്ട് ഞാൻ അവിടെ നിന്ന് പുതുക്കിയിട്ട് വന്നതാണല്ലോ, ഇനി ഒരു ദിവസം നേരത്തെ ഞാൻ അറിയുവാണെങ്കിൽ ഞാൻ കൃപാസനത്തിന് ആൾട്ട് ചെയ്യാൻ. ഈ കുഞ്ഞുങ്ങളായിട്ട് 10 മണിക്ക് ഞാൻ ഇവിടെ നിന്ന് 11:30 ഒരു വണ്ടി കിട്ടി, ഒരു KSRTC കിട്ടി. അവിടെ നിന്ന് ഞാൻ ഞങ്ങളുടെ അവിടെ താമസിക്കുന്ന 8 കിലോമീറ്റർ ഉണ്ട്. 8 കിലോമീറ്ററിൽ അവിടെ 100 രൂപയുടെ ഓട്ടോ വിളിച്ച് കഴിഞ്ഞാൽ ആരും വരികയില്ല. 11 മണിയായി ഞങ്ങൾ ഇവിടെ നിന്ന് വണ്ടി കയറി. 1 മണിയോടുകൂടി 12:55 ആകുമ്പോൾ ഞങ്ങൾ ഈ ആണിച്ചാൽ സ്ഥലത്ത് എത്തി. അവിടെ നിന്ന് ഈ കുഞ്ഞുങ്ങളായിട്ട് ഞാൻ ഇവിടെ നിന്ന് എങ്ങനെ നടന്നു പോകും? ഇവൻ കിടന്ന് ഉറക്കുക. ഇവനെ തോളയിലിട്ട് കഴിഞ്ഞാൽ 3 കിലോമീറ്റർ നടക്കണം. ആ 3 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ വനത്തിൽ കൂടി നടന്നും കുറച്ച് പോകണം. അപ്പോൾ എനിക്കൊരു പേടി, എനിക്ക് നടന്നു പോകാം. പക്ഷേ ഞാൻ ഈ 2 പെൺപിള്ളേരെയും കൊണ്ട് ഞാൻ അങ്ങനെ കടന്നു പോകും. ഞാൻ എൻ്റെ കാശുരൂപം പിടിച്ചിട്ട് ഞാൻ എൻ്റെ അമ്മയോട് ഞാൻ 1 കിലോമീറ്റർ മുമ്പേ തന്നെ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. കാര്യം എനിക്ക് പേടി തോന്നി. ഒരു വണ്ടി പോലും ഇല്ല, ഒരു വണ്ടി വിളിച്ചാൽ വരികയില്ല. കാര്യം അവിടെ നിന്ന് 100 രൂപയുടെ ഓട്ടോറിക്ഷ വരികയില്ല. എന്നാ വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് ആൾക്കാർ കിടന്ന് ഉറങ്ങുന്ന സമയം ഞാൻ എങ്ങനെ വിളിക്കും എന്ന് ഓർത്ത് ഒരു 3 കിലോമീറ്റർ ഞാൻ ഈ കൊന്ത ചൊല്ലി ഞാൻ ചെല്ലുക. ബസ് സ്റ്റോപ്പിൽ അവിടെ ചെന്ന് ബസ് സ്റ്റോപ്പിൽ വണ്ടി ഇറങ്ങി ഞാൻ വണ്ടി എന്നെ ബസ് സ്റ്റോപ്പിൽ നിന്ന് 12:55 ആകുമ്പോൾ വണ്ടി അവിടെ നിന്നു. ഞാൻ പറഞ്ഞു, പിള്ളേരെ നമുക്ക് പോകാം, ഒരു കാര്യം ചെയ്യാം, നമുക്ക് 3 കിലോമീറ്റർ നടക്കാം. ഞാൻ ഇവനെ പിടിച്ച് തോളിലേക്ക് ഇട്ടു. കുറച്ചങ്ങോട്ട് യാത്ര മുമ്പോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു ഓട്ടോറിക്ഷ വരുന്നുണ്ട്. ഓട്ടോറിക്ഷ എടുത്ത് ഞങ്ങളുടെ അടുത്ത് വന്ന് നിൽക്കുക. എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ വീട്ടിലേക്കാണ്, സ്ഥലം പൗറോസാണ്, ആ പൗറോസ് വരെ ചെല്ലാണ്ടുണ്ടെന്ന് പറഞ്ഞു. അവർ പറഞ്ഞു കയറിക്കോന്ന് പറഞ്ഞു. ഞാൻ കയറി. ഞങ്ങളെ കൃത്യ സ്റ്റോപ്പിൽ നിന്ന് ഇറങ്ങി. ആ പുള്ളി എന്നോട് തിരിച്ചു ചോദിച്ചു, നിങ്ങൾ എവിടെ പോയിട്ട് വരുന്നതാണ്? ഞാൻ പറഞ്ഞു, കൃപാസനം വരെ പോയതാണ്. അവിടെ പത്രമൊന്നുമില്ലേ? ഞാൻ പത്രം എടുത്തില്ല. കാര്യം 45-ാമത്തെ ദിവസം ഞാൻ അച്ഛനെ കാണാൻ ഇവിടെ നിന്ന്, അച്ഛനല്ല 40 ദിവസം, അത് കഴിഞ്ഞ് 40 ദിവസം ഞാൻ വന്നായിരുന്നു. അപ്പോൾ പത്രമില്ല. ഇനി ഞാൻ പുതുക്കുമ്പോഴാട്ടോ വരുന്നതിന്. ഞാൻ വണ്ടിയുടെ ഇറങ്ങിയ ഫ്രണ്ട് പേര് ചോദിക്കുമ്പം ആവേ മരിയാണ്. ആവേ മരിയാണ് ഈ ഓട്ടോറിക്ഷയുടെ പേര്. എന്നാൽ ഓട്ടോറിക്ഷ ഞാൻ കണ്ടിട്ടില്ല. എന്നെ കൃത്യം അവിടെ കൊണ്ടുവന്ന് ആ സ്റ്റോപ്പിൽ ഇറക്കി വിടുമ്പം അവർ തിരിച്ച് അതുപോലെ പോയി. ഞാൻ അമ്മയുടെ അങ്ങനെ പ്രാർത്ഥിച്ച് എനിക്ക് ഓരോ രോഗങ്ങളും അങ്ങനെ അത് കഴിഞ്ഞിട്ട് എനിക്ക് കാര്യങ്ങളുണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4-ാമത്തെ ഉടമ്പടിയിലെയും പണികൾ ഈ നിമിഷം വരെ എനിക്ക് പണികൾ ഇതുവരെ കൊണ്ടിട്ടില്ല. ഇന്ന് ഞാൻ വന്നപ്പോൾ 5 പണിക്കാരെ ഞാൻ 5 പണിക്കാർക്ക് കൂലി കൊടുക്കാനായിട്ട് ഒരു മുതലാളിയല്ല, ഒരു ഇതിനായിട്ട് എന്നെ മാറ്റിയെടുത്തു അമ്മയുടെ കൂടെ. ഞാനിപ്പോഴും ഞാൻ ഈ ഉടമ്പടി പുതുക്കി ഞാനിപ്പോൾ ഒന്ന് സാക്ഷികളും പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അമ്മയുടെ കൂടെ ജീവിക്കുന്ന കാലം വരെ ഞാൻ മരിച്ചു പോയാലും എൻ്റെ കഴുത്തിൽ എൻ്റെ കാശുരൂപം കാണുന്ന എനിക്ക് നിർബന്ധമുണ്ട്. ഞാൻ ഒരു സ്ഥലത്തിലും എനിക്ക് കിട്ടാത്ത ഈ കൃപാസനം വരുമ്പോൾ അത് സമാധാനം, ഞങ്ങളുടെ കുടുംബത്തിൽ സമാധാനം. ഇപ്പോൾ ഞങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ ആ കുടുംബത്തിൽ ആരെങ്കിലും ഞങ്ങൾ ചെയ്യാൻ, ഇപ്പോൾ പാവപ്പെട്ടവനാരെങ്കിലും എന്നോടൊന്ന് എന്തെങ്കിലും ചോദിച്ചു, ഞാൻ അന്നേരം ചെയ്യും, ഞാൻ അന്നേരം നോക്കുകയില്ല. കാര്യം എനിക്ക് ഒരു അവസ്ഥ ഉണ്ടായി. ഇന്ന് എനിക്ക് പണിയെടുത്ത് ഇന്ന് ആരോഗ്യമുണ്ട്. എൻ്റെ അമ്മ തന്ന ആരോഗ്യം, എൻ്റെ അമ്മ തന്നേക്കുന്ന എൻ്റെ ബാങ്ക് ബാലൻസിന് ഞാനിപ്പോൾ ഒരു 10,000 രൂപ ഞാൻ ഉണ്ടാക്കി. അത് അമ്മ എനിക്ക് തരുന്നതാണ്. ഇല്ലാത്തവരോട് ഞാൻ ചോദിച്ചു അന്നേരം ഞാൻ അവർക്ക് തിരിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ ആ പൈസയല്ല നോക്കൽ, നിങ്ങൾ തരവൊന്നും വേണ്ട, നിങ്ങൾക്ക് ഞാൻ തരുന്നെന്ന് പറഞ്ഞു. അതുപോലെ ഒരുപാട് അടുത്തുള്ള കുടുംബക്കാരൻ ഞങ്ങൾ കളിയാക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഹിന്ദു അല്ലായിരുന്നോ, ഹിന്ദുവായിട്ട് ഇവർ കുറേ നേരം അമ്പലത്തിൽ നടന്നുകൊണ്ടിരുന്നു, ഇപ്പോൾ പള്ളിയിലേക്ക് പോയി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഒരു പത്രം ചേച്ചിക്ക് ഞാൻ കൊടുത്തു. ചേച്ചി ഇന്ന ഒരു പത്രം, അച്ഛൻ എങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്, പത്രം കൊടുക്കണോ എന്നൊക്കെ പറഞ്ഞു. ഞാനിന്നൊരു പത്രം നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ വായിച്ചാൽ മതി എന്ന് പറഞ്ഞു. ആ പെണ്ണുപിള്ളി പെട്ടെന്ന് ഈ പത്രം മേടിച്ചെടുത്തിട്ട് പുള്ളി എന്നെ കളിയാക്കി എന്നോട് പോയി, ഇതിൽ നിങ്ങൾ പുതിയതായിട്ട് ഇതിലേക്ക് ചേർന്നോ? ഞാൻ പറഞ്ഞു, ചേർന്നതല്ല, ഞങ്ങൾ ഒരു ചേച്ചി അവർക്കറിയാം ഞങ്ങളെക്കുറിച്ച്. അപ്പോൾ അവർ പറഞ്ഞു, അവർ കാര്യം ഞാൻ പത്രം മേടിച്ച് ഞാൻ കണ്ടുകൊണ്ടിരിക്കുക, പത്രം മേടിച്ച് ഈ കടയിലേക്ക് ഒറ്റ ഇങ്ങനെ. അപ്പോൾ ഞാൻ ഇങ്ങനെ പുറത്ത് വന്നിട്ട് എനിക്ക് സങ്കടം തോന്നി. തിരിച്ച് എൻ്റെ കയ്യിൽ
തന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഞാൻ പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞു, ചേച്ചി കീറിക്കളയരുത്, ചേച്ചിന് ആവശ്യമില്ലെങ്കിൽ എൻ്റെ കയ്യിൽ തിരിച്ച് തരുവാ, ഞാൻ കൊണ്ടുപോയിക്കോളാം, ഞാൻ ഇല്ലാത്തവർക്ക് ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞു. പെണ്ണുമ്പോൾ അന്നേരം ഇവർ എന്നോട് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. എനിക്കറിയാം ഇവർ കടയിലേക്ക് എന്തെങ്കിലും സാധനം പൊതിഞ്ഞ് വിടാനായിട്ട് വിടുമോ, എനിക്കൊരു പേടി. അപ്പോൾ ഞാൻ പുറത്തിറങ്ങി ഞാൻ അമ്മയോട് ഞാൻ കാശ് രൂപം വിളിച്ച് പറഞ്ഞു, അമ്മ ഇവരെന്നെ കളിയാക്കി. അപ്പോൾ ഞാൻ അത് കഴിഞ്ഞ് അച്ഛൻ്റെ യൂട്യൂബ് ചാനൽ ഞാൻ എടുക്കും, ഞാൻ നോക്കും, എന്ത് എനിക്ക് വിഷമം വന്നാലും ഞാൻ അച്ഛൻ്റെ പ്രാർത്ഥന കേൾക്കും. അച്ഛൻ്റെ പ്രാർത്ഥന കേൾക്കുമ്പോൾ തന്നെ എൻ്റെ ഹൃദയത്തിനകത്ത് എനിക്ക് ആ ഭാരങ്ങൾ കുറയും. എനിക്ക് എന്തെങ്കിലും ഒരു മൈറ്റിലേക്ക് ചാടുവാണെങ്കിൽ അത് ഞാൻ ക്ലിയർ ചെയ്ത് ഞാൻ പോകും. അപ്പോൾ അച്ഛനും പറഞ്ഞിട്ടുണ്ട്, നീ ആർക്കെങ്കിലും 10 പേർക്ക് കൊടുക്കുവാണെങ്കിൽ ഒരാൾ നിന്നെ തള്ളി പറയും, അത് നീ കാര്യമാക്കണ്ട, നീ പോരേന്ന് പറഞ്ഞു. ഞാൻ ഇറങ്ങിച്ചെന്ന് ഇപ്പോൾ എന്നെ കളിയാക്കി ഈ സ്ത്രീ എന്നെ വിട്ടതാണ്. വിട്ട് കഴിഞ്ഞപ്പോൾ അവരുടെ കെട്ടിയവൻ്റെ കാളയിൽ വെരിക്കോസ് എന്ന് പറഞ്ഞ ഒരു അസുഖം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് നാളായി. അപ്പോൾ ഞാനിങ്ങനെ അത്ഭുതങ്ങൾ ഇങ്ങനെ ഓരോ വീട്ടുകാർ വന്ന് നമ്മുടെ വീട്ടിലിങ്ങനെ മുല്ലപ്പൂവിൻ്റെ സ്വന്തം മനം വന്നുകൊണ്ട് ഒരുപാട് അവിടുത്തെ എല്ലാം ആർക്കൊക്കെ അറിയാതെ. അപ്പോൾ ഞാനിങ്ങനെ വീട്ടിലേക്ക് വന്ന് അമ്മയോട് ഞാൻ പ്രാർത്ഥിച്ചു, അമ്മ ഇന്നത്തെ പത്രം ഞാൻ കൊടുക്കാൻ പോയപ്പോൾ ഈ അവസ്ഥ എനിക്കുണ്ടായ. അപ്പോൾ ഞാൻ അതിനകത്ത് അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ഒരു 3 ദിവസം കഴിഞ്ഞ് ഇവരുടെ കുടുംബത്തിൽ ഈ കെട്ടിയവനായിട്ട് ആശുപത്രി പോവുക. എന്താണ് ഞാൻ ഇവരോട് ചോദിച്ചു, എന്താണ് നിങ്ങൾ കട കടയ്ക്കാത്ത നിങ്ങൾ ഇന്ന് അടയ്ക്കാത്ത കടയാണ്, ഇന്ന് നിങ്ങൾ എല്ലാ ദിവസവും തുറന്നു വെച്ചുകൊണ്ടിരിക്കുക, എന്നെ നിങ്ങൾ കട അടച്ചേക്കുന്നത്, കെട്ടിയവന് സുഖമില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്താ ചേച്ചി പറ്റിയെന്ന് ചോദിച്ചു. ഇന്നലെ രാത്രി കിടന്ന് ഉറങ്ങിയിട്ടില്ല അയ്യപ്പാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്താണ് നിങ്ങൾ കിടങ്ങുന്ന പറഞ്ഞാൽ. അന്നേരം അവർ പറയുക, എൻ്റെ അവൻ്റെ കാലിൻ്റെ മൊത്തം നീര് വെച്ച് വണ്ണം കൂടി അവർ 2 ദിവസം കഴിയുക. കൃപാസന മാതാവിൻ്റെ എണ്ണ ഉണ്ടെങ്കിൽ എൻ്റെ ഭർത്താവിൻ്റെ കാളിലേക്ക് കുറച്ച് തരാവുള്ളൂ. ഞാൻ പറഞ്ഞു ഈ പത്രം നിങ്ങൾ എത്ര വിഷമിച്ച് എന്നോട് നിങ്ങൾ ആയിരിക്കും. ഞാൻ ആ എണ്ണയെടുത്ത് അവരുടെ കാലിലേക്ക് തോത്തു കഴിഞ്ഞപ്പം ആ അസുഖങ്ങളത് പൂർത്തിയായി അവർക്ക് മാറവും. അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ അതുപോലെ തൊട്ടടുത്ത് ഭാര്യയും ഭർത്താവിൻ്റെ കുടുംബത്തിൽ ഒരുപാട് വഴക്കം തന്നെ അവർ രണ്ട് പിരിഞ്ഞു പോകും, എല്ലാ കാര്യങ്ങളും ചെയ്തു. അപ്പം ഞാൻ അവരുടെ വീട്ടിൽ ഇറങ്ങി ചെയ്തു. ഞാൻ പറഞ്ഞു അവർ ഹിന്ദുവായിരുന്നു. ഞാൻ പറഞ്ഞു ചേച്ചി ഒരു കാര്യം ചെയ്തു, കൃപാസനം പള്ളിയിൽ വരെ നിങ്ങൾ പൊക്കോ. അവർക്ക് 3 കുഞ്ഞുങ്ങളുണ്ട്. ഭാര്യയും ഭർത്താക്ക് ഡൈവേഴ്സ് വരെ മേടിച്ചു, അവർ പിരിഞ്ഞു പോയി. അത് ഞാൻ പറഞ്ഞു നിങ്ങൾ കൃപാസനം ഉടമ്പടി എടുക്കുക. ഈ പള്ളി വന്നവർ ഉടമ്പടി എടുത്ത് അവർ തിരിച്ച് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പം അവർ ഭാര്യയും ഭർത്താവ് കോടതിയിലേക്ക് കേസ് നടത്തിട്ട് ഞാൻ ഈ വണ്ടിയായിട്ട് താഴെ ചെന്ന് കഴിഞ്ഞപ്പം ഇവർ എന്നോട് പറയുക 45 ദിവസം അയ്യപ്പൻ പറഞ്ഞിട്ടാണ് ഞങ്ങൾ പോയി ഉടമ്പടി എടുത്ത്, അത് 45 ദിവസം കഴിഞ്ഞിട്ട് ഒരു റിസൾട്ട് ഇല്ലയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങൾ മുമ്പോട്ടിരിക്കുക, അമ്മ നിങ്ങൾക്ക് ചെയ്യും, 90 ദിവസമല്ലേ നിങ്ങൾ അവധി വെച്ചേക്കുന്നത്, നിങ്ങൾ ഇരിക്കുക, നിങ്ങൾ പ്രാർത്ഥിക്കുക, നിങ്ങൾ മനുഷ്യൻ അത് ഒരു സമയം വേണ്ടേ, നിങ്ങൾക്ക് ചെയ്യും, നിങ്ങളുടെ പ്രാർത്ഥന ഒരിക്കലും വിട്ടതെന്ന് പറഞ്ഞു. ഞാനത് കഴിഞ്ഞ് ഞാൻ 88ാമത്തെ ദിവസം പോയി കഴിഞ്ഞപ്പോഴും ഇവർ വേറെയാണ്, അവർ ഡൈവേഴ്സ് കൊടുത്ത് പിരിഞ്ഞു പൊക്കോളാൻ പറഞ്ഞു. 89 ദിവസം ഞാൻ ഇറങ്ങി ചെന്നപ്പോൾ എനിക്ക് ഉടമ്പടി പുതുക്കേണ്ട ഡേറ്റ്. അപ്പോൾ എൻ്റെ സമയം കൊണ്ട് അവർക്ക് ഞാൻ ചോദിച്ചു, ഞാൻ ഇറങ്ങി ചെല്ലുമ്പോൾ 90ാമത്തെ ദിവസം ഭാര്യയും ഭർത്താവൊക്കെ ആയിട്ട് വേറെ വീട്ടിലേക്ക് പോകാനായിട്ട് സാധനങ്ങളെല്ലാം അവർ വിളിച്ച് കയറ്റിക്കൊണ്ടിരിക്കുക. അപ്പം ഞാൻ ചോദിച്ചു നിങ്ങൾ ഉടമ്പടി എടുത്തതല്ലേ 90ാമത്തെ ദിവസത്തിലെ കുഞ്ഞിനായിട്ട്. ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ ഉടമ്പടി എടുത്ത് 90ാമത്തെ ദിവസം. അപ്പോൾ അങ്ങനെ ഒരുപാട് എനിക്ക് അനുഗ്രഹം തന്നു എൻ്റെ അമ്മ. ഞാൻ ഈ താഴെ പറഞ്ഞു, ഞാൻ ഇനി എൻ്റെ ജീവനുള്ള കാലം വരെ ഞാൻ എൻ്റെ കുടുംബത്തിൽ ഞാൻ മരിക്കുന്നവരെ എൻ്റെ അമ്മയോട് ഞാൻ നിന്ന് ഈ ഉടമ്പടി എനിക്ക് മുമ്പോട്ട് കൊണ്ടുപോകും. ഇത് ഉടമ്പടിയല്ല, എനിക്ക് അമ്മ തന്ന എൻ്റെ ജീവനാണ്. ഞാൻ മരിച്ചു പോയെന്നോർത്ത് എൻ്റെ കുടുംബക്കാർ പോലും തള്ളി, നാട്ടുകാർ തള്ളിക്കഴിഞ്ഞ് ഞാൻ ഇതുപോലൊരു അവസ്ഥയിൽ ഇവിടെ നിന്ന് ഇപ്പം ഞാൻ എൻ്റെ പിള്ളേരായിട്ട് ഒരു സമാധാനത്തിൽ ജീവിക്കുന്നു. എനിക്ക് പണികളുണ്ട്, എനിക്ക് വേറെ ആൾക്കാരെ സഹായിക്കാൻ കൊണ്ട് അമ്മ എനിക്ക് കൊണ്ടു തന്നു. ഞാൻ ഒന്നും ഇല്ലാതായിരുന്നു, 1 രൂപ പോലും എൻ്റെ ബാലൻസ് അക്കൗണ്ടിൽ ഇല്ലായിരുന്നു. എനിക്ക് ഇന്ന് വേറെ ആൾക്കാരെ സഹായിക്കാൻ എന്നെ കൊണ്ട് സാധിച്ചു. അമ്മ അത് സാധിക്കുന്നുണ്ട്. എനിക്ക് പൂർണ്ണ ആരോഗ്യം എനിക്ക് തരുന്നുണ്ട്. കുടുംബത്തിലെ പ്രാർത്ഥന എല്ലാ ദിവസവും ഞങ്ങൾ ജപമാല ചൊല്ലാതെ കിടക്കുകയില്ല. എത്ര സന്ധ്യ ആയാലും 12 മണിക്ക് വീട്ടിൽ വന്നാൽ ജപമാല ചൊല്ലിയിട്ട് കിടക്കണം. അത് എൻ്റെ കുഞ്ഞുങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാനില്ലെങ്കിൽ പോലും ഈ അമ്മേനെ ഒരിക്കലും മറക്കരുത്. കാര്യം നിങ്ങളുടെ അച്ഛനെ മറുപടിയും ജീവൻ തന്നത് ഈ അമ്മയാണ്. അമ്മയും ഈശോയ്ക്ക് ഒരുപാട് നന്ദി. കർത്താവ്, ഞാൻ എല്ലാ ആഴ്ചയിലും പള്ളിക്ക് പോകുന്നുണ്ട്. എല്ലാ ആഴ്ച 4 മണിക്ക് കുർബാന ഉണ്ടെങ്കിൽ ഞാൻ കൂടിയിരിക്കും. അഥവാ എനിക്ക് ഞായറാഴ്ച കൂടാൻ പറ്റിയില്ലെങ്കിൽ രാത്രി ഞാൻ ആ പള്ളി ചെന്നിരിക്കും. പള്ളി ചെന്ന് എൻ്റെ കുഞ്ഞുങ്ങളായിട്ട് മുട്ടുകുത്തി അവിടെ നിൽക്കും. ഇതാ കർത്താവ്, ഞാൻ എന്നെ കൊണ്ട് എനിക്ക് ജീവൻ തന്ന എൻ്റെ ഈശോയല്ലേ. അപ്പോൾ ഈശോയ്ക്ക് വേണ്ടി ഞാൻ മരിക്കാൻ വരെ ഞാൻ നേരം. കാരണം എൻ്റെ ജീവൻ തന്നത് എൻ്റെ ഈശോയാണ്. എൻ്റെ കുഞ്ഞുങ്ങളായിട്ട് ഞാൻ വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഈ ആഴ്ച ഞാൻ ആരെങ്കിലും എത്ര പേര് സഹായിച്ചു എന്ന് ഞാൻ കർത്താവിനോട് ഞാൻ ചെന്ന് പറയും. ഞാൻ അമ്മയുടെ അടുത്ത് എല്ലാ ദിവസവും ഞാൻ ജപമാല ചൊല്ലി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 37-ാം വചനമാണ്. മനുഷ്യരുടെ പരിമിതികൾക്കപ്പുറം ഒരു വലിയ ശക്തിയുണ്ട്, ദൈവത്തിൻ്റെ ശക്തി. കൃപാസന മരിയൻ ഉടമ്പടിയിലൂടെ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഇത് സാധ്യമല്ല, ഇത് നടക്കില്ല, ഇനി എനിക്കൊരു വഴിയില്ല, ഒരു മാർഗമില്ല, ഇനി എനിക്കൊരു ജീവിതമില്ല എന്ന് കരുതുന്ന പ്രശ്നങ്ങൾ വരുമ്പോൾ വിശ്വാസത്തോടെ ദൈവത്തിൻ്റെ മുൻപിൽ സമർപ്പിക്കുമ്പോൾ
ഉടമ്പടിയിലെ നിയോഗമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈശോയുടെയും അമ്മയുടെയും ശക്തമായ കരങ്ങളാണ്, അനുഗ്രഹങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ നാം കാണുവാൻ സാധിക്കുന്നത്. പെട്ടെന്ന് തന്നെ ഉടമ്പടി എടുത്ത് 3-ാം ദിവസം തന്നെ, ആദ്യത്തെ ദിവസം പ്രാർത്ഥിക്കുന്നത് എങ്ങനെയെന്നറിയില്ല, ഉടമ്പടി എടുത്തു പോയി. അക്രൈസ്തവ മക്കളാണ്. വീട്ടിൽ ചെന്നപ്പോൾ പരിശുദ്ധ അമ്മയുടെ ഫോട്ടോ വെച്ച് പ്രാർത്ഥിച്ചത് ഇങ്ങനെയാണ്: അമ്മയെ പ്രാർത്ഥന ചൊല്ലാൻ അറിയില്ല. മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിച്ചത് ഇങ്ങനെയാണ്, പക്ഷെങ്കിൽ അമ്മ കൂടെ ഉണ്ടാവണമെന്നാണ്. 3-ാമത്തെ ദിവസം പ്രാർത്ഥിച്ചപ്പോൾ ആരോ കടന്നു പോകുന്ന പോലെ തോന്നി. അന്ന് തന്നെ അമ്മയുടെ സാന്നിധ്യമാണ് ഇവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് ഈ മക്കളുടെ ജീവിതത്തിൽ പിന്നീടാണ് ഒരു വലിയ ഉയർച്ചയുടെ ദിവസങ്ങളാണ്. പെട്ടെന്ന് തന്നെ കിട്ടാതിരുന്ന ജോലികൾ ഓരോന്നോരോന്നായിട്ട് കിട്ടുവാൻ തുടങ്ങി. ഗൾഫിൽ നിന്നൊരു ഫോൺ വരുന്ന അപ്രത്യക്ഷമായിട്ട്, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത, ഒരിക്കലും ആഗ്രഹിക്കാത്ത ഒരു ഫോൺ കോൾ. അതായിരുന്നു തുടക്കം. പിന്നീട് ഓരോ കാര്യങ്ങളിലായിട്ട് 5 ദിവസം കൊണ്ട് 50,000 രൂപ അക്കൗണ്ടിലേക്ക്. ഓരോ ദിവസം കൂടുന്തോറും, ഓരോ ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കും തോറും 45 ദിവസത്തിനുള്ളിൽ ഒരു നല്ലൊരു സൂപ്പർവൈസറായി. പിന്നീട് 8 ലക്ഷം രൂപയുടെ ഒരു ജോലി കിട്ടി, ഒരു പ്രോജക്റ്റ് എടുക്കാൻ സാധിച്ചു. പക്ഷേങ്കിൽ ഇവിടെ ഓരോ ദിവസവും കൂടുന്തോറും വേദനകൾ മാറിയില്ല. നെഞ്ചിന് വേദനയുണ്ടായിരുന്നു. ആ വേദനകളിൽ കൂടിയാണ് ഈ മകൻ ഉടമ്പടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. ഉടമ്പടിയിൽ കൂടുതൽ വിശ്വസ്തയോടെ, തീഷ്ണതയോടെ പ്രാർത്ഥിച്ചത്. പിന്നീട് ഉണ്ടായിരുന്നത് 2ാമത്തെ പുതുക്കലാണ്. പക്ഷെങ്കിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു നിയോഗം കാണുന്നത്, അച്ഛനെ കാണുവാനുള്ള ഒരു നിയോഗം. അത് സമർപ്പിച്ചിട്ട് ഈ മകൻ പോവുകയാണ്. കാരണം ആദ്യം അച്ഛനെ കാണാൻ വന്നപ്പോൾ 2 പ്രാവശ്യം പുതുക്കിയവർക്ക് മാത്രമേ അച്ഛനെ കാണുവാൻ സാധിക്കുകയുള്ളൂ എന്ന് കേട്ടപ്പോഴും മകൻ തിരിച്ചു പോവുകയാണ്. പക്ഷെങ്കിൽ നിയോഗമായി സമർപ്പിച്ചു. 45-ാം ദിവസം വീണ്ടും വന്നു. പിന്നീട് ചങ്കിൽ വേദനയുണ്ട്, ആ വേദന മാറിയിട്ടില്ല. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കാണാൻ സാധിക്കുകയും അച്ഛനൊന്ന് തൊട്ട് പ്രാർത്ഥിച്ചു. അപ്പോൾ തന്നെ ആ രോഗത്തിൽ നിന്ന് സൗഖ്യം ലഭിക്കുകയുമാണ് ചെയ്തത്. ഈശോയും അമ്മയുടെയും ഒരു വലിയ കാരുണ്യവും വലിയ അനുഗ്രഹവുമാണ്. പിന്നീട് അമ്മയുടെ സംരക്ഷണമാണ്. ഇവിടുന്ന് രാത്രിയിൽ തിരിച്ചു പോയപ്പോൾ ആ രാത്രിയിൽ അമ്മയായിട്ടാണ് ആവേ മരിയ എന്ന ഒരു ഓട്ടോയിൽ അമ്മ തന്നെയാണ്, സഞ്ചാരി മാതാവാണ്. ആ രാത്രി 12 മണിക്ക് 1 മണിക്ക് ഇവർക്കൊരു ഓട്ടോ കിട്ടണമെങ്കിൽ സഞ്ചാരി മാതാവല്ലാതെ, കൃപാസനം മാതാവല്ലാതെ ആരാണ് 1 മണിക്ക് യാത്ര ചെയ്യുക? പിന്നീടോ അതിന് മുൻപോ അവർ ആ ഓട്ടോ കണ്ടിട്ടില്ല. അവരെപ്പോഴും യാത്ര ചെയ്യുന്ന സ്ഥലമാണ്. അന്ന് രാത്രിയിൽ ഇവരിവിടുന്ന് തിരിച്ചു പോയപ്പോൾ പരിശുദ്ധ അമ്മ തന്നെയാണ് ഇവരെ വീട്ടിലേക്ക് തിരിച്ച് കൊണ്ടുവന്നത്. മക്കളെയുമായിട്ട് വളരെ ബുദ്ധിമുട്ടി ടെൻഷനിലായിരുന്നു. എങ്ങനെ പോകുമെന്ന് വിചാരിച്ച് പ്രാർത്ഥന ചൊല്ലി, കൊന്ത ചൊല്ലി ഈ സഹോദരൻ അയ്യപ്പൻ മുന്നോട്ട് പോവുകയാണ്. പെട്ടെന്നാണ് ആ ഓട്ടോ വന്നത്. ഓട്ടോയുടെ പേര് ആവേ മരിയയാണ്. ഈശോയുടെയും അമ്മയും കൂടെയുള്ളപ്പോൾ നമുക്കൊന്നും അസാധ്യമല്ല. അസാധ്യമായെങ്കിൽ തന്നെയും സാധ്യമാക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവത്തിൻ്റെ കരങ്ങളിലേക്കാണ് പരിശുദ്ധമ്മ, കൃപാസന അമ്മ ഉടമ്പടിയിലൂടെ നമ്മെ നയിക്കുന്നത്. ജീവിതത്തിൽ അസാധ്യമാണെന്ന് തോന്നുന്ന എല്ലാ കാര്യങ്ങളും ഇന്ന് തന്നെ നമുക്ക് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. നമ്മുടെ ബലഹീനതകളും നിരാശകളും ബുദ്ധിമുട്ടുകളുമെല്ലാം പരിശുദ്ധ അമ്മയുടെ അമ്മ പറയുന്നത് പോലെ വചനങ്ങളനുസരിച്ച് ജീവിക്കുകയും, പരിശുദ്ധ അമ്മ തന്നെയാണ് ആ വചനങ്ങളനുസരിച്ച് ജീവിച്ച് നമ്മെ പഠിപ്പിച്ചത്. അങ്ങയുടെ വചനം എന്നെ നിറവേറട്ടെ എന്ന് പരിശുദ്ധമ്മ പറഞ്ഞതുപോലെ അമ്മയെപ്പോലെ ജീവിക്കാനുള്ള അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കൂടുതൽ വിശ്വാസത്തോടെ, തീഷ്ണതയോടെ, വിശ്വസ്തയോടെ, കൂടുതൽ വിശുദ്ധിയോടെ നമ്മുടെ ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കുവാൻ പരിശുദ്ധ അമ്മ നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. തന്നെയുമല്ല, ഈ സഹോദരൻ അയ്യപ്പൻ പറഞ്ഞതുപോലെ ഉടമ്പടി പത്രിക, കൃപാസനം പത്രം എല്ലാവർക്കും കൊടുത്തു. പക്ഷെങ്കിൽ ചിലർ സ്വീകരിക്കില്ല. അതും കുഴപ്പമില്ല. ഈശോയ്ക്ക് വേണ്ടിയാണ് ഞാനത് ചെയ്യുന്നത്. അറിയാത്തവരെ അറിയിക്കുവാനും അറിഞ്ഞവരെ ആഴപ്പെടുത്തുവാനുമുള്ള ആ ശ്രമം, നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ മറച്ചു വയ്ക്കാതെ മറ്റുള്ളവർ പങ്കുവെക്കാനുള്ള ആ ആഗ്രഹം, അതാണ് ദൈവസ്നേഹം. നമുക്ക് കിട്ടിയതെല്ലാം എനിക്കെല്ലാം കിട്ടി, ഇനി മറ്റാർക്കും കിട്ടണ്ട എന്നല്ല, മറ്റുള്ളവർക്കും കിട്ടണം. ഞാൻ അറിഞ്ഞ ദൈവത്തെ മറ്റുള്ളവരും അറിയണം. ആ ദൈവത്തെ എനിക്ക് മഹത്വപ്പെടുത്തണം. കാരണം എനിക്ക് ദൈവത്തിനൊന്നും കൊടുക്കുവാനില്ല. ദൈവത്തിന് കൊടുക്കാനുള്ളത് മഹത്വപ്പെടുത്തൽ മാത്രമാണ്. എത്ര ബുദ്ധിമുട്ടുകൾ വന്നാലും ആരെന്തൊക്കെ പറഞ്ഞാലും ആ പത്രം, കൃപാസനം പത്രം മുന്നോട്ട് മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും അറിയാത്തവരെ അറിയിക്കാനും അറിഞ്ഞവരെ ആഴപ്പെടുത്തുവാനുമുള്ള ആ ശ്രമം ഈ സഹോദരൻ അയ്യപ്പൻ വിട്ടുകളഞ്ഞില്ല. അത് മുന്നോട്ട് തന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്തു. നമ്മുടെ ജീവിതത്തിലും
വിശ്വാസത്തോടെ ജീവിക്കാൻ പരിശുദ്ധ അമ്മ നമ്മെ സഹായിക്കട്ടെ. ജീവിതത്തിൽ അടഞ്ഞ വാതിലുകൾ തുറക്കുവാനും അസാധ്യങ്ങൾ സാധ്യമാക്കുവാനും ഉടമ്പടിയിലൂടെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അയ്യപ്പനും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈ ആലയത്തിൽ വരുവാനും പരിശുദ്ധമായി ഈ ആൽത്താരയിൽ നിന്ന് സാക്ഷ്യം പറയാനും അനുഗ്രഹിച്ചതിന് അമ്മ മാതാവിനോടും ഈശോയിനോടും ഞാൻ കോടാനുകൂടി നന്ദി പറയുകയാണ്. എൻ്റെ പേര് അഖിൽ. ഞാനിവിടെ മണ്ണഞ്ചേരിയിൽ നിന്ന് വരുന്നു. ഞാനൊരു അക്രൈസ്തവനാണ്. ഞാൻ ഉടമ്പടി എടുത്തത് 29/8/2023 ഉടമ്പടിയിൽ എൻ്റെ ഒരു നിയോഗമായിരുന്നു വിദേശത്തേക്ക് ഒരു ജോലി ലഭിക്കുക എന്നുള്ളത്. അമ്മ മാതാവും ഈശോയും എനിക്കത് നൽകി എന്നെ അനുഗ്രഹിച്ചു. ഞാൻ ദുബായിൽ ചെന്നതിന് ശേഷം ഞാൻ ലൈസൻസ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഡ്രൈവിംഗ് സ്കൂളിന് അജ്മാൻ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഡ്രൈവിംഗ് സ്കൂളിനെ സമീപിച്ചു. ആദ്യത്തെ 3-4 മാസത്തോളം എൻ്റെ ഡ്രൈവിംഗ് സംബന്ധമായിട്ട് യാതൊരുവിധ പ്രോഗ്രസ്സും ഉണ്ടായിരുന്നില്ല. പേപ്പർ വർക്കുകളൊന്നും മൂവ് ചെയ്യുന്നില്ല. ഒരുപാട് തടസ്സങ്ങളായിരുന്നു എൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്നത്. ഞാൻ ഉടമ്പടി ധ്യാനം കൂടിയതിന് ശേഷമാണ് എനിക്കതിനൊരു പ്രോഗ്രസ് ഉണ്ടായത്. ഞങ്ങൾ ഒരുപാട് തടസ്സങ്ങൾ നേരിട്ട സമയത്ത് അജ്മാനിൽ നിന്നും ലൈസൻസിൻ്റെ കാര്യങ്ങൾ സ്റ്റോപ്പാകുകയും പിന്നീട് അത് ഫുജിയറ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയുണ്ടായി. അവിടെ ചെന്നതിന് ശേഷം 2 മാസത്തോളം വീണ്ടും അവിടെ പെൻഡിങ് ആയിരുന്നു. അങ്ങനെ ഒരു ദിവസം എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, നീ ഉടമ്പടി ധ്യാനം കൂട്. എൻ്റെ വാട്സപ്പിലേക്ക് അമ്മ ഷെയർ ചെയ്തു തന്നു. ഞാൻ ഉടമ്പടി ധ്യാനം കൂടി അന്ന് വൈകിട്ട് തന്നെ എൻ്റെ പേപ്പർ വർക്കുകൾ സ്റ്റാർട്ടായി കാണാൻ എനിക്ക് സാധിച്ചു. അമ്മ മാതാവ് ഈശോയുമാണ് തടസ്സങ്ങളുണ്ടായിരുന്നത് ഓരോന്നോരോന്നായി എൻ്റെ മുമ്പിൽ നീക്കി തന്നത്. അതെനിക്ക് എൻ്റെ കണ്ണുകൊണ്ട് തന്നെ എനിക്ക് കാണാൻ പറ്റി. അതിനുശേഷം ഞാൻ ഉടമ്പടി ധ്യാനം അന്ന് തൊട്ട് ഇന്നേ വരെ ഞാൻ മുടക്കിയിട്ടില്ല. എല്ലാ ചൊവ്വാഴ്ചയും ആ ആഴ്ചയിൽ തന്നെ എനിക്ക് ഉടമ്പടി ധ്യാനം കൂടാൻ സാധിക്കുന്നുണ്ട്. സാക്ഷ്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് എനിക്ക് മുടങ്ങാതെ കാണാനായിട്ടുള്ള അനുഗ്രഹം അമ്മ മാതാവ് എനിക്ക് തന്നു. അതിനുശേഷം ഫസ്റ്റ് അറ്റംപ്റ്റിൽ ലൈസൻസ് എനിക്ക് ഫെയിലായി. അത് ഫെയിലാകുന്നതിന് മുമ്പ് എനിക്കത് അമ്മ മാതാവ് കാണിച്ചു തന്നായിരുന്നു ഞാനത് ഫെയിലാകുന്നുള്ളത്. പക്ഷേ അത് ഫെയിലായത് എൻ്റെ നന്മയ്ക്കാണെന്ന് എനിക്കത് പിന്നീടാണ് മനസ്സിലായത്. അതിനുശേഷം അടുത്ത ഫൈനൽ ടെസ്റ്റ് വന്നു. ഞാൻ ടെസ്റ്റിന് കയറുന്നതിന് മുമ്പ് ഉടമ്പടി കാശുരൂപം എൻ്റെ കയ്യിൽ മുറുകെ പിടിച്ച് ഞാൻ വിശ്വാസ പ്രമാണവും നന്മ നിറയെ മറിയമേ ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. കൂടാണ്ട് ഉടമ്പടി തൈലം ഞാൻ എൻ്റെ പോക്കറ്റിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കയറുന്നതിന് തൊട്ട് മുമ്പ് ഉടമ്പടി തൈലം എൻ്റെ കയ്യിൽ 2ലും പുരട്ടി. അതിനുശേഷമാണ് ഞാൻ ആ ഡ്രൈവിംഗ് സീറ്റിലേക്ക് പോയിരുന്നത്. ആദ്യത്തെ അറ്റംപ്റ്റിലുണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ തന്നെ എനിക്ക് രണ്ടാമത്തെ അറ്റംപ്റ്റിലും എനിക്ക് കാണുവാൻ സാധിച്ചു. പക്ഷേ ആ തടസ്സങ്ങളെല്ലാം എൻ്റെ മാതാവ് ഈശോയും എനിക്ക് നീക്കിത്തന്ന് എന്നെ പാസ്സാക്കി തന്നു. ഒരുപാട് തടസ്സങ്ങൾ മുമ്പിൽ വന്നു. എന്തൊക്കെ തടസ്സങ്ങളുണ്ടെങ്കിൽ തന്നെ മാതാവ് ഈശോയും അതൊക്കെ തരണം ചെയ്ത് എന്നെ ആ ഡ്രൈവിംഗ് ടെസ്റ്റിൽ പാസ്സാക്കി തന്നു. അത് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട്. എൻ്റെ മാതാവും ഈശോയും എനിക്ക് വേണ്ടി ഡ്രൈവ് ചെയ്തതാണെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട്. വളരെ നിസ്സാരമായിട്ടുള്ള ലാഘവത്തോടു കൂടിയാണ് ഞാൻ അതിനെ ആദ്യം സമീപിച്ചത്. പക്ഷേ എനിക്ക് മനസ്സിലായത് അത് എൻ്റെ കഴിവിൽ നിൽക്കത്തില്ല. പക്ഷേ എൻ്റെ മാതാവിൻ്റെയും ഈശോയുടെയും അനുഗ്രഹത്താലാണ് എനിക്കത് പാസ്സായി എന്നെ അനുഗ്രഹിച്ച് എനിക്കത് കിട്ടിയത്. കൂടാതെ എൻ്റെ പ്രാർത്ഥനാ ജീവിതം ഏറ്റവും കൂടുതൽ മെച്ചപ്പെട്ട ഒരു സമയം കൂടിയായിരുന്നു അത്. ഞാൻ ആദ്യമൊന്നും ഇത്രയ്ക്കും പ്രാർത്ഥനയോ കൃത്യമായിട്ട് ഉടമ്പടി ധ്യാനം കൂടുകയോ ഒന്നും ചെയ്യുന്നുണ്ടായില്ല. സാക്ഷ്യങ്ങളൊന്നും തന്നെ അങ്ങനെ പ്രോപ്പറായിട്ട് അങ്ങനെ കേൾക്കുന്നൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അതിന് ശേഷം എനിക്കത് മുടക്കാൻ പറ്റാത്തൊരു രീതിയിലേക്ക് വന്നു. കാരണം ഉടമ്പടി ധ്യാനമായാലും എല്ലാ ചൊവ്വാഴ്ചയും ഞാൻ അതിനുവേണ്ടി കാത്തിരിക്കും. എന്തൊക്കെ വിഷമങ്ങളുണ്ടെങ്കിലും എനിക്ക് ഉടമ്പടി ധ്യാനം കൂടിയതിന് ശേഷം എനിക്കതൊക്കെ മാറുന്നതായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. പിന്നെ സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ മനസ്സിൽ എന്തെന്നില്ലാത്തൊരു സമാധാനവും ആശ്വാസവുമാണ്. പിന്നെ അതുകൂടാണ്ട് എനിക്ക് അവിടെ ചെന്നതിന് ശേഷം ഇയർ ബാലൻസിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. ഒന്നൊന്നില്ലാതെ തൊണ്ടവേദന, പനി, എപ്പോഴും ഓരോരോ പ്രശ്നങ്ങളായിരുന്നു. അങ്ങനെ വന്ന് ഹോസ്പിറ്റലിൽ ചെല്ലുന്നു, മരുന്ന് വാങ്ങിക്കുന്നു. ഓരോ മാസവും ഞാൻ ഹോസ്പിറ്റലിൽ ചെല്ലുന്നു, മരുന്ന് വാങ്ങിക്കുന്നു. ഇത് തന്നെയായിരുന്നു ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഉടമ്പടി തൈലം എൻ്റെ കയ്യിലുണ്ടെങ്കിലും ഞാനത് ഉപയോഗിക്കുന്നില്ലായിരുന്നു. അപ്പോഴും എൻ്റെ മാതാവ് മമ്മിയിലൂടെ എന്നോട് പറയുന്നു, നീ ഉടമ്പടി ധ്യാനം എടുത്ത് ഉപയോഗിച്ച് നീ പ്രാർത്ഥിക്ക്.
ഞാൻ അങ്ങനെ ഉടമ്പടി ധ്യാനം ഉപയോഗിക്കുന്നതിലൂടെ മാറാത്ത ഈ ഇയർ ബാലൻസ്, മരുന്ന് കഴിച്ചിട്ട് മാറാത്ത ഇയർ ബാലൻസ് ഉടമ്പടി തൈലം ഉപയോഗിച്ചപ്പോഴത്തേക്കും എനിക്കത് മാറിക്കിട്ടി. അന്ന് തൊട്ട് ഇന്നേ വരെ എനിക്ക് ഇയർ ബാലൻസിൻ്റെ പ്രശ്നം എനിക്ക് പിന്നീട് വന്നിട്ടില്ല. അത് ഞാൻ ഉറപ്പായിട്ടും വിശ്വസിക്കുന്നു. എൻ്റെ മാതാവ് ഈശോയും എനിക്കത് മാറ്റി തന്നതാണ്. കൂടാണ്ട് കാരുണ്യ പ്രവൃത്തികൾ എന്ന് പറയുന്നത്, ഞാൻ പൊതിച്ചോറുണ്ടാക്കിയിട്ട് ഞാൻ ഹോസ്പിറ്റലിലൊക്കെ വിതരണം ചെയ്യുമായിരുന്നു. കൂടാണ്ട് ആരെന്നോട് എന്തെങ്കിലും ആവശ്യപ്പെട്ടാലും എന്നെക്കൊണ്ട് കഴിയുന്നതാണെങ്കിൽ ഞാൻ അവർക്കത് സാധിച്ചു കൊടുക്കുമായിരുന്നു. കൂടാണ്ട് പത്രമൊക്കെ നമ്മുടെ ഹോസ്പിറ്റലിൽ അതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ വിതരണം ചെയ്യുമായിരുന്നു. പിന്നെ മാതാവിൻ്റെ സംരക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഉടമ്പടി ധ്യാനമൊക്കെ കൂടിയതിന് ശേഷം എനിക്ക് ചില സമയത്ത് ഞാൻ സ്വപ്നത്തിൽ കാണുമായിരുന്നു എനിക്ക് എന്തെങ്കിലും അപകടം പറ്റുമെന്ന്. പക്ഷേ കണ്ണു തുറക്കുമ്പോൾ അത് സ്വപ്നമെന്ന് കരുതുമ്പോൾ ഒരു ആശ്വാസമായിരുന്നു. പക്ഷേ 2-3 പ്രാവശ്യം ഞാൻ എറണാകുളത്ത്, ഇവിടെ ഉള്ള സമയത്ത് തന്നെ എറണാകുളത്ത് വെച്ചിട്ട് വലിയ പ്രൈവറ്റ് ബസ് വന്ന് എൻ്റെ ബാക്കിലിട്ട് ഇടിക്കുകയും എൻ്റെ വണ്ടി മറിഞ്ഞു പോകാതെ തന്നെ എന്നെ ആരോ പിടിച്ചു നിർത്തുന്ന പോലെ എനിക്കത് ഫീൽ ചെയ്തത്. പക്ഷെ ഇതൊക്കെ ഞാൻ മുമ്പ് സ്വപ്നത്തിൽ കണ്ട പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ സമയത്തൊക്കെ ഞാൻ ഉടമ്പടി തന്നെ ആയിരുന്നു. ഞാൻ ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നു എൻ്റെ മാതാവ് ഈശോയുമാണ് എന്നെ അതിൽ നിന്നൊക്കെ രക്ഷിച്ചത്. എൻ്റെ മാതാവിനും ഈശോയ്ക്കും ഞാൻ കോടാനുകോടി നന്ദി പറയുകയാണ്. ഇപ്പോഴും ഞാൻ ഉടമ്പടിയിലാണ്, ഇനിയും ഞാൻ ഉടമ്പടിയിൽ തന്നെ മുന്നോട്ട് പോകും. എൻ്റെ മാതാവിനും ഈശോയ്ക്കും ഞാൻ കോടാനുകോടി നന്ദി പറയുകയാണ്. 119 സങ്കീർത്തനം 97 തിരുവചനം. അങ്ങയുടെ നിയമത്തെ ഞാൻ എത്രയധികം സ്നേഹിക്കുന്നു, അതിനെപ്പറ്റിയാണ് ദിവസം മുഴുവനും ഞാൻ ധ്യാനിക്കുന്നത്. അഖിൽ എന്ന ഈ സഹോദരൻ വിദേശത്ത് ജോലി ലഭിക്കുന്നതിനായി ആഗ്രഹിച്ച് ഉടമ്പടി പ്രാർത്ഥനയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. അദ്ദേഹത്തിന് ഉടൻ പരിഹാരമായി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോ ദുബായിൽ ജോലി നൽകി എന്നതിന് അദ്ദേഹം വളരെ നന്ദിയോടെ എൽത്താരയിൽ സാക്ഷ്യം പറയുകയാണ്. അതുപോലെ തന്നെ അദ്ദേഹം അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ അവിടുത്തെ ദുബായ് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടുന്നതിന് വേണ്ടി അദ്ദേഹം ഒരുപാട് പരിശ്രമിച്ചുവെങ്കിലും അതെല്ലാം പരിശ്രമങ്ങൾ വിഫലമാകുന്നുവെന്ന് കണ്ടപ്പോൾ സഹോദരൻ്റെ അമ്മയാണ് പറഞ്ഞത്, നീ കൃത്യമായി ഉടമ്പടി ധ്യാനം കൂടണം. ഉടമ്പടിയിലേക്ക് പിച്ച വെച്ച് വന്ന ഈ അക്രൈസ്തവ മകനെ ധ്യാനത്തെക്കുറിച്ച് വലിയ ഗ്രാഹ്യമുണ്ടായിരുന്നില്ല എന്നാണ് അദ്ദേഹം ഏറ്റുപറയുന്നത്. ഉടമ്പടി ധ്യാനം കൂടിയ അന്ന് തന്നെ അദ്ദേഹത്തിന് ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ പ്രോസസ്സിംഗ് സ്റ്റാർട്ട് ചെയ്തു എന്ന് ഏറ്റുപറയുന്നു. അദ്ദേഹം അത് പൂർണ്ണമായും വിശ്വസിക്കുന്നു. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന ഉടമ്പടി എലമെൻറ്റിലൂടെയാണ്, ഫീച്ചേഴ്സിലൂടെയാണ് അദ്ദേഹത്തിന് തൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് കയ്യിൽ കിട്ടുവാനായിട്ട് പരിശുദ്ധ അമ്മ മധ്യസ്ഥം വഹിച്ച് ഈശോയിൽ നിന്ന് പ്രാപിച്ചു കൊടുത്തതെന്ന് ഏറ്റുപറയുന്നു. അദ്ദേഹത്തിന് അതുപോലെ ഇയറും ബാലൻസ് ഉണ്ടായപ്പോഴും അവിടെ 1 മാസത്തോളം മരുന്ന് കഴിച്ചെങ്കിലും ഉടമ്പടി തൈലം എന്ന ഒരു വലിയ ആൻറ്റിബയോട്ടിക് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിട്ടും അത് പെട്ടെന്ന് അത് ഉപയോഗിക്കുവാനും ഉള്ള ആ ഒരു ഓർമ്മപ്പെടുത്തൽ അദ്ദേഹത്തിന് ലഭിച്ചപ്പോഴാണ് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോയുടെ വിശ്വാസ പ്രമാണം ചൊല്ലിയ വിശ്വാസ പ്രയോഗം അദ്ദേഹം കാതുകളിൽ പുരട്ടിയും കുരിശു വരച്ച് പ്രാർത്ഥിച്ച് അദ്ദേഹത്തിന് വളരെ പെട്ടെന്ന് ഒരു തവണ അത് പുരട്ടി പ്രാർത്ഥിച്ചപ്പോൾ തന്നെ ഗ്രാജുവലി അത് കുറയുകയും അദ്ദേഹം പൂർണ്ണ സൗഖ്യവാനായി ഇന്ന് നന്ദി പറയുകയും ചെയ്യുന്നു. പല പ്രാവശ്യം വാഹനാപകടങ്ങൾ ഉണ്ടായപ്പോഴും പരിശുദ്ധ അമ്മ തന്നെ ആരോ പിടിച്ചു നിർത്തുന്ന ഒരു അനുഭവം അദ്ദേഹത്തിനുണ്ടായി. ഓരോ പ്രാവശ്യവും അത് വെളിപ്പെടുകയാണ്, ഞാൻ നിന്നോടൊപ്പമുണ്ട്. പരിശുദ്ധ അമ്മ നമ്മോടൊപ്പം സഞ്ചരിക്കുന്ന ഒരു അമ്മയാണ്, സഞ്ചാരി മാതാവാണ് കൃപാസനം അമ്മ. ഉടമ്പടിയെടുത്ത മക്കളുടെ കൂടെയെല്ലാം അമ്മ സഞ്ചരിക്കും എന്നുള്ളത് വളരെ ഉറപ്പാണ്. അമ്മയ്ക്ക് നമ്മെ കൈവിടാൻ സാധിക്കില്ല. കാരണം അമ്മയുടെ പ്രത്യക്ഷപ്പെട്ട അന്ന് പറഞ്ഞത് ദുരന്തമുണ്ടാകാൻ പോകുന്നു, പ്രാർത്ഥിക്കുക എന്നാണ്. നമ്മുടെ ജീവിതത്തിലെ എല്ലാ ദുരന്തങ്ങളിൽ നിന്നും രക്ഷിക്കാനുള്ള ഒരു ഉത്തരവാദിത്തം അമ്മ ഏറ്റെടുത്തുകൊണ്ട് നമ്മെ എല്ലാവരെയും ഈശോയുടെ തിരുരക്തത്താൽ പരിശുദ്ധ അമ്മ കഴുകി ശുദ്ധീകരിച്ച് നമ്മെ രക്ഷിക്കുന്ന ഒരു വലിയ കർത്തവ്യം അമ്മ ഇന്ന് ഏറ്റെടുത്ത് ചെയ്യുകയാണ്. നമ്മുടെ എല്ലാ അപകട സാധ്യതകളെയും, എല്ലാ ബലഹീനതകളെയും, കുറവുകളെയും, നമ്മുടെ ജോലിയില്ലാത്ത അവസ്ഥയെയും, നമ്മുടെ ജയിക്കാൻ പറ്റാത്ത എല്ലാ പരീക്ഷണങ്ങളെയും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോയ്ക്ക് നമുക്ക് നൽകാം. അമ്മ നമ്മെ ദുരന്തങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കുമെന്ന് പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് അഖിലിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞൊരു നല്ല കയ്യടിയോടെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് യേശുനാമത്തിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും ഉയർത്തിയതിന് അമ്മയ്ക്കും ഈശോയ്ക്കും സ്തുതി നന്ദി അർപ്പിക്കുന്നു. എൻ്റെ പേര് ബിജി വിനോദ്.
ഞാൻ തൊടുപുഴയ്ക്കടുത്ത് നെടിയകാട് ഇടവകയിൽ നിന്ന് വരുന്നു. 2022 ജനുവരി 20 ഞാൻ ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുക്കാനുണ്ടായ കാരണം ഞങ്ങൾക്കൊരു ഭവനം ഇല്ലാത്തതിൻ്റെ പേരിലാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. അത് അമ്മ ഇവിടുന്ന് നല്ലൊരു ഭവനം നൽകി അനുഗ്രഹിക്കുകയുണ്ടായി. എൻ്റെ കൂടെ വന്നത് എൻ്റെ മോൻ്റെ കൂട്ടുകാരൻ ആൻഡോയാണ്. ഇതെൻ്റെ അനിയൻ്റെ മകൾ അൽഫോൻസയാണ്. മോൻ്റെ കൂട്ടുകാരൻ്റെ സാക്ഷ്യം ഞാൻ ഇതിനു മുമ്പൊന്ന് പറഞ്ഞിരുന്നു. അവന് വീട് പണിതുകൊണ്ടിരുന്നപ്പോൾ അവരുടെ മുറ്റത്തിൻ്റെ തിട്ട ഇടിഞ്ഞ് ഇവൻ താഴേക്ക് പോവുകയുണ്ടായി. അവിടെ മീൻ ഇട്ടിരുന്ന അക്വേറിയമായിരുന്നു കൂട്ടി വെച്ചിരുന്നത്. ആ അക്വേറിയത്തിലേക്ക് വീണ് കാലിൻ്റെ അക്വേറിയത്തിൻ്റെ ചില്ല് പൊട്ടി കാലിൻ്റെ മുട്ട് കുറേ പൊളിഞ്ഞു പോവുകയുണ്ടായി. അവിടെ ചെന്ന് ഡോക്ടറെ കോലഞ്ചേരി കൊണ്ട് ഞങ്ങൾ കാണിച്ചപ്പോൾ ഡോക്ടർ സ്റ്റിച്ചിട്ടു. പക്ഷേ 16 സ്റ്റിച്ച് ഉണ്ടായിരുന്നു. അവൻ ഏറ്റു നടക്കാനൊന്നും പറ്റത്തില്ലായിരുന്നു. അവൻ്റെ വീട് പണിയുടെ സമയമായതുകൊണ്ട് ഞാനാണ് ഞങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് ഈ മോനെ നോക്കിയത്. അതിനുശേഷം ഡോക്ടറെ കൊണ്ട് കാണിച്ച് സ്റ്റിച്ച് വെട്ടി കഴിഞ്ഞപ്പോൾ അവന് മുട്ട് മടക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾ ആ ഡോക്ടറോട് ചോദിച്ചു, ഇവനെ ഫിസിയോതെറാപ്പി ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഫിസിയോതെറാപ്പി വേണ്ട, അല്ലാതെ തന്നെ മുറിവെണ്ണയൊക്കെ ഇട്ട് പുരട്ടിയാൽ മതി, കൊച്ചിൻ്റെ കാല് ശരിയായിക്കോളൂ എന്ന് പറഞ്ഞു. അതിനുശേഷം 2-3 ആഴ്ച കഴിഞ്ഞിട്ടും കൊച്ചിന് നടക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങളെ ഇവിടുത്തെ തൈലവും ഉപ്പും ഒക്കെ ഉപയോഗിച്ച് ഇതിനു വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. തൈലം, കൃപാസന തൈലം മുട്ടിൽമേ പുരട്ടി കൊടുക്കുമായിരുന്നു, ഉപ്പ് കഴിക്കാൻ കൊടുക്കുമായിരുന്നു. അതിനുശേഷം പിന്നീട് ഞങ്ങൾ വേറൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ അവിടുത്തെ ഡോക്ടർ പറഞ്ഞു കൊച്ചിന് ഫിസിയോതെറാപ്പി ചെയ്യേണ്ടതായിരുന്നു, സമയം വൈകിപ്പോയി, ഇനി ഇത് ശരിയാവുമെന്ന് തോന്നുന്നില്ല, ഞങ്ങൾ ഫിസിയോതെറാപ്പി ചെയ്തു നോക്കാമെന്ന് പറഞ്ഞു. അവർ ഏകദേശം ഒരു 15 ദിവസത്തോളം ഫിസിയോതെറാപ്പി ചെയ്തു. അതിലൂടെ കൊച്ചിന് സൗഖ്യം കിട്ടിയിരുന്നില്ല. 150 ഡിഗ്രിയോളമാണ് കാല് പുറകോട്ട് വരേണ്ടിയിരുന്നത്. അതിനൊരു 90 ഡിഗ്രി ആകുമ്പോഴേക്കും ഇവൻ കാറി ആശുപത്രി പൊളിക്കുമായിരുന്നു. അത്രമാത്രം ഭയങ്കര വേദനയായിരുന്നു. പിന്നീട് വീട്ടിൽ വന്നതിന് ശേഷം ഇവന് നടക്കാനൊന്നും പറ്റത്തില്ലാതെ കട്ടിലയിലേക്ക് കാല് നമ്മളെ എടുത്ത് വെച്ച് കയറ്റി കൊടുക്കുമ്പോഴാണ് അവന് കട്ടിലെ കിടക്കാനോ കസരയിലിരിക്കാനോ ഒക്കെ പറ്റുമായിരുന്നുള്ളൂ. നടക്കുമായിരുന്നു, പക്ഷേ മുട്ട് പുറകോട്ട് മടങ്ങുകയില്ലായിരുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവൻ ഞങ്ങളുടെ അടുത്തുനിന്ന് അവൻ്റെ സ്വന്തം വീട്ടിലേക്ക് പോവുകയുണ്ടായി. അവിടെ ചെന്നപ്പോൾ അവിടെ ഒരു മരം വെട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. അവൻ ആ മരത്തിൽ കൂടി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് മരത്തിൽ കൂടി കിടന്നിരുന്ന മരത്തിൻ്റെ മുകളിൽ കൂടി അവൻ ചവിട്ടി നടക്കുകയുണ്ടായി. അപ്പോൾ കാൽ വഴുതി അവൻ പെട്ടെന്ന് താഴേക്ക് ചാടി. താഴേക്ക് ഒരു ഇച്ചിരി ആഴമുണ്ടായിരുന്നു. അവിടെ വന്ന് അവൻ അറിയാതെ തന്നെ കാൽ പെട്ടെന്ന് മടങ്ങുകയും ചുള്ളിക്കമ്പുകൾ ഒടിയുന്ന രീതിയിലുള്ള ശബ്ദമാണ് കാലിൻ്റെ മുട്ടിൽ നിന്ന് കേട്ടത്. പരിശുദ്ധ അമ്മയുടെ വലിയൊരു കൃപയാണ്. ഡോക്ടർ പറഞ്ഞിരുന്നു ശരിയായിട്ടില്ലെങ്കിൽ കാല് ഓപ്പറേഷൻ ചെയ്യേണ്ടി വരുമെന്ന്. അമ്മയുടെ വലിയൊരു കൃപയാൽ കാല് ഒരു കുഴപ്പവും കൂടാതെ ശരിയാവുകയും പിന്നീട് അവനെ എല്ലാ ജോലികളും ചെയ്ത് സാധാരണ നമ്മൾ നടക്കുന്ന പോലെ തന്നെ എല്ലാം ചെയ്യാനായിട്ട് സാധിച്ചു. പരിശുദ്ധ അമ്മയുടെയും ഈശോയുടെയും വലിയ കൃപയാൽ നടത്തി തന്ന അനുഗ്രഹത്തിന് 1000 നന്ദി സ്തുതി അർപ്പിക്കുന്നു. ഇത് എൻ്റെ അനിയൻ്റെ മോള് അൽഫോൻസയാണ്. അവൾക്ക് ഹാർട്ടിന് എപ്പോഴും ഒരു ഇടുപ്പ് അനുഭവപ്പെടുമായിരുന്നു 12 വയസ്സുള്ളപ്പോൾ. അപ്പോൾ ഇവൾ എപ്പോഴും ഞങ്ങളുടെ അടുത്ത് വന്ന് പറയും എൻ്റെ ചങ്കിൽ എന്തോ ഒരുന്നുണ്ട്, ഭയങ്കര ശബ്ദം കേൾക്കാമെന്ന്. ഞങ്ങൾ കൈവച്ച് നോക്കുമ്പോൾ ചങ്ക് ഭയങ്കരമായിട്ട് ഇടിക്കുന്നതായിട്ട് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടു. ഇവൾ ചാടുകയും ഓടുകയും ഡാൻസ് കളിയും ഒക്കെ ചെയ്യുമ്പോഴാണ് ഇത് അനുഭവപ്പെട്ടിരുന്നത്. അപ്പോൾ ഞങ്ങൾ ഡോക്ടറെ കൊണ്ട് കാണിക്കുകയും ഡോക്ടറെ എക്കോ ചെയ്യാനായിട്ട് ആവശ്യപ്പെടുകയും ചെയ്തു. ആ എക്കോയിലൂടെ ഡോക്ടർ പറയുകയുണ്ടായി ഹാർട്ടിൻ്റെ വാൽവിന് ചെറിയൊരു വളവുണ്ടെന്ന്. അതുകൊണ്ട് ഏകദേശം 18 വയസ്സാകുമ്പോഴേക്കും ഇത് ശരിയായിട്ടില്ലെങ്കിൽ ഹാർട്ട് ഓപ്പറേഷൻ ചെയ്ത് ശരിയാക്കണമെന്ന് പറഞ്ഞു. അതിന് നല്ലൊരു തുക ചിലവാകുകയും ചെയ്യും. ഞങ്ങൾ ഈ കാര്യം ഉടമ്പടിയിൽ വെച്ച് പ്രത്യേകം പ്രാർത്ഥിച്ചിരുന്നു. അതിനോടൊപ്പം ഡോക്ടർ പറയുകയുണ്ടായി പല്ല് സംബന്ധമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇനി എക്കോ ചെയ്തതിന് ശേഷമേ കൊച്ചിൻ്റെ പല്ലിന് കമ്പി ഇടാവുള്ളൂ എന്ന്. ഞങ്ങൾ ഇവിടെ വന്ന് കൃപാസന റാലിയിൽ 2022 മുതൽ 25 വരെ ഈ കാര്യത്തിന് വേണ്ടി ഞങ്ങൾ കൃപാസന റാലിയിൽ കൊച്ചുൾപ്പെടെ എല്ലാവരും വന്ന് കൃപാസന ജപമാല റാലിയിൽ പങ്കെടുക്കുകയും ഇവിടുത്തെ തൈലം പൂശി പ്രാർത്ഥിക്കുകയും കൃപാസനത്തിലെ ഉടമ്പടി ഉപ്പ് ഉപയോഗിക്കുകയും ചെയ്തിരുന്നു. ഈ കാര്യം നിയോഗത്തിൽ വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് 2-3 ആഴ്ച മുമ്പ് ഞങ്ങൾ കൊച്ചിൻ്റെ പല്ല് കമ്പി ഇടുന്നതിന് വേണ്ടി ഈ എക്കോ വീണ്ടും ചെയ്യുകയുണ്ടായി. 15 വയസ്സായപ്പോഴാണത് ചെയ്തപ്പോൾ സമയ ചുരുക്കത്തിൻ്റെ അമ്മ മാതാവ് ഈശോ വഴി ഞങ്ങൾക്ക് നേടിത്തന്ന വലിയൊരു കൃപയായിരുന്നു. കൊച്ചിൻ്റെ ഹാർട്ടിന് ഒരു കുഴപ്പമില്ലാതെ വാൽവ് ശരിയാക്കി കിട്ടി. ഇത് പരിശുദ്ധ അമ്മ വഴി ഈശോ ഞങ്ങൾക്ക് നൽകിയ വലിയ അനുഗ്രഹത്തിന് 1000 നന്ദി സ്തുതി അർപ്പിക്കുന്നു. ഓപ്പറേഷനൊന്നും കൂടാതെ തന്നെ കാര്യം ഞങ്ങൾക്ക് നടന്നു കിട്ടുകയും ചെയ്തതിന് അമ്മയ്ക്ക് ഈശോയ്ക്ക് സ്തുതിയും നന്ദി അർപ്പിക്കുന്നു. പിന്നീട് എൻ്റെ തൊണ്ടയ്ക്ക് എന്തോ ഒരു വേദനയുണ്ടായി, എന്തോ ഒരു തടസ്സമുണ്ടായി. ഞങ്ങൾ ഡോക്ടറെ കാണിക്കുകയും ഡോക്ടർ അപ്പോൾ ഒരു സ്കാൻ ചെയ്യാൻ പറയുകയും ചെയ്തു. തൈറോയിഡിൻ്റെ ആയിരിക്കും എന്നോർത്ത് സ്കാൻ ചെയ്തപ്പോൾ തൈറോയിഡിൻ്റേതായി ഒന്നും കണ്ടില്ല. അപ്പോൾ ഡോക്ടർ പറയുകയുണ്ടായി ഒരു കാര്യം ചെയ്യും MRI ചെയ്യാനായിട്ട് ഡോക്ടർ പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ഈ കൃപാസനത്തിലേക്ക് കടന്നു വരികയും അവിടെ ഇരിക്കുന്ന ആ വിളക്കിൽ നിന്ന് തൈലം പൂശി തൊണ്ടയിൽ പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. ഉടമ്പടി വയ്ക്കുകയും ചെയ്തിരുന്നു. അതിൻ്റെ ഫലമായിട്ട് പിന്നെ ഞാൻ MRI ചെയ്യാനായിട്ട് പോയപ്പോൾ അമ്മയുടെ കാശുരൂപം കയ്യിൽ പിടിക്കുകയും കൃപാസനത്തിൻ്റെ ഉപ്പ്
അവിടെ ഇട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. അതിൻ്റെ ഫലമായിട്ട് MRI ചെയ്തപ്പോൾ അതിൻ്റെ അകത്ത് ഒന്നും കണ്ടില്ല. അപ്പോഴാണ് അവർ എന്നെ ENT അടുത്തേക്ക് വിട്ടു. ആദ്യം സർജറി ആയിരുന്നു കണ്ടിരുന്നത്. ENT പറയുകയുണ്ട് 2 പ്രാവശ്യം എൻഡോസ്കോപ്പി ചെയ്തിട്ട് അവർക്കൊന്നും മനസ്സിലായില്ല, എന്തോ ഒന്ന് തൊണ്ടയിലുണ്ട്, അതെന്താണെന്ന് മനസ്സിലാകുന്നില്ലെന്ന് പറഞ്ഞു. അവ കടലകൾ പോലെയാണ് അവർക്ക് തോന്നിയിരുന്നതെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ ഇവിടുത്തെ സാക്ഷ്യത്തിൻ്റെ അകത്തെല്ലാം ആ സമയത്തുണ്ടായിരുന്ന സാക്ഷ്യത്തിലെല്ലാം തൊണ്ടയിൽ കടലകൾ ഉള്ളതായിട്ട് സാക്ഷ്യത്തിൽ കുറേ പേര് പറയുകയുണ്ടായി. അപ്പോൾ എനിക്ക് വീണ്ടും പേടിയായി. അപ്പോൾ ഞാൻ അവിടുന്ന് വേറെ കോലഞ്ചേരി ഹോസ്പിറ്റലിൽ ENT കൊണ്ട് കാണിക്കുകയും അവിടെ ചെന്നപ്പോൾ ഡോക്ടർ വീണ്ടും എന്നോട് പറയുകയുണ്ടായി എൻഡോസ്കോപ്പി ചെയ്യാനായിട്ട്. എൻഡോസ്കോപ്പി ചെയ്തപ്പോൾ ഞാൻ ഡോക്ടറിൻ്റെ റൂമിൻ്റെ മുമ്പിലായിട്ട് ഇവിടുത്തെ ഉപ്പിട്ട് പ്രാർത്ഥിക്കുകയും തൈലം തൊണ്ണി പൂശുകയും നാവിൽ പുരട്ടുകയും ചെയ്തതിന് ശേഷമാണ് ഞാൻ എൻഡോസ്കോപ്പിക്ക് കയറിയത്. അപ്പോൾ എൻ്റെ കയ്യിൽ ഉടമ്പടിയുടെ കാശുരൂപം ഉണ്ടായിരുന്നതാനും ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഇയാളുടെ ഉമ്മിനീർ ഗ്രന്ഥിക്ക് എന്തോ ഒരു ചെറിയ വീക്കം മാത്രമേ ഉള്ളൂ, ഒരു മരുന്നും കഴിക്കേണ്ടതില്ല എന്ന്. എനിക്ക് ഭയം ഉണ്ടാകാനായിട്ട് കാരണം ഞാൻ ഉടമ്പടിയിലായിരിക്കുമ്പോൾ തന്നെ പരിശുദ്ധ അമ്മ എന്നോട് ഒരു ദിവസം രാത്രി വന്ന് പറയുകയുണ്ടായി തൊണ്ടയ്ക്ക് ക്യാൻസർ വരുന്നതായിട്ട്. അതുകൊണ്ടാണ് ഞാൻ അത്രയും ഭയന്നത്. പരിശുദ്ധ അമ്മയുടെ വലിയ കൃപയാൽ ഈശോ, അമ്മയുടെ മധ്യസ്ഥതാൽ ഈശോ തന്ന വലിയൊരു അനുഗ്രഹമാണ്. ഒരു കുഴപ്പവും കൂടാതെ പരിശുദ്ധ അമ്മ എന്നെ സംരക്ഷിച്ചു. അതിന് അമ്മയ്ക്ക് ഈശോയ്ക്കും കൂടി നന്ദി സ്തുതി അർപ്പിക്കുന്നു. പിന്നീട് എൻ്റെ ജീവിത പങ്കാളി കുറച്ച് തടിയെടുത്ത് വെട്ടുകയുണ്ടായി. അതിന് കുറേ പൈസ ലക്ഷങ്ങൾ കൊടുക്കണമായിരുന്നു. ആ കുറച്ച് പൈസ ഞങ്ങൾക്ക് കൊടുക്കാനായിട്ട് സാധിച്ചുള്ളൂ. അതെൻ്റെ ഒരു ബന്ധുവിൻ്റേതായിരുന്നു. ആ പൈസ കൊടുക്കാൻ പറ്റാതെ ഞങ്ങൾ ഒത്തിരി വിഷമിച്ചു. അങ്ങനെ ഞാൻ ഒരു ദിവസം ഞങ്ങളുടെ കുടുംബത്തിലെല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ഈ പൈസ കൊടുക്കാനായിട്ട് പറ്റണേന്ന്. അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ബൈബിളിലൂടെ ഈശോ എന്നോട് സംസാരിക്കുകയുണ്ടായി. ഞാൻ അന്ന് 19 അധ്യായമാണ് വായിച്ചുകൊണ്ടിരുന്നത്. അപ്പോഴാണ് എനിക്ക് 21 ഒരു ഡേറ്റ് ബൈബിളിൽ തെളിഞ്ഞു വന്നു. അപ്പം ഞാൻ ഓർത്തു എന്തുകൊണ്ടാണ് ഞാൻ 21 അധ്യായം അല്ലല്ലോ വായിക്കുന്നത്, 19 വായിക്കുന്നത്, എന്തുകൊണ്ടാണ് അങ്ങനെ വന്നതെന്ന് ഓർത്ത് പെട്ടെന്ന് എൻ്റെ കണ്ണൊന്ന് ചിമ്മുകയുണ്ടായി. ഞാൻ വീണ്ടും തുറന്നു നോക്കിയപ്പോൾ വലിയ അക്ഷരത്തിൽ 21 എന്ന അക്കം തെളിഞ്ഞു വന്നു. എൻ്റെ അനിയത്തി ഉടമ്പടിയിലാണ്. അപ്പം ഞാൻ അവളെ വിളിച്ച് പറയുകയുണ്ടായി, എടി ഈശോ എന്താണ് ഇങ്ങനെ കാണിച്ചതെന്ന് അറിയില്ല, 21 ദിവസത്തിന് ശേഷമാണോ അത് അടുത്ത 21-ാം തീയതിയാണോ ഈശോ ഉദ്ദേശിക്കുന്നതെന്ന്. അപ്പോൾ അവൾ എന്നോട് പറയുകയുണ്ടായി, ചിലരൊക്കെ സാക്ഷ്യത്തിൻ്റെ അകത്ത് പറയാറുണ്ട് 21-ാം തീയതിക്ക് 21 ദിവസങ്ങൾക്ക് ശേഷമാണ് കാണുന്നതെന്ന്. അപ്പോൾ ഞങ്ങൾ ആ കാര്യം വെച്ച് പ്രത്യേകം പ്രാർത്ഥിക്കുകയുണ്ടായി. പെട്ടെന്ന് തന്നെ 21-ാം തീയതി തന്നെ 2-3 ദിവസത്തിനുള്ളിൽ തന്നെ മുഴുവനും പൈസയും കൊടുത്തു തീർത്ത് ഞങ്ങൾക്ക് കൊടുക്കാനായിട്ട് സാധിച്ചു. അത് ഞങ്ങളുടെ ഒരു മിടുക്കുമല്ല, പരിശുദ്ധ അമ്മയെ ഈശോ വഴി ഞങ്ങൾക്ക് തന്ന വലിയൊരു കൃപയാണ്. അതിന് അമ്മയ്ക്ക് ഈശോയ്ക്കും കൂടി നന്ദി സ്തുതി അർപ്പിക്കുന്നു. പിന്നീട് ഞങ്ങൾക്ക് കൃപാസനത്തിലേക്ക് വരുന്നതിന് വേണ്ടി കാറും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ചിലപ്പോഴൊക്കെ അമ്മയോട് പറയുമായിരുന്നു, അമ്മയെ സ്വന്തമായിട്ടൊരു വണ്ടി ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് കൃപാസനത്തിൽ വന്ന് എല്ലാ മാസവും ഇവിടെ വരാനായിട്ട് ഈ ശുശ്രൂഷയ്ക്കായി കടന്നു വരാൻ സാധിക്കുമായിരുന്നല്ലോ എന്ന്. ഞങ്ങളുടെ ഫാമിലി എല്ലാവർക്കും കാറുണ്ടായിരുന്നു. ഞങ്ങൾ വരുമ്പോൾ ആങ്ങളയുടെ അടുത്തു നിന്നാണ് വാഹനം വാങ്ങിച്ചുകൊണ്ടിരുന്നത്. പെട്ടെന്ന് തന്നെ പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് നല്ലൊരു വാഹനം പുതിയൊരു വാഹനം മേടിക്കാനുള്ള കൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിച്ചു. അതിലാണ് ഞങ്ങൾ എല്ലാ മാസവും തന്നെ ഞങ്ങൾ കൃപാസനത്തിലേക്ക് കടന്നു വരാറുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഇവിടുന്ന് എല്ലാ മാസവും കൃപാസന പത്രം വാങ്ങിച്ചു കൊണ്ടുപോയി ഞങ്ങൾ വിതരണം ചെയ്യാറുണ്ട്. ഓരോ പത്രത്തിലും കൃപാസനം തൈലം തൂത്ത് പ്രാർത്ഥിക്കുകയും കാശുരൂപം വെച്ച് വിശ്വാസ പ്രമാണം ചൊല്ലുകയും ചെയ്ത് മറ്റുള്ളവർക്ക് കൊടുക്കാറുണ്ട്. അത് ടാക്സി സ്റ്റാൻഡിൽ, ഓട്ടോ സ്റ്റാൻഡിൽ, പള്ളികളിൽ, അക്രൈസ്തവരായ ജനങ്ങൾക്ക്, കുട്ടികൾക്ക് ഒക്കെ കൊടുക്കാറുണ്ട്. അമ്മയെപ്പറ്റി പറഞ്ഞും ഈശോയെപ്പറ്റിയും പറഞ്ഞുമാണ് കൊടുക്കുന്നത്. അറിഞ്ഞവരെ ആഴപ്പെടുത്താനും അറിയാത്തവരെ അറിയിക്കാനും വളരെ ശ്രമിച്ചിട്ടുണ്ട്. കാരുണ്യ പ്രവൃത്തിയായിട്ട് പൊതിച്ചോറ് കൊടുക്കാറുണ്ട്. എല്ലാ മാസവും എല്ലാ ആഴ്ചയിലും തന്നെ അനാഥാലയത്തിൽ പോയി അവർക്ക് വേണ്ടി ഞങ്ങൾ ശുശ്രൂഷ ചെയ്യാറുണ്ട്. തുണി അലക്കി കൊടുക്കുക, കുളിപ്പിക്കുക, ബാത്റൂം കഴുകി കൊടുക്കുക, റൂം കഴുകി കൊടുക്കുക, എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാറുണ്ട്. പാവങ്ങളായിട്ട് മരുന്ന് മേടിക്കാൻ പൈസ ഇല്ലാതെ വിഷമിക്കുന്ന മക്കൾക്ക് അവരിങ്ങോട്ട് ചോദിക്കാതെ തന്നെ കണ്ടറിഞ്ഞ് അവരെ സഹായിക്കാറുണ്ട്. അതുപോലെ തന്നെ ഈ 50 നോൻപിൽ 40 ദിവസവും ഒരു നേരം ഉപവസിച്ച് എനിക്ക് പ്രാർത്ഥിക്കാനായിട്ട് സാധിച്ചു. 10 ദിവസം ഉപവസിക്കാൻ പറ്റിയില്ല, കാരണം എനിക്ക് അസുഖം വന്നുകൊണ്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ആ 40 ദിവസം പ്രാർത്ഥിച്ചതിന് ശേഷം എന്നോട് ഈശോ ഇങ്ങനെ പറയുന്നതായിട്ട് തോന്നി, പെസഹായ്ക്ക് ഒരു കുടുംബത്തെ സഹായിക്കണമെന്ന്. അപ്പോൾ ഞങ്ങൾ സാധാരണ പെസഹായ്ക്ക് തേങ്ങ ഇടുമ്പോൾ കുറച്ച് തേങ്ങ നമുക്ക് കിട്ടുന്ന 50 തേങ്ങയാണ്, ഒരു 5 തേങ്ങ ഞങ്ങൾ പുറത്ത് കൊടുത്ത് സഹായിക്കാറുണ്ട് ഇല്ലാത്തവർക്ക്. അങ്ങനെ കൊടുക്കാനായിട്ട് ഞങ്ങൾ ഞാനിങ്ങനെ ഈശോയോട് ചോദിക്കുകയുണ്ടായി, ഈശോയെ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, ആർക്കാണ് കൊടുക്കേണ്ടതെന്ന്.
പെട്ടെന്ന് ഒരു ഫാമിലിനെ ഈശോ കാണിച്ചു തരികയുണ്ടായി. അപ്പോൾ തന്നെ ഈശോ ഇങ്ങനെ എന്നോട് പറയുന്നതായിട്ട് തോന്നി, ഈ തേങ്ങായും മാത്രമായിട്ടല്ല കൊടുക്കേണ്ടത്, അവർക്ക് വേണ്ട കാര്യങ്ങളും കൂടെ ചെയ്തു കൊടുക്കണമെന്ന്. പെട്ടെന്ന് തന്നെ ഞാൻ ഞങ്ങളുടെ ഭവനത്തിലുള്ള എല്ലാവരും കാരുണ്യ പ്രവൃത്തി ചെയ്യുന്നതാണ്. അപ്പോൾ തന്നെ എൻ്റെ കുറച്ച് കൂട്ടുകാരെയും വിളിച്ച് ആ കുടുംബത്തിന് വേണ്ട അരി ഒഴിച്ച് ബാക്കി എല്ലാ സാധനങ്ങളും 2-3 മാസത്തേക്കുള്ള ഞങ്ങൾക്ക് വാങ്ങി കൊടുക്കാനായിട്ട് സാധിച്ചു. ഇത് എൻ്റെ മിടുക്കുകളൊന്നുമല്ല, വലിയ കൃപയാണ് പരിശുദ്ധ അമ്മയുടെ ഈശോയുടെയും അമ്മ ഈശോയും ചെന്ന ഈ അനുഗ്രഹത്തിന് ഒത്തിരി നന്ദി പറയുന്നു. ആത്മീയ ജീവിതം ഇവിടെ വരുമ്പോൾ നന്നായി പ്രാർത്ഥിക്കുകയും ദിവ്യബലി സംബന്ധിക്കുകയൊക്കെ ചെയ്യുമായിരുന്നെങ്കിലും കൂടുതൽ ആഴമായ വിശ്വാസവും ബോധ്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ വന്നതോടുകൂടി കൂടുതൽ ഈശോയിലേക്ക് വളരാനായിട്ട് സാധിച്ചു. ഒരു ദിവസം ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോൾ ഈശോ എൻ്റെ അടുത്ത് വന്നിട്ട് ഈശോയുടെ ഹാർട്ട് എനിക്ക് കാണാനായിട്ട് സാധിച്ചു. പരിശുദ്ധ അമ്മ മുല്ലപ്പൂവിൻ്റെ മണമായിട്ട് വിശുദ്ധ കുർബാനയിൽ, കൃപാസന ജപമാല റാലിയിൽ, ഉറക്കത്തിൽ എപ്പോഴും എനിക്ക് അമ്മയുടെ സമീപം ഉണ്ടാകാറുണ്ട്. ബൈബിൾ വായിക്കുമ്പോൾ ജപമാല ബൈബിളിൽ തെളിഞ്ഞു വരികയുണ്ടായി. അങ്ങനെ നിരവധി അനുഗ്രഹങ്ങൾ അമ്മ ഈശോയും വഴി എനിക്ക് അനുഗ്രഹിച്ചിട്ടുണ്ട്. അമ്മ വഴി ഈശോ നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും 1000 നന്ദി സ്തുതി അർപ്പിക്കുന്നു. ഇനിയും കൂടുതൽ സാക്ഷ്യങ്ങളുമായിട്ട് അമ്മയുടെ അൾത്താരിൽ വന്ന് കുടുംബമായിട്ട് വന്ന് സാക്ഷ്യം പറയാൻ തക്ക വിധം അമ്മ ഞങ്ങളെ ഉയർത്തണമെന്ന് യാചിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നന്ദി, നമസ്കാരം. മുൻപിലും പിൻപിലും അവിടുന്ന് എനിക്ക് കാവൽ നിൽക്കുന്നു, അവിടുത്തെ കരം എൻ്റെ മേലുണ്ട്. സങ്കീർത്തനം 139 5-ാം വചനമാണ്. ദൈവം നമ്മുടെ ജീവിതത്തിൽ എല്ലാ ഭാഗങ്ങളിലും ഉണ്ടെന്നാണ് വചനം പറയുന്നത്. കഴിഞ്ഞ കാലത്തിലും ഇന്നും വരാനിരിക്കുന്ന കാലത്തും നമ്മുടെ മുന്നിലും പിന്നിലും എല്ലാ സമയവും എല്ലാ നിമിഷവും ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത്. ഉടമ്പടിയിൽ ആയിരിക്കുന്ന മക്കളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കരങ്ങൾ, ദൈവത്തിൻ്റെ സംരക്ഷണവും അനുഗ്രഹവും നമ്മുടെ മേലുണ്ട് എന്നുള്ള സാക്ഷ്യങ്ങളാണ് നാം ഓരോ നിമിഷവും ഇവിടെ കേൾക്കുവാൻ സാധിക്കുന്നത്. ജീവിതത്തിൽ ആരുമില്ല എന്ന തോന്നൽ, ഭാവിയെക്കുറിച്ചുള്ള ഭയം, ആശങ്കകൾ, ജീവിതത്തിലെ നിയന്ത്രണം നഷ്ടപ്പെടുന്ന സമയങ്ങൾ, കുടുംബ ബന്ധത്തിലുള്ള പ്രശ്നങ്ങൾ എല്ലാം കൈവിട്ടു പോയി എന്ന് തോന്നുന്ന നിമിഷങ്ങൾ, ഇവയെല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മൾ ഏൽപ്പിക്കുമ്പോൾ, ഉടമ്പടിയിലായിരിക്കുമ്പോൾ പ്രശ്നങ്ങൾ എന്തൊക്കെയായാലും പ്രതിസന്ധികൾ എന്തൊക്കെയായാലും മുൻപിലും പിൻപിലും അവിടുന്ന് എനിക്ക് കാവൽ നിൽക്കുന്നു, അവിടുത്തെ കരം എൻ്റെ മേലുണ്ട് എന്നുള്ളൊരു ഉറപ്പാണ് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ. നാം ഒറ്റയ്ക്കല്ല. ഉടമ്പടി ദൈവത്തോടുള്ള ഒരു വലിയ ആത്മീയ ബന്ധമാണ്. നമ്മുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തുന്ന ഒരു വലിയ ബന്ധം. ഉടമ്പടി വിശ്വസ്തയോടെ ജീവിക്കുമ്പോൾ പരിശുദ്ധ അമ്മ, കൃപാസനം അമ്മയുടെ സാന്നിധ്യവും അമ്മയുടെ മധ്യസ്ഥതയിലൂടെ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സംരക്ഷണം നമുക്ക് ഉറപ്പാണ്. ബിജി വിനോദ് എന്ന മകളുടെ സാക്ഷ്യത്തിൽ ആദ്യം കൃപാസനത്തെ പറ്റി കേൾക്കുകയും ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചത് മകൻ്റെ കൂട്ടുകാരന് വേണ്ടിയിട്ടാണ്. അക്വേറിയത്തിൽ വീണ് ഗ്ലാസ് പൊട്ടി വലിയൊരു സ്റ്റിച്ച് ഇടേണ്ടി വന്നു കാലിൻ്റെ മുട്ടിൽ. സ്റ്റിച്ചിട്ട് കഴിഞ്ഞപ്പോൾ പിന്നീട് അത് കാല് നിവർത്തി വെക്കാനോ മടക്കാനോ സാധിക്കാത്ത ഒരു രീതിയിലായി. പ്രത്യേകിച്ച് മടക്കാൻ സാധിച്ചില്ല. ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്തത് ഫിസിയോതെറപ്പി ചെയ്താൽ ഒരുപക്ഷെ അത് ഭേദമാകും, അല്ലെങ്കിൽ വീണ്ടും ഒരു ഓപ്പറേഷൻ ചെയ്യണമെന്നാണ്. ഈ കുടുംബം മകൻ്റെ കൂട്ടുകാരന് വേണ്ടി, ഈ മകന് വേണ്ടിയിട്ട് വിശ്വാസത്തോടെ ഉടമ്പടി വസ്തുക്കളായ ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പും വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഈ മകന് വീണ്ടും ഒരു വീഴ്ചയാണ്. ഒരുപക്ഷെ വീഴ്ചയിലും ദൈവത്തിൻ്റെ ഒരു കരമാണ് നാം അവിടെ കാണുന്നത്. വചനം പറയുന്നത് പോലെ ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി, തന്മൂലം ഞാൻ അങ്ങയുടെ ചട്ടങ്ങൾ അഭ്യസിച്ചു എന്നാണ് സങ്കീർത്തനം 119:71 പറയുന്നത്. ഒരുപക്ഷെ ഈ ദുരന്തം ഈ മകൻ്റെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമാവുകയാണ്. ഈ മകൻ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞപ്പോൾ വീണ്ടും സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. അവിടെ ചെന്നപ്പോൾ തടി വെട്ടിക്കിടപ്പുണ്ടായിരുന്നു. ആ തടിയുടെ മേൽ കാല് വെച്ചപ്പോൾ ഈ മകൻ വീണ്ടും വീഴുകയും വീണപ്പോൾ ഭയങ്കര ജേർക്കിലായിട്ട് ഒരു സൗണ്ട് വരികയും പിന്നീട് ഡോക്ടറിനെ കണ്ടപ്പോൾ കാല് ഓപ്പറേഷൻ ചെയ്യേണ്ട കാര്യമില്ല, അതിപ്പോൾ ശരിയായി എന്നാണ് പറഞ്ഞത്. ഇവിടെയാണ് വീഴ്ചയിൽ പോലും ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഓപ്പറേഷൻ കൂടാതെ തന്നെ ഈ മകൻ സുഖം പ്രാപിക്കുകയും ഇന്ന് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് ഈ മകൻ വന്നിരിക്കുന്നത് കൂട്ടുകാരൻ്റെ അമ്മയുമായിട്ടാണ്.
ഉടമ്പടി ജീവിതത്തിൽ നാം നമ്മുടെ കുടുംബത്തിന് മാത്രമല്ല മറ്റുള്ളവരുടെ കുടുംബത്തിന് വേണ്ടിയിട്ടും അവരുടെ നന്മയ്ക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ അനുഗ്രഹം വരികയാണ്. അറിയാത്തവരെ അറിയിക്കുവാനും അറിഞ്ഞവരെ ആഴപ്പെടുത്തുവാനുമുള്ള ആ പ്രേക്ഷിത പ്രവർത്തനം. അങ്ങനെയാണ് ഈ മകൻ ഇന്ന് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ ഈ സഹോദരിയുടെ പ്രാർത്ഥനയാൽ സൗഖ്യം പ്രാപിച്ച് അമ്മയ്ക്ക് നന്ദി പറയുവാനായിട്ട് നമ്മുടെ ആലയത്തിലേക്ക് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് അനിയൻ്റെ മകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്. അതായത് ഹാർട്ട് ബീറ്റിൽ വേരിയേഷൻ ഉണ്ടായിരുന്നു. എക്കോ ടെസ്റ്റിൽ ഹാർട്ടിന് വാൽവിന് വളവുണ്ട് എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അത് 18-ാമത്തെ വയസ്സിൽ ക്ലിയർ ആകുമെന്നും പറഞ്ഞിരുന്നു. പിന്നീട് ഈ മക്കൾ ജപമാല റാലിയിൽ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും കുടുംബസഹിതം ഈ കുടുംബത്തിലുള്ള എല്ലാവരും ഉടമ്പടിയിലാണ്. ഹസ്ബൻഡും മക്കളും അമ്മയും എല്ലാവരും ഒന്നിച്ചാണ് ജപമാല റാലിക്ക് വരികയും ഈ അനിയൻ്റെ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തത്. പിന്നീട് 1 മാസം മുമ്പ് വീണ്ടും അവർ ടെസ്റ്റ് ചെയ്തപ്പോൾ 15-ാമത്തെ വയസ്സിൽ, അതായത് 18-ാമത്തെ വയസ്സിൽ ഇത് ക്ലിയർ ആകാൻ സാധ്യതയുണ്ട് എന്നാണ് പറഞ്ഞത്. 15-ാമത്തെ വയസ്സിൽ ടീത്തിൻ്റെ പ്രോബ്ലം വന്നപ്പോൾ ടെസ്റ്റ് ചെയ്യാൻ പോയപ്പോൾ വീണ്ടും ഡോക്ടർ പറഞ്ഞത് അവിടെ വലിയൊരു സമയച്ചുരുക്കത്തിൻ്റെ അമ്മയുടെ ഒരു സാന്നിധ്യമാണ് കാണുവാൻ സാധിക്കുന്നത്. പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഹാർട്ടിൻ്റെ വാൽവിന് വളവുണ്ട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇപ്പോഴത് മാറ്റം വന്നു. അത് ഈശോയുടെയും അമ്മയുടെയും ഇനി പേടിക്കാനൊന്നുമില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അതും ഈശോയുടെ അമ്മയുടെ ഒരു വലിയ കൃപയായിട്ടാണ് ഈ മക്കളിന്ന് സാക്ഷ്യപ്പെടുത്തുന്നത്. അവിടെയും നേർച്ച വസ്തുക്കളായ ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പുമൊക്കെ തേച്ച് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഓരോ ടെസ്റ്റിന് പോകുമ്പോഴും ഈ മകളുടെ കയ്യിൽ കാശുരൂപം ഉണ്ടായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഹാർട്ടിൻ്റെ പ്രോബ്ലം ക്ലിയർ ആകാൻ സാധിച്ചത്. അവിടെയും ഈശോയുടെ അമ്മയുടെ ഒരു വലിയ കൃപയാണ്. സമയ ചുരുക്കത്തിൻ്റെ അമ്മയുടെ സാന്നിധ്യവും മനസ്സിലാക്കാൻ സാധിച്ചു. പിന്നീടുണ്ടായിരുന്ന എക്സാമാണ്. പിന്നെ ഈ സഹോദരിയുടെ തൈറോയിഡിൻ്റെ കാര്യമാണ്, തൊണ്ടയ്ക്കുണ്ടായിരുന്ന തടസ്സമാണ്. കഴലുകൾ പോലെ എന്തോ പ്രശ്നങ്ങളുണ്ട് തൊണ്ടയ്ക്കെന്നാണ് പറഞ്ഞിരുന്നത്. അത് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ ഉടമ്പടിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഇവിടെ പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വന്നപ്പോൾ ആ ഫ്രണ്ടിലുള്ള മെനോറയിൽ നിന്ന് തൈലം തേച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് സലൈൻ ഗ്ലാൻഡിൻ്റെ തടിപ്പ് മാറി. ഇപ്പോൾ ഒരു പ്രശ്നവുമില്ല. ആ രോഗം പൂർണ്ണമായിട്ട് സൗഖ്യപ്പെട്ടു എന്നാണ്. ഈ മകള് തൊണ്ടയിൽ ക്യാൻസർ ആകുമോ എന്നൊരു ഭയമുണ്ടായിരുന്നു. കാരണം അങ്ങനെ ഒരു സ്വപ്നം പോലെ വന്നു. പക്ഷെങ്കിൽ ഈശോയും അമ്മയും അത് തന്നെ എടുത്തു മാറ്റിയെന്നാണ് ഈശോയ്ക്കും നന്ദി പറയാഞ്ഞുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ സാക്ഷിയായിട്ട് ഇന്ന് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വന്നിരിക്കുന്നത്. അതും ഇവിടെയും ഉടമ്പടി തൈലമായ മെനോറയിൽ നിന്ന് എടുത്ത ആ തൈലം ഉപയോഗിച്ച് പ്രാർത്ഥിച്ച് ഉടനെ തന്നെയാണ് ഈ മകൾക്ക് സൗഖ്യം ലഭിച്ചത്. അതും ഈശോയുടെ അമ്മയുടെ ഒരു വലിയ അനുഗ്രഹമാണ്. പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വരുവാനായിട്ടും പോകുവാനായിട്ടും ഒരു ട്രാൻസ്പോർട്ടേഷന് വേണ്ടി ആഗ്രഹിച്ചു. അവരുടെ ആഗ്രഹപ്രകാരം തന്നെ ഒരു വാഹനം നൽകുകയും ഈശോയും അമ്മയും ആ വാഹനത്തിൽ വന്ന് പരിശുദ്ധ അമ്മയെ കണ്ട് പ്രാർത്ഥിച്ച് ഇവിടെ സന്ദർശിക്കുവാൻ സാധിച്ചു എന്നാണ് പറയുന്നത്. കൊടുക്കുവാനുണ്ടായിരുന്ന പണം 21 എന്ന നമ്പർ ഈശോ കാണിച്ചു കൊടുക്കുകയും ആ 21-ാം തീയതിക്ക് മുൻപ് തന്നെ വർഷങ്ങളായിട്ട് കൊടുക്കുവാൻ സാധിക്കാത്ത കടം തീർക്കുവാൻ സാധിക്കുകയും ചെയ്തു എന്നാണ്. ഇവിടെയും ഈശോയുടെയും അമ്മയുടെയും കൃപയാണ്. 2 കൊറിന്ത്യൻസ് 12:9 പറയുന്നത് നിനക്കെൻ്റെ കൃപ മതിയെന്നാണ്. നിനക്ക് എൻ്റെ കൃപ മതി, എന്തെന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായി പ്രകടമാക്കുന്നത് എന്നാണ്. നമ്മുടെ ബലഹീനതകളിൽ, നമ്മുടെ കഴിവില്ലായ്മയിൽ, നമുക്ക് സാധിക്കാത്ത കാര്യങ്ങളിലാണ് ഈശോയുടെ കൃപ നമുക്ക് ലഭിക്കുന്നത്. ഇറ്റ് ഈസ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. ദൈവത്തിൻ്റെ വലിയ കൃപയാലാണ് നമ്മുടെ ജീവിതത്തിൽ ഓരോ അനുഗ്രഹങ്ങളും ലഭിക്കുന്നത്. വിശ്വാസം മാത്രമല്ല, വിശ്വസ്തതയാണ് ഉടമ്പടിയിൽ ഈശോയും അമ്മയും നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. നമ്മുടെ ഉടമ്പടി ജീവിതത്തിൽ കൂടുതൽ വിശ്വസ്തതയോടെ, കൂടുതൽ തീഷ്ണതയോടെ ജീവിതം മുന്നോട്ട് നയിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ താങ്ങി നിർത്തുന്ന മുൻപിലും പിൻപിലും അവിടുന്ന് എനിക്ക് കാവൽ നിൽക്കുന്ന ആ ദൈവത്തെ കാണുവാനും അനുഭവിക്കാനും നമ്മൾക്ക് സാധിക്കും. അവിടുത്തെ കരം എൻ്റെ മേലുണ്ടെന്ന് പറയുവാനും നമുക്ക് പറയുവാനുള്ള അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആ മുൻപിലും പിൻപിലുമുള്ള ദൈവത്തിൻ്റെ കരങ്ങളിലേക്കാണ് പരിശുദ്ധ അമ്മ കൃപാസന അമ്മ നമ്മെ ഓരോരുത്തരെയും നയിക്കുന്നത്. ഈശോയും അമ്മയും നമ്മുടെ ഉടമ്പടി ജീവിതത്തിൽ നിലനിൽക്കാനായിട്ട് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ബിജി വിനോദിന് കുടുംബത്തിന് ലഭിച്ച ഈ വലിയ അനുഗ്രഹങ്ങൾക്ക് നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. പേര് ബിനു, ഞാൻ നരണ സ്വദേശിയാണ്. ആദ്യമായിട്ട് ഈ അൾത്താരയുടെ തിരുസന്നിധി ഇന്ന് പ്രാർത്ഥിപ്പാനും ഉടമ്പടി സാക്ഷ്യം പറയാനും എന്നെ അനുവദിച്ച പരിശുദ്ധ സ്വർഗസ്ഥനായ നമ്മുടെ പിതാവിനും പരിശുദ്ധ അമ്മയ്ക്കും 1000 നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ അനുഭവ സാക്ഷ്യം ഞാൻ പറയുകയാണ്.
എൻ്റെ മദ്യപാനം നിർത്തുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്ന ഉടമ്പടി എടുത്തത്. ഞാൻ പല വിധത്തിൽ എൻ്റെ മദ്യപാനം നിർത്തുവാൻ നോക്കിയിട്ടും എനിക്കത് നടന്നിട്ടില്ല. 30 വർഷത്തോളവും മദ്യപാനമായിരുന്നു. സ്ഥിരമായിട്ടാണോ എന്ന് ചോദിച്ചാൽ അല്ല, എന്നാൽ തുടങ്ങിയാൽ പിന്നെ ഞാൻ നിർത്തുകയുമില്ല. ആ രീതിയിലായി എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു, എൻ്റെ മദ്യപാനം എനിക്ക് അവസാനിപ്പിക്കണം എന്നെനിക്ക് ചിന്തയുണ്ട്. ഒരു തരത്തിൽ നോക്കിയിട്ടും എനിക്ക് കിട്ടുന്നില്ല. അത് ഒരു 3-4 മാസമൊക്കെ ഞാൻ നിർത്തിയേക്കാം. പക്ഷേ അത് കഴിഞ്ഞ് തുടങ്ങിയാൽ പിന്നെ തുടങ്ങും. ഇവിടെ വെച്ചല്ല എൻ്റെ ദുരനുഭവം തുടങ്ങുന്നത്, കുവൈറ്റിൻ്റെ പ്രദേശത്ത് വെച്ചാണ്. 2014 ഞാൻ കുവൈറ്റിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം മദ്യപിച്ചതാണ് ഞാൻ. പിന്നെ ഒരാഴ്ചക്കാലവും മദ്യപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ജോലിക്ക് പോകാതെ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിച്ചും പ്രയാസപ്പെടുത്തിയും. പക്ഷേ അങ്ങനെ ആ കമ്പനിയിലെ മാനേജറും ആൾക്കാരും ഒക്കെ വന്ന് എന്നെ അവിടുന്ന് കൂട്ടിക്കൊണ്ടുപോയി വേറെ റൂമിലാക്കി. ഞാൻ പിന്നെ ഒരു 3-4 ദിവസത്തോളം മദ്യപിച്ചിട്ടില്ല. ആ റൂമിൽ തന്നെ കിടക്കുകയാണ്. ഒരു ദിവസം ഇങ്ങനെ ഞാൻ കിടക്കുമ്പോൾ വൈകിട്ട് ഒരു 6 മണി ആയി, സന്ധ്യയായി 6 മണി ആയപ്പോൾ ഞാൻ പുതിയ റൂമിലാണ്, എനിക്ക് ആരെയും പരിചയമില്ല. ഞാൻ റൂമിൻ്റെ ജനലിൻ്റെ വാതിക്കലിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ റോഡിൻ്റെ സൈഡിലായിട്ട് ഞാനൊരു രൂപം കാണുകയാണ്. എന്ത് രൂപമെന്ന് ചോദിച്ചാൽ ഒരു പൈശാചിക രൂപമാണ് ഞാൻ കാണുന്നത്. എന്നെ മാടി വിളിക്കുകയാണത്. പക്ഷേ എനിക്കത് ഭയമായി. ഞാൻ എൻ്റെ റൂമിൽ നിന്ന് ഇറങ്ങി ഞാൻ താഴെ ചെല്ലും, റോഡിൽ ചെന്ന് നോക്കുമ്പോൾ അതിനെ കാണത്തില്ല. വീണ്ടും ഞാൻ റൂമിൻ്റെ മണ്ടയ്ക്ക് കയറും, റൂമിൽ ചെന്ന് അവിടെ തന്നെ നോക്കുമ്പോൾ പിന്നെ എനിക്ക് കാണാമത്. ഞാൻ എൻ്റെ റൂമിലുള്ളവരോടെല്ലാം പറഞ്ഞു, റൂമിലുള്ളവരെല്ലാം മുസ്ലിംസാണ്, അതും മലയാളികളല്ല, എല്ലാ ഹിന്ദിക്കാരുമാണ്. അവരോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, നീ ഇത്രയും ദിവസം മദ്യപിച്ച് കിടന്നില്ലേ, അതിൻ്റെ ഒരു തോന്നലാണ് എന്നോട് പറഞ്ഞു. ഒരു പക്ഷേ ശരിയാ. പക്ഷേ എനിക്ക് ആ സന്ധ്യയാകും തോറും എനിക്ക് ആ രൂപം എൻ്റെ മുമ്പാകെ അടുത്തടുത്ത് വരികയാണ്. എൻ്റെ ജനലിൻ്റെ അടുത്ത് വരെ എത്തി. അപ്പോൾ ഞാൻ എപ്പോഴും എൻ്റെ കയ്യിലൊരു ബൈബിൾ ഉണ്ടാകും. ഞാൻ ആ ബൈബിള് എൻ്റെ തലയണക്കീഴിൽ തന്നെ ഇരിക്കുകയായിരുന്നു. ഞാൻ എളുപ്പമെന്ന് ചാടി ആ ബൈബിൾ എടുത്ത് എൻ്റെ നെഞ്ചോട് ചേർത്ത് വെച്ചു. നെഞ്ചോട് ചേർത്ത് വെച്ചിട്ടും ഞാൻ എന്തുമാത്രം ഇതിനെ കെട്ടിപ്പിടിക്കുന്നോ അത്രയും ദൂരത്തേക്ക് ഇത് പോവുകയാണ്. എന്തുമാത്രം ഞാൻ ഇതെന്ന് വിടുന്നോ അതനുസരിച്ച് അത് അടുത്ത് വന്നുകൊണ്ടേയിരിക്കുന്നു. ഒന്നും നോക്കിയില്ല. സന്ധ്യ ഇരുട്ടും തോറും ഞാനങ്ങ് ആഹപ്പാടെ പരവശനായി. എനിക്കൊരു വലിയ ബുദ്ധിമുട്ട്, ഞാൻ മരിക്കാൻ പോകുന്നു എന്നൊരു ചിന്തയാണ്. ഞാനൊന്നും നോക്കിയില്ല. ഞാൻ ആ ഗ്ലാസ് തുറന്നു, ബൈബിളും കെട്ടിപ്പിടിച്ചു. അപ്പോൾ തന്നെ എൻ്റെ റൂമിലുള്ളവർക്ക് മനസ്സിലായി ഞാൻ ചെയ്യാൻ പോകാമെന്ന് മനസ്സിലായി. അവരോടി വന്നു. ഞാൻ അവരെ തട്ടി മാറ്റി ജനലിൻ്റെ മണ്ടയ്ക്കൊന്നും എടുത്ത് ചാടിയാൽ എനിക്ക് താഴെ വീഴാൻ പറ്റില്ല. അവരെൻ്റെ ഷർട്ടിൻ്റെ കോളറെ പിടിച്ചു, എന്നെ തൂക്കിയിട്ടിരിക്കുക ജനലയിൽ. ഞാൻ ഷർട്ട് വലിച്ചു കീറി നേരെ താഴോട്ട് ചാടി. 2 നിലയുടെ മണ്ടയ്ക്കൊന്ന് ചാടിയാൽ ഞാൻ നേരെ കുത്തി വീണു. എൻ്റെ കാലൊടിഞ്ഞു, പല്ല് 3 ഇളകിപ്പോയി. ഉടനെ എന്നെ ആംബുലൻസിനെ വിളിച്ചു, മാനേജർ വന്നു, ഉടനെ ഹോസ്പിറ്റലിൽ കയറ്റി. പക്ഷേ ഞാൻ ഈ വേദനയോ ഇതൊന്നും അറിയുന്നില്ല. ഞാൻ നേരെ ഹോസ്പിറ്റലിൽ എന്നെ കൊണ്ട് കിടത്തുമ്പോൾ ഞാൻ കാണുന്നത് വിശുദ്ധ ദേവാലയങ്ങളും അലങ്കരിച്ചിരിക്കുന്ന മാത്രമാണ് കാണുന്നത്. അത് കാണുമ്പോൾ മണിയടിക്കുന്ന സൗണ്ട് എനിക്ക് കേൾക്കാം. തിരിവിളക്കുകൾ ഇങ്ങനെ കത്തിക്കിടക്കുന്നത് കാണാം. വരുന്നവരെല്ലാം എന്നോട് ചോദിക്കുന്നു എന്ത് പറ്റി. ഞാൻ എല്ലാവരോടും പറയുന്നത് എൻ്റെ ചുറ്റും പള്ളികളാണല്ലോ എന്ന് പറയും. അവസാനം അവിടുന്ന് ഒരു ഡോക്ടറെ, മലയാളി ഡോക്ടർ, ഒരു ഇംഗ്ലീഷുകാരിയെ കൗൺസിലിങ്ങിന് എന്നെ എടുത്തു. എന്നോട് മലയാളത്തിൽ തർജ്ജമ നേഴ്സിനെയും തന്നു. ഞാൻ തർജ്ജമയപ്പോൾ ഞാൻ പറഞ്ഞു, ഇതുപോലെ ഞാനൊരു രൂപം കണ്ടു. ആ രൂപം ഞാൻ അടുക്കും തോറും എന്നെ പിടിക്കാനായിട്ട് വരികയാണ്. ആ പേടിയിലാണ് ഞാൻ എടുത്ത് ചാടിയത് എന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് കാര്യമായിട്ടൊന്നും പറഞ്ഞില്ല. പിന്നെ എന്നെ ട്രീറ്റ്മെൻറ്റിലൊക്കെ നടന്നു. ഒരു 3-4 ദിവസം, 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് തോന്നുന്നു ഓപ്പറേഷൻ ചെയ്യുന്ന കാലിന്. അതുവരെ കെട്ടി ഇങ്ങനെ ഇട്ടിരിക്കുകയാണ്. ഞാനൊന്നും അറിയുന്നില്ല, വേദന അറിയുന്നില്ല, എൻ്റെ കാലനക്കാൻ പറ്റുന്നില്ല, ഒന്നും എനിക്ക് പറ്റുന്നില്ല. എൻ്റെ ഫാദറിൻ്റെ അനിയൻ അവിടെ ഉണ്ട്. അവർ കുടുംബമായിട്ട് അവിടെ വന്നപ്പോൾ എന്നോട് ചോദിച്ചു എന്താ പറ്റിയത് നിനക്കെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇതുപോലെയാണ് പാപ്പ. എൻ്റെ ചുറ്റിനും അപ്പോഴും ഞാൻ കാണുന്നത് പള്ളികളാണ്, ഈ മണിയാണ്. പക്ഷേ എനിക്ക് ഈ കൃപാസനം എന്ന ഇതറിയത്തില്ലായിരുന്നു.
ഞാൻ അവിടുന്ന് എൻ്റെ ഓപ്പറേഷനും ചികിത്സയെല്ലാം കഴിഞ്ഞ് നാട്ടിൽ വന്നു. നാട്ടിൽ വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സ്ട്രെച്ചറിലാണ് വരുന്നത്. വന്ന് എയർപോർട്ടിൽ വന്ന് ഇറങ്ങി വീട്ടിൽ വന്ന് വീണ്ടും തിരുവല്ല ഹോസ്പിറ്റലിൽ കയറി എൻ്റെ സ്റ്റിച്ച് എടുക്കാൻ വേണ്ടിയിട്ട് ചെന്നപ്പോൾ അവർ പറഞ്ഞു, സ്റ്റിച്ച് എടുക്കാൻ പറ്റില്ല, നിൻ്റെ കാലിൻ്റെ മാംസം ഇവിടെ കിളിക്കുന്നില്ല, ഒരു മജ്ജ എടുത്ത് വെക്കണമെന്നൊക്കെ പറഞ്ഞു. വീണ്ടും ഓപ്പറേഷൻ ചെയ്തു. അവിടെ ഒരാഴ്ചയോളം ആ ഹോസ്പിറ്റലിൽ കിടന്നു. അവിടെ നിന്ന് ഞാൻ വീട്ടിൽ വന്നു 3-4 മാസം. അപ്പം മദ്യപാനമൊന്നുമില്ല. വീട്ടിൽ വന്ന് ബെഡ് റെസ്റ്റിൽ കിടക്കുകയാണ്. പെയ്യെ എഴുന്നേൽക്കാൻ തുടങ്ങി. വീണ്ടും എനിക്ക് മദ്യപിക്കണമെന്നുള്ളൊരു തോന്നലുണ്ടായി. വീണ്ടും മദ്യപിക്കാൻ തുടങ്ങി. മാതാപിതാക്കൾക്ക് വിഷമമാകാൻ തുടങ്ങി, സഹോദരങ്ങൾക്ക് വിഷമം തുടങ്ങി. ഈ പൈതലിനെ ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. എൻ്റെ രണ്ടാമത്തെ മകൻ, അവനെ എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. ഞാൻ ചാടുമ്പോൾ എടുത്ത് ചാടിപ്പം പറഞ്ഞു, തമ്പുരാനോട് പറഞ്ഞ് ചാടിയത് ഒരു കാര്യമുള്ളൂ, എനിക്ക് എൻ്റെ മോനെ ഒന്ന് കാണണമെന്ന്. അത് പറഞ്ഞാൽ ഞാൻ ചാടിയത്. പക്ഷേ സംഭവിച്ചു. വീട്ടിൽ വന്ന് എല്ലാം കഴിഞ്ഞ് വീണ്ടും മദ്യപാനം തുടങ്ങി. മദ്യപിച്ച് ഞാൻ പറഞ്ഞല്ലോ, ഒരാഴ്ചക്കാലം മദ്യപിക്കാൻ തുടങ്ങിയാൽ ഞാൻ ഒരാഴ്ചക്കാലം ഒന്നും പോകാതെ മദ്യപിക്കുക തന്നെ ചെയ്യും. അത് കിട്ടുകയും ചെയ്യും എവിടുന്നെങ്കിലുമൊക്കെ. പക്ഷേ മദ്യപിച്ച് കിടക്കുമ്പോൾ ഞാൻ ഒന്നും അറിയുന്നില്ല. മദ്യപാനം ഇല്ലാതെ 2 ദിവസം കിടക്കുമ്പോൾ എനിക്ക് ആകപ്പാടെ പേടിയാണ്. എൻ്റെ ഉള്ളിൽ ഞാൻ മരിച്ചു പോകും എന്നൊരു ഭയമാണ്. ഒരു രാത്രി ഇതുപോലെ കിടക്കുമ്പോൾ ഞാനും എൻ്റെ വൈഫൂടെ കിടക്കുമ്പോൾ, വൈഫ് മലങ്കര കത്തോലിക്കയാണ്, ഞാൻ ഓർത്തഡോക്സുകാരനാണ്. ജപമാല ചൊല്ലുകയും മാതാവിനെ ചൊല്ലുകയും. പക്ഷേ എനിക്ക് കൃപാസന ഉടമ്പടി ഒന്നും എനിക്ക് അറിയത്തില്ല. രാത്രി കിടക്കുമ്പോൾ എനിക്ക് കണ്ണടയ്ക്കാൻ എനിക്ക് പറ്റുന്നില്ല. കണ്ണടയ്ക്കും, ഉറക്കം വരുമ്പോഴത്തേക്ക് ഞാൻ എന്തോ ഒരു കുഴിയിലോട്ട് ഒന്ന് വീഴുന്ന പോലാണ്. അങ്ങനെ കുറേ നേരം ഞാൻ വീണ്ടും കിടക്കും. എൻ്റെ തോന്നലാന്ന് കണ്ട് ഞാൻ വീണ്ടും കിടന്നു. കണ്ണ് മയക്കുമ്പോഴത്തേക്ക് ഏതോ പടുകുഴിയിലേക്ക് വീണ്ടും ചെന്ന് വീഴും. ചാടി എണ്ണിച്ച് വൈഫിനെ വിളിച്ചു പറഞ്ഞു. അപ്പം എൻ്റെ ചെവിയിൽ ആരോ വന്ന് പറയുന്ന പോലെ എനിക്കൊരു തോന്നൽ, ഉടമ്പടി. അത്രയേ ഉള്ളൂ, ഒറ്റ വാക്കുകൾ, ഉടമ്പടി എന്ന് കേട്ടു. ഞാൻ ഉടനെ ഇവിടെ വിളിച്ചു പറഞ്ഞു, ഉടമ്പടി എന്നാരോ എൻ്റെ ചെവി പറയുന്നു. അപ്പം വൈഫ് പറഞ്ഞു, ഇതുപോലെ ആലപ്പുഴയിൽ കൃപാസനം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അവിടെ വൈഫ് അതിൻ്റെ ഇതൊക്കെ കേൾക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന. അങ്ങനെ ഞാൻ പറഞ്ഞു, എൻ്റെ വീടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ്. അപ്പം വൈഫ് പറഞ്ഞു, നമുക്ക് ഉടനെ തന്നെ പോയി ഉടമ്പടി എടുക്കാം. ഞാൻ അങ്ങനെ 15/5/22 ഇവിടെ വന്ന് ഞാൻ വൈഫും കൂടെ ചേർന്നാണ് ഉടമ്പടി എടുത്തത്. അത് കഴിഞ്ഞ് എനിക്ക് സത്യം പറഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞിട്ടും എനിക്ക് അങ്ങോട്ട് വിശ്വാസം വരുന്നില്ല. എന്താണെന്ന് എനിക്കറിയാൻ വയ്യ. എനിക്ക് തോന്നുന്നു ഒരു 6-7 മാസത്തോളം ഞാൻ മദ്യപിച്ചിട്ടില്ല. എൻ്റെ ഭവനം മാറി ഭവനത്തിലോട്ട് താമസം തുടങ്ങി 5-6 മാസം കഴിഞ്ഞ് ഞാൻ മദ്യപിച്ചിട്ടില്ല. പക്ഷേ പിന്നെയും എനിക്ക് മദ്യപിക്കാൻ അവസരം വന്നു. അവസരമല്ല, ഞാൻ അന്വേഷിച്ചതാണെന്ന് പറയാം. അങ്ങനെ വീണ്ടും മദ്യപിച്ചപ്പോൾ അതുപോലെ തന്നെ സംഭവിച്ചു. മദ്യപിക്കുമ്പോൾ ഞാൻ ഒന്നും അറിയുന്നില്ല. മദ്യപിക്കാതെ 2 ദിവസം 3 ദിവസം വീട്ടിലിരിക്കുമ്പോൾ ഞാനുണ്ടാക്കുന്ന ടെൻഷൻ ചത്ത് കിടക്കുന്ന പോലുള്ളൊരു ടെൻഷനാണ്. ഭാര്യയടമ്പ് എനിക്ക് വിടാൻ പറ്റുന്നില്ല, ആരെയും വിടാൻ പറ്റുന്നില്ല. എൻ്റെ കൂടെ ആരൊക്കെയോ വേണമെന്നൊരു തോന്നൽ. ഇരുന്ന് ചിന്തിച്ചു, ആലോചിച്ചു, എൻ്റെ ഇങ്ങനെ പോയാൽ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഞാനില്ലാതായി പോവും എന്നൊരു തോന്നൽ എൻ്റെ മനസ്സിലുണ്ടായി. ഞാൻ വൈകിട്ട് കുടുംബ പ്രാർത്ഥനയ്ക്കിരിക്കും. കൃപാസന മാതാവിൻ്റെ പ്രാർത്ഥനയെ ഞങ്ങൾ ചൊല്ലിയിട്ടാണ് എന്നും പിരിയുന്നതും. അത് അന്ന് ഞാൻ ഇതുപോലെ എഴുന്നേറ്റ് ഞാൻ എൻ്റെ മുറിയിലോട്ട് കടക്കുമ്പോൾ, ആദ്യത്തെ മുറിയിലോട്ട് ഞാൻ കടന്നപ്പോൾ കാണുന്നത് ഈ രൂപമാണ്. രണ്ടാമത്തെ മുറിയിലോട്ട് ചെല്ലുമ്പോൾ ഞാൻ കാണുന്നത് ആ രൂപമാണ്. അടുക്കളയിലോട്ട് ചെല്ലുമ്പോൾ ആ രൂപമാണ്. ഞാൻ എവിടെ പോയാലും ഈ രൂപം എൻ്റെ പുറകെ. ഞാൻ വൈഫിനോട് പറഞ്ഞു, പറ്റില്ല, മാതാവ് എന്നെ വിടത്തില്ല. മാതാവ് പറഞ്ഞു, നീ മദ്യപിക്കാനും നിന്നെ ഞാൻ വിടത്തില്ലെന്നെ എൻ്റെ മനസ്സിൽ ഉറപ്പിച്ചു. എനിക്ക് വിശ്വാസം വർദ്ധിച്ചു. ഞാൻ പല ആൾക്കാരോടും പറഞ്ഞു, പ്രാർത്ഥന ബൈബിളിലെ വാക്യങ്ങളൊക്കെ എൻ്റെ ഹൃദയത്തിൽ ഞാൻ തൊട്ടറിഞ്ഞ് വായിക്കുവാൻ തുടങ്ങി. ആ അനുഭവം ഞാൻ ഏതെടുത്താലും ഞാൻ ചെയ്ത പ്രവർത്തികൾ മാത്രമാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കർത്താവിനോട് ക്ഷമ പറഞ്ഞു, പരിശുദ്ധ അമ്മയോട് ഞാൻ ക്ഷമ പറഞ്ഞു. അങ്ങനെ ഈ 2 വർഷക്കാലം കൊണ്ട് മദ്യം എന്ന സാധനം എനിക്ക് കാണുമ്പോൾ എന്തോ ഒരു ഭയമാണ്. എൻ്റെ സഹപ്രവർത്തകരോട് ഞാൻ പറയും, എൻ്റെ കൂട്ടുകാരോട് ഞാൻ പറയും,
ഈ ഒരു സാധനം നമുക്കൊരിക്കലും കുടിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷമേ ഉള്ളൂ. കുടിക്കാതെ കിട്ടുമ്പോൾ നമ്മളുണ്ടാകുന്ന അനുഭവം ഞാൻ വിവരിച്ച് പറഞ്ഞു കൊടുത്തു. ഓരോരുത്തർക്കും ഇവിടെ വരണമെന്ന് ആഗ്രഹമുണ്ട്, വന്നിട്ടുമുണ്ട് ഓരോരുത്തർ. ഇപ്പോൾ സന്തോഷത്തോടെ സമാധാനത്തോടെ ഈ അടിയൻ കുടുംബം ജീവിച്ചു പോകുന്നു. ഇപ്പം എനിക്ക് സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ ഉണ്ട്, പക്ഷെ അത് ഞാൻ അറിയുന്നില്ല. എൻ്റെ ആവശ്യങ്ങൾ ആ സമയത്ത് ദൈവം തമ്പുരാൻ നല്ലപോലെ നടത്തി തരുന്നു. ഞാൻ ചോദിക്കുന്നതിന് മുമ്പേ എനിക്ക് നടത്തി തരുന്നു. പ്രേക്ഷിത പ്രവർത്തനം ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ മനസ്സിന് തൃപ്തിയായ രീതിയിൽ ഇതുവരെ എനിക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല. മറ്റുള്ളവരുടെ നമ്മുടെ മുമ്പിൽ കൈ നീട്ടാൻ വരുന്നവരെ ഞാൻ തള്ളിക്കളയാറില്ല. എൻ്റെ ഉള്ളത് കൊടുത്ത് സഹായിക്കും. പേപ്പറുകൾ ഇവിടുന്ന് മേടിക്കുന്ന പേപ്പറുകൾ ഞാൻ അവിടെ നിന്ന് മേടിച്ചു. ഒരു കവർ പേപ്പർ മേടിച്ച് എൻ്റെ ബാഗിലിട്ടിട്ട് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ചെന്ന് വരുന്ന ഓരോരുത്തർക്കും ഞാൻ കൊടുക്കും. അതുപോലെ തിരിച്ചും ഓരോരുത്തർ, ഞാൻ പെട്രോൾ പമ്പിലാണ് ജോലി ചെയ്യുന്നത്, ഓരോരുത്തർ ഇതുപോലെ കൃപാസനത്തിൽ വന്നേച്ചാൽ അവർ പെട്രോൾ അടിക്കാൻ ചിലപ്പോൾ വരുന്നത്. ഞാൻ അവരെ ഡിക്കി തുറക്കുമ്പോൾ അവരുടെ പേപ്പർ കാണും. അപ്പം ഞാൻ ചോദിച്ച് മേടിക്കും. ഒരു പേപ്പർ മേടിച്ചേച്ച് ഞാൻ പറയും, ഞാൻ എൻ്റെ എല്ലാ ആൾക്കാരോടും പ്രാർത്ഥിച്ചേച്ച് പറയും, നിങ്ങളിത് വായിക്കണം. വായിച്ച് നിങ്ങൾക്കുണ്ടാകുന്ന ഞാൻ കണ്ട രൂപം നിങ്ങളും കാണും. നിങ്ങൾ നിങ്ങൾ ഹൃദയം നൊന്ത് ദൈവത്തെ വിളിച്ചാൽ വിളി കേൾക്കുന്ന ദൈവം. എൻ്റെ അനുഭവം ഇതല്ല എനിക്ക് കൂടുതൽ പറയാനുള്ളത്. ഇപ്പം എൻ്റെ അനിയത്തിയുണ്ട്, 10 വർഷക്കാലമായ കുഞ്ഞില്ലായിരുന്നിട്ട് എൻ്റെ അനിയൻ്റെ അവർ പറയും ഞാൻ ചെയ്യുന്ന ഇനിയും തുടർന്ന് എനിക്ക് നല്ല രീതിയിൽ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാൻ എൻ്റെ ദൈവം തമ്പുരാൻ എന്നെ അനുവദിക്കണമേ എന്ന് മാത്രമാണ് എനിക്ക് പ്രാർത്ഥിക്കാനുള്ളത്. എൻ്റെ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുരുവാനും ഒരാനും കോടി നന്ദി ഞാൻ അർപ്പിക്കുകയാണ്. എൻ്റെ പേര് ലിബിന. ഞാൻ എടത്തുവായിൽ നിന്ന് വരുന്നു. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പോൾ 11 വർഷമായി. 9ാമത്തെ വർഷത്തിൽ ആദ്യം തന്നെ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഈ ഒരു അൾത്താരയിൽ വന്ന് സാക്ഷ്യപ്പെടുത്തുവാനായിട്ട് എനിക്ക് തന്ന അവസരത്തെ, അനുഗ്രഹത്തെ ഓർത്ത് 1000 നന്ദി കരയേറ്റുന്നു. ഞാൻ ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് 2022 ജൂൺ മാസമാണ്. അതിനു മുമ്പ് എൻ്റെ ഹസ്ബൻഡ് ഗൾഫിലാണ്. 5 വർഷമായപ്പോഴത്തേന് ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളൊന്നും ഇല്ലാഞ്ഞതുകൊണ്ട് അജാദിന് അവിടുത്തെ ജോലി ക്യാൻസലാക്കി നാട്ടിൽ വന്ന് ഏകദേശം 1 വർഷമാകാറായപ്പോൾ ജനുവരി മാസത്തിൽ, അത് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നതിന് മുൻപാണ്, ജനുവരി മാസത്തിൽ ഇതുപോലെ ഞാൻ ഹോസ്പിറ്റലിൽ പോയി പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തപ്പോൾ പോസിറ്റീവാണെന്നറിഞ്ഞു. ഒരുപാട് സന്തോഷമായിരുന്നു അന്നേരം. പക്ഷെങ്കിൽ ഒരു 2.5 മാസമായപ്പോൾ എനിക്ക് ഭയങ്കരമായ വയറുവേദനയുണ്ടായി. അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ പോയി അവിടെ ചെന്ന് സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ എൻ്റെ ട്യൂബിലാണ് പ്രഗ്നൻസി. അങ്ങനെ അത് എൻ്റെ ഒരു ട്യൂബ് കട്ട് ചെയ്തു. അതിനുശേഷം ഹോസ്പിറ്റലിലെല്ലാം ചികിത്സയെല്ലാം കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്നു. അതിനുശേഷം ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് 2022 ആ വർഷം തന്നെ 2022 ജൂൺ മാസത്തിലാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. 2023 മെയ് മാസം ഇതുപോലെ ഞാൻ പ്രഗ്നൻ്റായി വീണ്ടും. അതിനുശേഷം ഒരു മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും എനിക്ക് ബ്ലീഡിങ് ഉണ്ടായി. അങ്ങനെ അത് അബോർഷനായി വീണ്ടും പോയി. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് മുതൽ ഞാൻ ദിവസവും വിശുദ്ധ തൈലം വയറിൽ 3 പ്രാവശ്യം കുരിശ് വരച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയും വിശ്വാസ പ്രമാണം ചൊല്ലുകയൊക്കെ ചെയ്യുമായിരുന്നു. രാവിലെ എഴുന്നേറ്റ് 5:30 ആകുമ്പോൾ എഴുന്നേറ്റ് തിരികെത്തിച്ച് പ്രാർത്ഥിക്കും. വൈകിട്ടും അതുപോലെ കുടുംബ പ്രാർത്ഥന കഴിഞ്ഞ് പ്രാർത്ഥിക്കും. പിന്നെ ഞാൻ പറയാനുള്ളത്, ആദ്യം ഞാൻ വന്നിവിടെ ഉടമ്പടി എടുക്കുമ്പോൾ മാതാവിൻ്റെ നിത്യാരാധന സ്ഥലത്തേക്കുള്ള പ്രദക്ഷിണത്തിൽ എനിക്ക് ആദ്യമായിട്ട് ഞാൻ ഓർക്കപ്പുറത്ത് എനിക്ക് കിട്ടുന്നത് എൻ്റെ മാതാവിൻ്റെ പേടകമായിരുന്നു എൻ്റെ കൈ കിട്ടുന്നത്. ആ സമയത്ത് തന്നെ ഞാൻ വിശ്വസിച്ചു. കാരണം മാതാവിനെ കൈവിടുകയില്ലെന്ന് ഞാൻ ഉറച്ച് വിശ്വസിച്ചു. വീട്ടിലെല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. കൂട്ടത്തിൽ എൻ്റെ ഹസ്ബൻഡായാലും ഓരോ സമയം ഞാൻ ഹോസ്പിറ്റലൊക്കെ പോകുമ്പോഴും തിരിച്ചു വരുമ്പോൾ സങ്കടപ്പെടുമ്പോഴൊക്കെ ഒത്തിരി ആശ്വസിപ്പിക്കാറുണ്ട്. പിന്നെ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ ഫംഗ്ഷനൊക്കെ പോകുമ്പം ഓരോരുത്തരിങ്ങനെ ചോദിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ വേദന അനുഭവിക്കുന്നത്. ആ സമയത്തൊക്കെ ഞാൻ മാതാവിനോട് ഒത്തിരി പ്രാർത്ഥിച്ചു, മാതാവ് എനിക്ക് വിഷമത്തിൽ നിന്ന് കരയേറുവാനായിട്ട് പറ്റണമെന്ന്. അതേതായാലും മാതാവ് 9ാമത്തെ വർഷത്തിൽ, അപ്പോൾ വീണ്ടും എനിക്ക് 2023 സെപ്റ്റംബറിൽ വീണ്ടും ഞാൻ പ്രഗ്നൻ്റായി. ആ സമയത്ത് നമ്മുടെ
8 നോയമ്പിൻ്റെ സമയമൊക്കെ ആയിരുന്നു. ആ ടൈമിൽ 8 ദിവസം ഞാൻ നോയമ്പ് അനുഷ്ഠിച്ചു. എന്നും പള്ളിയിലൊക്കെ പോകുമായിരുന്നു. അങ്ങനെ ഞാൻ 9-ാം മാസത്തിൽ വീണ്ടും സെപ്റ്റംബർ മാസത്തിൽ വീണ്ടും ഞാൻ അറിയുന്നു പ്രഗ്നൻ്റ് ആണെന്ന്. എന്നാൽ അത് വീണ്ടും 1.5 മാസമായപ്പോഴത്തേന് വീണ്ടും അത് ബ്ലീഡിങ് ആയിപ്പോയി. എങ്കിലും വിഷമം ഉണ്ടായെങ്കിലും എനിക്ക് കുറച്ച് വിശ്വാസമായിരുന്നു തരുമെന്നുള്ളത് ഈശോ. അങ്ങനെ കൂടുതലായി ഞാൻ ഈശോയോട് പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാൻ 2024 മാർച്ച് മാസം നൊയമ്പിൻ്റെയൊക്കെ അവസരത്തിലാണ് പള്ളിയിലെല്ലാം പോയി ഈസ്റ്ററൊക്കെ കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് ഇതുപോലെ ഞാൻ വീണ്ടും പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തപ്പോൾ പോസിറ്റീവാണെന്ന് കാണിച്ചു. അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി എല്ലാം നോർമലാണെന്ന് മനസ്സിലായി. എന്നാലും എന്നും ഞാൻ നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കായിരുന്നു. ഉപ്പും തേനും ഒക്കെ ഞാൻ എൻ്റെ ആഹാരത്തിൽ, അല്ലെങ്കിൽ ഉപ്പൊക്കെ ആണെങ്കിലും ഞാൻ ഒരു നുള്ളെടുത്ത് എന്നും രാവിലെ ഞാൻ കഴിക്കുമായിരുന്നു. അന്നേരവും വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ഉപ്പൊക്കെ ഭക്ഷിച്ചുകൊണ്ടിരുന്നത്. അന്നേരം ഒരു വിശ്വാസം എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പ്രഗ്നൻ്റായി. 5-ാം മാസം ഇതുപോലെ അബ്നോർമലി 5-ാം മാസത്തെ സ്കാനിങ് ഉണ്ടല്ലോ, അതിൽ ഞാൻ സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ ഡോക്ടർ പറഞ്ഞു സെയർസ് ലെങ്തിന് ഇച്ചിരി കുറവാണ്, അപ്പോൾ മിക്കവാറും സ്റ്റിച്ച് ഇടേണ്ടി വരുമെന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ ഒരുപാട് വിഷമിച്ചു. അതിൻ്റെ ഇടയ്ക്ക് 3-ാം മാസത്തിലൊക്കെ ചെറിയ ബ്ലീഡിങ് ഉണ്ടായിരുന്നു. എന്നാലും ഞാനത് ചേച്ചിയോട് എപ്പോഴും ഞാൻ വിളിച്ച് പറയുമ്പോൾ ചേച്ചിയോട് പറയും, നീ തൈലം പുരട്ടി പ്രാർത്ഥിക്ക്, വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കും, മാതാവ് ഒന്നും വരുത്തുകയില്ല. അങ്ങനെ ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി ഡെയിലി ഇതുപോലെ പ്രാർത്ഥിക്കുമായിരുന്നു. ബ്ലീഡിങ് കാണുന്ന സമയത്ത് ഞാൻ ഇതുപോലെ വയറെ പുരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ അബ്നോർമലി സ്കാനിങ് ചെയ്തപ്പോഴത്തേന് ലെങ്ത് കുറവാന്ന് പറഞ്ഞു, സ്റ്റിച്ച് ഇടണമെന്ന് പറഞ്ഞു. എങ്കിലും 9-ാം മാസത്തിൽ ഒരു കുഴപ്പവും കൂടാതെ സ്റ്റിച്ച് ഇടേണ്ട ഒന്നും വന്നില്ല. നോർമലായിട്ട് ഞങ്ങൾ കുഞ്ഞ് ജനിക്കുന്നത് നവംബർ മാസം 12-ാം തീയതിയാണ്. അപ്പോൾ അതിൻ്റെ തലേന്ന് 11-ാം തീയതി ഡോക്ടർ ഇങ്ങനെ ചെല്ലണമെന്ന് പറഞ്ഞു. അന്നേരം ഞാൻ പറയാം ഡേറ്റ് എന്നാന്ന് പറയാമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ആ ടൈമിലും എനിക്ക് ചെറിയ വയറുവേദനയും ചെറിയ വയറിന് മുറുക്കമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അന്ന് പ്രാർത്ഥിച്ച് ഞാൻ വീട്ടിൽ നിന്ന് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് സ്കാൻ ചെയ്ത് നോക്കിയപ്പം ചെറിയൊരു കുഞ്ഞിന് ബ്രീത്തിന് ഭയങ്കരമായിട്ട് ഇടിപ്പ് തോന്നുന്നു. അതിനെയും പുക്കിൾ കൂടി ചുറ്റിയതാണോ എന്നറിയത്തില്ല. അന്നേരം ഡോക്ടർ പറഞ്ഞു ഇനിയും വീട്ടിലോട്ട് പോവേണ്ട, ഇന്ന് തന്നെ ഇവിടെ അഡ്മിറ്റ് ആകണം, നമുക്ക് നോക്കാം, നോർമൽ ഡെലിവറി നടക്കുമോയെന്ന് നോക്കാമെന്ന് പറഞ്ഞ് അന്ന് തന്നെ എന്നെ അഡ്മിറ്റാക്കി. അന്ന് വെളുപ്പിന് 4 മണിക്ക് എന്നെ ലേബർ റൂമിൽ കയറ്റി. അവിടെ കയറി ഒരുപാട് വേദനയുണ്ടായെങ്കിലും പരിശുദ്ധ അമ്മ അവിടെ ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി ഒരുപാട് പ്രാർത്ഥിച്ചു. പിന്നെ അവിടെ ഹോസ്പിറ്റലിൽ പ്രാർത്ഥനയുടെ കുറേ പേപ്പറുകളൊക്കെ എൻ്റെ തന്നു. അത് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. എന്നാലും കൂടുതലും ഞാൻ മാതാവിനെ ഈ വിശ്വാസ പ്രമാണവും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ചൊല്ലി ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ 4 മണിയായപ്പോൾ എന്നെ ലേബർ റൂമിൽ കയറ്റി. 7:50 ആയപ്പോഴത്തേന് എനിക്ക് നോർമൽ ഡെലിവറി നടത്തി. മാതാവും ഈശോയും ഒരു പെൺകുഞ്ഞിനെ നൽകി എന്നെ എൻ്റെ കുടുംബത്തെ അനുഗ്രഹിച്ചു. പിന്നെ കാരുണ്യ പ്രവർത്തികൾ എന്ന് പറയുന്നത്, എനിക്കിപ്പോൾ ജോലിയില്ല, ഹസ്ബൻഡിന് ജോലിയുണ്ട്. ഹസ്ബൻഡിൻ്റെ വരുമാനത്തിൽ നിന്ന് മറ്റുള്ളവരെ കഴിയുന്ന വിധത്തിൽ ഞങ്ങൾ സഹായിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ നിന്ന് കിട്ടുന്ന പത്രവും അതുപോലെ തന്നെ. ഇപ്പോൾ ഞങ്ങൾ പത്രം കൊടുക്കുന്നത് ഞങ്ങളുടെ ഈ സാക്ഷ്യം പറഞ്ഞുകൊണ്ട് തന്നെയാണ് മറ്റുള്ളവർക്ക് പത്രം കൊടുക്കുന്നത്. അങ്ങനെ പിന്നെ ആധ്യാത്മികമായിട്ട് അരമണിക്കൂർ, ഇപ്പോൾ ഇതിൽ തന്നെ ഉടമ്പടിയിൽ തന്നെ ഉള്ളതാണ് അരമണിക്കൂർ ബൈബിൾ വായിക്കുന്നത്, അത് ചെയ്യുന്നുണ്ട്. പിന്നീട് കുർബാനയിൽ പങ്കെടുക്കുന്നുണ്ട്. അങ്ങനെ ആധ്യാത്മികമായിട്ട് വളർച്ച എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഇനിയും മുന്നോട്ട് ഈ തന്ന ദാനത്തെ ഓർത്ത് ഉടമ്പടിയിലൂടെ പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും കോടി നന്ദി പറഞ്ഞതുകൊണ്ട് മുന്നോട്ട് ജീവിക്കുമെന്നുള്ള വിശ്വാസത്തിൽ ഞാൻ നിർത്തുന്നു. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി കരയറ്റുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 6 മുതൽ 8 വരെയുള്ള തിരുവചനങ്ങൾ. ഭൂമിയിൽ പാപങ്ങൾ ക്ഷമിക്കാൻ മനുഷ്യപുത്രന് അധികാരമുണ്ടെന്ന് നിങ്ങൾക്കറിയേണ്ടതിനാണിത്. അനന്തരം അവൻ തളർവാദ രോഗിയോട് പറഞ്ഞു, എഴുന്നേറ്റ് നിൻ്റെ ശയ്യയും എടുത്ത് വീട്ടിലേക്ക് പോവുക. അവൻ എഴുന്നേറ്റ് വീട്ടിലേക്ക് പോയി. ഇതുകൊണ്ട് ജനക്കൂട്ടം ഭയചകിതരായി. മനുഷ്യർക്ക് ഇത്തരം അധികാരങ്ങൾ നൽകിയ ദൈവത്തെ മഹത്വപ്പെടുത്തി. ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു വലിയ ശ്രേഷ്ഠമായ പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് ബിനു എന്ന സഹോദരനും
തൻ്റെ സഹോദരി ലിബിനെയും ഇവിടെ പങ്കുവച്ചത്. ഓർത്തഡോക്സ് വിശ്വാസികളായ മക്കൾക്ക് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ഈശോ പ്രാപിച്ചു കൊടുത്ത വലിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാനാണ് ഇവരിവിടെ വന്നു നിൽക്കുന്നത്. ഓർത്തഡോക്സ് വിശ്വാസികൾക്ക് പൊതുവെ അവർക്ക് പരിശുദ്ധ അമ്മയെ അവർക്ക് ചില കാര്യങ്ങളിലെല്ലാം കാത്തലിക്കിലുള്ളവർ പോലെ ഇല്ലെങ്കിൽ തന്നെയും ഒരു പരിശുദ്ധ അമ്മ അവരെ ആകർഷിച്ചുകൊണ്ട് ഈ ബിനു എന്ന സഹോദരനെ തൻ്റെ മദ്യപാനം എന്ന ഒരു വലിയ പൈശാചികതയിൽ നിന്ന് സമയച്ചുരുക്കത്തിൻ്റെ അമ്മ രക്ഷിച്ച ഒരു വലിയ സാക്ഷ്യമാണിത്. 30 വർഷത്തോളം ഉണ്ടായ കണ്ടിന്യൂസ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ദുശീലത്തിൽ നിന്ന്, ഒരു പൈശാചിക ബന്ധനത്തിൽ നിന്ന്, ഒരുപക്ഷെ അതൊരു മരണത്തിലേക്ക് എത്താമായിരുന്ന ഒരു വലിയ അപകടത്തിൽ നിന്ന് കുവൈറ്റിൽ വെച്ചെല്ലാം പരിശുദ്ധ അമ്മ ചേർത്ത് പിടിച്ച തിരുവചനം ചേർത്ത് വയ്ക്കുമ്പോഴെല്ലാം ആ പൈശാചികത അകന്നു പോകുന്ന ഒരു വലിയ ദൈവാനുഭവം അദ്ദേഹത്തിനുണ്ടായി എന്നേറ്റു പറയുകയാണ്. ദാവീദ്, സാവൂൾ രാജാവ് എപ്പോഴും പൈശാചികമായ ബന്ധനങ്ങളിൽ ഏർപ്പെടുമ്പോൾ ദാവീദ് കിന്നരം വായിക്കുമ്പോഴെല്ലാം അദ്ദേഹത്തിൻ്റെ പൈശാചിക ബന്ധനങ്ങൾ അകന്നുപോയി എന്ന് നാം തിരുവചനങ്ങളിൽ വായിക്കുന്നുണ്ട്. വചനം എന്ന് പറയുന്നത് അത്ര ഒരു വലിയ ഇരുതല വാളിനേക്കാൾ മൂർച്ചയുള്ളതാണ്. നമ്മുടെ എല്ലാ അസ്വസ്ഥതകളെയും, എല്ലാ രോഗങ്ങളെയും, എല്ലാ ബന്ധനങ്ങളെയും തുളച്ചു കയറി, നമ്മുടെ മജ്ജയിലും മാംസത്തിലും തുളച്ചു കയറി നമുക്ക് സൗഖ്യം നൽകുന്ന ഒരു വലിയ വചനമാണ് നാം വായിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ചേർത്ത് പിടിച്ചപ്പോൾ തന്നെ ബിനുവിന് വലിയ ആശ്വാസവും തൻ്റെ ബന്ധനത്തിൽ നിന്ന് വിടുതലും ഉണ്ടാകുന്നതായി അദ്ദേഹം ഏറ്റു പറയുന്നു. പല പ്രാവശ്യം ഇത് ഉപേക്ഷിക്കുകയും പല പ്രാവശ്യം വീണ്ടും ഇത് തന്നെ ആവർത്തിക്കുകയും ചെയ്തെങ്കിലും ഉടമ്പടി എന്നൊരു വാക്ക് അദ്ദേഹത്തിൻ്റെ ചെവിയിലേക്ക് വളരെ ശക്തമായി വരികയും ഉടമ്പടി എന്താണെന്നോ കൃപാസനം എന്താണെന്നോ ഒന്നൊന്നും അറിയാതിരുന്ന ആ അവസരത്തിൽ തന്നെ പരിശുദ്ധ അമ്മ ഇവിടേക്ക് ആകർഷിച്ച് ഈ മകനെ ഈശോയിലേക്ക് ചേർത്ത് പിടിച്ച് രക്ഷ നൽകിയ ഒരു വലിയ സാക്ഷ്യത്തിന് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. സാമീപ്യം നൽകി കൂടെ നടക്കുന്ന ഒരമ്മയുടെ അനുഭവം ഈ മകൻ എക്സ്പ്ലെയിൻ ചെയ്യുകയുണ്ടായി. ഞാൻ എവിടെ തിരിഞ്ഞാലും എനിക്ക് ദേവാലയമണികളും തിരികളും പരിശുദ്ധ അമ്മയെ മുഴുവനായി ഈ തിരുസ്വരൂപത്തെ കാണാൻ എനിക്ക് സാധിച്ചു. വളരെ ചുരുക്കം പേർക്ക് ലഭിക്കുന്ന ഒരു വലിയ അനുഭവമാണ് അമ്മയെ നേരിട്ട് കാണാൻ സാധിക്കുക എന്നുള്ളത്. അങ്ങനെ ഈശോയും പരിശുദ്ധ അമ്മയും സ്പർശിച്ചവരാരും തന്നെ ഉടമ്പടിയിൽ ഒരിക്കലും വിട്ടുനിൽക്കുകയില്ല. അവർ വലിയ തീരുമാനങ്ങളോടെയാണ് ഈശോയെ സ്നേഹിക്കുക എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇതുപോലെ തന്നെ 11 വർഷം കുഞ്ഞുങ്ങളില്ലാതിരുന്ന ലിബിന ഒരുപാട് മക്കളുടെ കുത്തുവാക്കുകളുടെയും അപമാനത്തിലൂടെയും എല്ലാം സങ്കടത്തിലൂടെ കടന്നു പോകുമ്പോൾ 2022 ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ച് വളരെ വിശ്വസ്തയോടുകൂടി എനിക്ക് കുഞ്ഞിനെ നൽകും, എനിക്ക് കുഞ്ഞിനെ ഈശോ തരും, കാരണം ഞാൻ ആദ്യമായി ഉടമ്പടി ചെയ്തപ്പോൾ പരിശുദ്ധ അമ്മ എൻ്റെ കയ്യിലേക്ക് വന്നു. എലിസബത്ത് പറഞ്ഞതുപോലെ എൻ്റെ കർത്താവിൻ്റെ അമ്മ, എൻ്റെ ഈശോ എൻ്റെ അടുത്തേക്ക് വരാനുള്ള ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്. അതുപോലെ തന്നെ ഒരു വലിയ അനുഭവമായിരുന്നു ലിബിനയ്ക്കുണ്ടായത്. എന്തെല്ലാമായിരുന്നാലും നീണ്ട കാത്തിരിപ്പ്, ക്ഷമയോടെ കാത്തിരിക്കാനുള്ള വലിയ കൃപ ഈ മകൾക്ക് ലഭിച്ചു. കുഞ്ഞിൻ്റെ ഡെലിവറി സമയത്തായാലും പുക്കിൽ കൊടിയുടെ അസ്വസ്ഥതകൾ മൂലം കുഞ്ഞിന് ബ്രീത്തിങ് ട്രബിൾ ഉണ്ടായപ്പോഴെല്ലാം അവർ നേർച്ച വസ്തുക്കളുടെ കൃത്യമായ ഉപയോഗത്തോടെ പ്രയോഗത്തോടെ വിശ്വാസം ഏറ്റുപറയുന്നതിലൂടെ വിശ്വാസം പ്രയോഗിക്കുന്നതിലൂടെയെല്ലാം അവരെ പരിശുദ്ധ അമ്മ ചേർത്ത് പിടിച്ച് ഈശോയുടെ സൗഖ്യവും ജീവിത പ്രശ്നങ്ങളുടെ ഉടൻ പരിഹാരവും നൽകിയ സാക്ഷ്യത്തിന് കുഞ്ഞുങ്ങളില്ലാത്ത എല്ലാ മക്കളുടെയും നിയോഗങ്ങളെ ചേർത്ത് വെച്ച്, അതുപോലെ തന്നെ മദ്യപാനത്തിലൂടെ കഷ്ടപ്പെടുന്ന, ഡ്രഗ് അഡിക്ഷനിലൂടെ കഷ്ടപ്പെടുന്ന, പോക്സോ കേസുകളിലൂടെ എല്ലാം സങ്കടപ്പെടുന്ന എല്ലാ മക്കളുടെയും നിയോഗങ്ങളെ ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് ഈശോ